മാസ്റ്റർ കി അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2020 കേരള PSC കണ്ടക്ട് ചെയ്ത DHS Grade-2 ഫാർമസിസ്റ്റിൻ്റെ 100 MCQ ക്വസ്റ്റ്യൻസും ആൻസർ ഡിസ്കഷനുമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോസ്റ്റിക് സോഡ ഈസ് ഓപ്ഷൻസ് സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ക്ലോറൈഡ്, സോഡിയം കാർബണേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്. കോസ്റ്റിക് സോഡ ഇതിലേതിൻ്റെ സിനോണിമാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിയാൽ അറിയാം. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് കോമൺ സാൾട്ടാണ്, എന്തായാലും അത് വരില്ല. സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത് വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നതാണ്. സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ കോസ്റ്റിക് സോഡ എന്ന് പറയുന്നത് ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, NaOH ആയിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കോസ്റ്റിക് സോഡ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്ക് കുറച്ച് മറ്റ് പ്രധാനപ്പെട്ട സിനോണിംസും കൂടെ ഒന്ന് നോക്കാം. ഇപ്പം ക്യുക്ക് ലൈം എന്നറിയപ്പെടുന്നത് കാൽഷ്യം ഓക്സൈഡിനെയാണ്. സ്ലേക്കട്ട് ലൈം എന്നറിയപ്പെടുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെയാണ്. വാഷിംഗ് സോഡ അല്ലെങ്കിൽ സോഡ ആഷ് എന്ന പേരിൽ അറിയപ്പെടുന്നത് സോഡിയം കാർബണേറ്റിനെയാണ്. ബേക്കിംഗ് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയം ബൈകാർബണേറ്റിനെയായിരുന്നു. കോസ്റ്റിക് സോഡ എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡായ NaOH ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, which among the following preparation is used as a source of iodine in iodine deficiency? Options: weak iodine solution, strong iodine solution, aqueous iodine solution and iodine tincture. ഇതിലെ ഏത് പ്രിപ്പറേഷനാണ് അയഡിൻ ഡെഫിഷ്യൻസിയിൽ ഉപയോഗിക്കുന്നത്? ഒരു സോഴ്സ് ഓഫ് അയഡിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതിൽ ഏത് പ്രിപ്പറേഷനാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിയാൽ വീക്ക് അയഡിൻ ഉണ്ട്, സ്ട്രോങ് അയഡിൻ ഉണ്ട്, അക്വസ് അയഡിൻ ഉണ്ട്, അയഡിൻ ടിഞ്ചർ ഉണ്ട്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. പ്രധാനമായിട്ടും 3 പ്രിപ്പറേഷൻസ് ഉണ്ട്. അതായത് വീക്ക് അയഡിൻ സൊല്യൂഷൻ ഉണ്ട്, അക്വസ് അയഡിൻ സൊല്യൂഷൻ അഥവാ ലൂഗോൾ സൊല്യൂഷൻ, അല്ലെങ്കിൽ സ്ട്രോങ് അയഡിൻ സൊല്യൂഷൻ USP, പിന്നെ സ്ട്രോങ് അയഡിൻ സൊല്യൂഷൻ IP. ഇങ്ങനെ ഇതാണ് 3 പ്രധാനപ്പെട്ട അയഡിൻ്റെ പ്രിപ്പറേഷൻസ്. നമ്മളോടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇതിലെ ഈ പ്രിപ്പറേഷനിലെ ഏതാണ് അയഡിൻ ഡെഫിഷ്യൻസിയിൽ യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അയഡിൻ ഡെഫിഷ്യൻസിയിൽ യൂസ് ചെയ്യുന്നത് അക്വസ് അയഡിൻ സൊല്യൂഷൻ അല്ലെങ്കിൽ ലൂഗോൾ സൊല്യൂഷൻ അല്ലെങ്കിൽ സ്ട്രോങ് അയഡിൻ സൊല്യൂഷൻ USP എന്നറിയപ്പെടുന്നതാണ്. അങ്ങനെയാകുമ്പം ഇവിടുത്തെ ആൻസർ എന്ത് വരും? വീക്ക് അയഡിൻ സൊല്യൂഷൻ ആണോ? അല്ല, അക്വസ് അയഡിൻ സൊല്യൂഷൻ അഥവാ എന്താണ്? ലൂഗോൾ സൊല്യൂഷൻ അല്ലെങ്കിൽ എന്താണ്? സ്ട്രോങ് അയഡിൻ സൊല്യൂഷൻ USP എന്നറിയപ്പെടുന്നതിനെയാണ്. അതാണ് അയഡിൻ സൊല്യൂഷന് സോഴ്സ് ഓഫ് അയഡിനായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ യൂസ് നോക്കുവാണെങ്കിൽ, അതായത് വീക്ക് അയഡിൻ സൊല്യൂഷൻ്റെയും സ്ട്രോങ് അയഡിൻ സൊല്യൂഷൻ IPൻ്റെ യൂസ് നോക്കുവാണെങ്കിൽ അതെല്ലാം ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടിയാണുള്ളത്. ഓക്കെ, ചോദ്യം എന്തായിരുന്നു? അയഡിൻ ഡെഫിഷ്യൻസിയിൽ യൂസ് ചെയ്യുന്ന ഏതെന്നായിരുന്നു ചോദ്യം. അതിൻ്റെ ഉത്തരം എന്താണ്? അക്വസ് അയഡിൻ സൊല്യൂഷൻ അഥവാ ലൂഗോൾ സൊല്യൂഷൻ അല്ലെങ്കിൽ എന്താണ്? സ്ട്രോങ് അയഡിൻ സൊല്യൂഷൻ USP. ഇതിൻ്റെ യൂസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ കോമ്പോസിഷനും ഇമ്പോർട്ടൻ്റ് ആണ്. വീക്ക് അയഡിൻ സൊല്യൂഷനിൽ നോക്കൂ, 2% അയഡിനും 2.5% പൊട്ടാസ്യം അയഡൈഡ് ആണ്. അക്വസ് അയഡിൻ സൊല്യൂഷൻ അല്ലെങ്കിൽ ലൂഗോൾ സൊല്യൂഷനിൽ 5% അയഡിനും 10% KI ആണ്. ഇനി സ്ട്രോങ് അയഡിൻ സൊല്യൂഷൻ IP എടുക്കുകയാണെങ്കിൽ 10% അയഡിൻ ആൻഡ് 6% KI ആണ്. യൂസും കോമ്പോസിഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ചോദിച്ചിരുന്നത് സോഴ്സ് ഓഫ് അയഡിനായിട്ട് യൂസ് ചെയ്യുന്നതായിരുന്നു. അതുകൊണ്ട് ഉത്തരം അക്വസ് അയഡിൻ വരും. മറ്റ് രണ്ടെണ്ണത്തിൻ്റെ യൂസ് എന്താണ്? ആൻറ്റിസെപ്റ്റിക് ആണ്. അടുത്ത ചോദ്യം, ഇൻ ദ അസേ ഓഫ് ബോറിക് ആസിഡ് ഗ്ലിസറിൻ ഈസ് ആഡഡ് ടു ബോറിക് ആസിഡ്. ബോറിക് ആസിഡിൻ്റെ അസൈ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു അസൈയിൽ ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നുണ്ട്. ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നതിനുള്ള ഗുണമാണ് ചോദിക്കുന്നത്. ടു ഡിസോൾവ് ദ ബോറിക് ആസിഡ്, to increase the basicity, to increase the acidity and to decrease the acidity. ബോറിക് ആസിഡ് ഒരു വീക്ക് ആസിഡ് ആണ്. അപ്പോൾ അതിൻ്റെ അസിഡിറ്റി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അതിൻ്റെ അസൈൽ എന്ത് ആഡ് ചെയ്യുന്നത്? ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ C ആയിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, ബോറിക് ആസിഡ് എന്താണ്? ഒരു വീക്ക് ആസിഡ് ആണ്. അപ്പോൾ ആ അസൈ ചെയ്യുമ്പോൾ അസിഡിറ്റി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൽ ഗ്ലിസറിൻ ആഡ് ചെയ്യും. ഓപ്ഷൻ C ആണ് തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഓപ്ഷൻ C. അടുത്ത ചോദ്യം, in cyanide poisoning, sodium nitrite is used as an antidote along with which compound? അപ്പോൾ സയനൈഡ് പോയിസണിങ്ങിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? സോഡിയം നൈട്രൈറ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോഡിയം നൈട്രൈറ്റിനൊപ്പം ഇതിലേതോ ഒരു കോമ്പൗണ്ടും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അതേതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: സോഡിയം മെറ്റ ബൈസൾഫേറ്റ്, ഓപ്ഷൻ B സോഡിയം തയോസൈനേറ്റ്, ഓപ്ഷൻ C പൊട്ടാസ്യം അയഡൈഡ്, ഓപ്ഷൻ D സോഡിയം തയോസൾഫേറ്റ്. ഇൻ സയനൈഡ് പോയിസണിങ് സോഡിയം നൈട്രൈറ്റിൻ്റെ ഒപ്പം സോഡിയം
തയോസൾഫേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓരോ പോയ്സണിങ്ങും അതിൻ്റെ ആൻറ്റിഡോട്ടും മിക്കവാറും ഉള്ള PSC എക്സാംസിന് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് സൈനൈഡ് പോയ്സണിങ്ങിൻ്റെ ആൻറ്റിഡോട്ടാണ്. സോഡിയം നൈട്രൈറ്റ് മാത്രമല്ല, കൂടെ എന്തും യൂസ് ചെയ്യുന്നുണ്ട്, സോഡിയം തയോസൾഫേറ്റും യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ഡ്രഗ്സും അതിൻ്റെ ആൻറ്റിഡോട്ടും ഒന്ന് നോക്കാം. ഇപ്പോൾ വാർഫാറിൻ ആണ് പോയ്സണിങ് ആയിട്ട് വരുന്നതെങ്കിൽ വൈറ്റമിൻ K ആണ് നമ്മളൊരു ആൻറ്റിഡോട്ടായിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഹെപ്പാരിൻ, ആൻറ്റി കോയഗുലൻ്റ് ആയിട്ടുള്ള ഹെപ്പാരിൻ ഓവർഡോസിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ ആൻറ്റിഡോട്ടായിട്ട് കൊടുക്കുക പ്രോട്ടാമിൻ സൾഫേറ്റ് ആണ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ബെൻസോഡയസെപ്പിൻ്റെ ഓവർഡോസ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ബെൻസോഡയസെപ്പിൻ അന്റഗോണിസ്റ്റായ ഫ്ലൂമാസനിൽ യൂസ് ചെയ്തിട്ടാണ്. ഡിജോക്സിൻ ആണ് പോയ്സണിങ്ങിൽ ഡിജി ബൈൻഡ് എന്ന് പറയുന്ന അതിൻ്റെ ആൻറ്റിഡോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസുലിൻ്റെ ഓവർഡോസിൽ നമ്മൾ ഗ്ലൂക്കോസ് ആണ് എന്ത് ചെയ്യുന്നത് ആൻറ്റിഡോട്ടായിട്ട് യൂസ് ചെയ്യുക. മെഥനോൾ പോയ്സണിങ്ങിൽ യൂസ് ചെയ്യുന്നത് എഥനോൾ ആണ്. എത്തലീൻ ഗ്ലൈക്കോൾ പോയ്സണിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോമിപ്പിസോൾ ആണ്. ഒരുപാട് ആൻറ്റിഡോട്ടുകളുണ്ട്. പാരസെറ്റമോൾ ആണെങ്കിൽ N-അസറ്റൈൽസിസ്റ്റീൻ, അങ്ങനെ ഒരുപാട് ആൻറ്റിഡോട്ടുകളുണ്ട്. കുറച്ച് പ്രധാനപ്പെട്ട ആൻറ്റിഡോട്ടുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഈ ഫ്ലൂമാസെനിലും അതേപോലെ തന്നെ എത്തലീൻ ഗ്ലൈക്കോളൊക്കെ മുമ്പുള്ള പ്രീവിയസ് PSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരുന്നത് എന്തായിരുന്നു? സൈനൈഡ് പോയ്സണിങ് ആയിരുന്നു. യൂസ് ചെയ്യുന്ന ഏതാണ്? സോഡിയം നൈട്രൈറ്റ് ആൻഡ് സോഡിയം തയോസൾഫേറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 4 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ആൻ ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ ജനറലി യൂസ്ഡ് ഫോർ ക്ലീനിങ് വൂണ്ട്സ് ആൻഡ് ഇയേഴ്സ്. അതായത് വൂണ്ടും അതേപോലെ ഇയറിലും ഒരു ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഉള്ളൊരു സൊല്യൂഷൻ ഇതിലുണ്ട്. ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻസ്: ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷൻ, ലൂഗോൾ സൊല്യൂഷൻ, അമോണിയ സൊല്യൂഷൻ ആൻഡ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് സൊല്യൂഷൻ. ലൂഗോൾ സൊല്യൂഷൻ്റെ യൂസ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. എന്താണ്? സോഴ്സ് ഓഫ് അയഡിൻ ഇൻ അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡറിൽ ഒരു അയഡിൻ്റെ സോഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു പറഞ്ഞു. പിന്നെ ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഉള്ള വൂണ്ടുകളും ഇയറിലും ഒക്കെ ക്ലീനിങ് പ്രോപ്പർട്ടി ഉള്ളതിനകത്തൊരു സൊല്യൂഷൻ ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. H2O2 എന്നറിയപ്പെടുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട് ആൻഡ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് വൂണ്ട്സ് ആൻഡ് ഇയേഴ്സ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ കുറച്ച് പ്രോപ്പർട്ടീസും യൂസും നോക്കുവാണെങ്കിൽ ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അതുകൊണ്ട് തന്നെ ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉണ്ട്, ജെർമിസൈഡൽ ആക്ഷൻ ഉണ്ട് ആൻഡ് ലിബറേഷൻ ഓഫ് ഓക്സിജൻ will able to exert an additional cleansing action on cuts and wounds. ഈ വൂണ്ടിലും കട്ട്സിലൊക്കെ ഒരു ക്ലെൻസിങ് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ പിന്നിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്നും എന്ത് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു അഡീഷണൽ ക്ലെൻസിങ് ആക്ഷൻ ഇതിന് കാരണമാകുന്നത്. ആൻഡ് ഇത് അസൈ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് റിഡോക്സ് ടൈട്രേഷനിലെ പെർമാഗ്നോമെട്രിക് ടൈട്രേഷൻ യൂസ് ചെയ്തിട്ടാണ്. ഇതൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. H2O2 അസൈ ചെയ്യുന്നത് ഏത് മെത്തേഡ് വഴിയാണ്? റിഡോക്സ് ടൈട്രേഷനിലെ പെർമാഗ്നോമെട്രിക് ടൈട്രേഷൻ യൂസ് ചെയ്തിട്ടാണ്. ഈ അഡീഷണൽ ക്ലെൻസിങ് ആക്ഷന് പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? ലിബറേഷൻ ഓഫ് ഓക്സിജൻ ആണ്. ഇതൊരു ജെർമിസൈഡൽ ആക്ഷനും ഉണ്ട് ആൻഡ് ഇറ്റ് ഈസ് ആൾസോ എ ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് ദെർഫോർ യൂസ്ഡ് ആസ് എ ബ്ലീച്ചിങ് ഏജന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രഗ് വിച്ച് ഹെൽപ്പ് ഇൻ എലിമിനേറ്റിംഗ് എക്സുഡേഷൻ ഫ്രം ബ്രോങ്കൈ ആർ നോൺ ആസ്. അതായത് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ള ബ്രോങ്കിയോളിൽ നിന്നും സെക്രീഷൻസിനെ എലിമിനേറ്റ് ചെയ്ത് സഹായിക്കുന്ന ഏജന്റ് ഏതാണെന്നാണ് ചോദ്യം. എമറ്റിക്സ്, എക്സ്പെക്ടോറൻസ്, ആസ്ട്രിഞ്ചൻസ് ആൻഡ് കത്താർട്ടിക്സ്. എമറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ദ ഏജൻസ് വിച്ച് പ്രൊഡ്യൂസ് എമിസിസ്, അതായത് വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഡ്രഗുകളെയാണ് എമറ്റിക്സ് എന്ന് പറയുന്നത്. ആസ്ട്രിഞ്ചൻസ് എന്ന് പറയുന്നത് എന്താണ്? ലോക്കലി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പ്രോട്ടീൻ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാൻ കഴിവുള്ളവയാണ് ആസ്ട്രിഞ്ചൻസ് എന്നറിയപ്പെടുന്നത്. കത്താർട്ടിക് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലാക്സേറ്റീവ്, പർഗാറ്റിക്, കഥാർട്ടിക് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എന്തിനു ഉപയോഗിക്കുന്നതാണ്? GIT മോട്ടിലിറ്റി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ്. അപ്പോൾ അതും വരത്തില്ല. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, എക്സ്പെക്ടോറൻസ് ആണ് കറക്റ്റ് ആൻസർ. Astringents, agents which precipitate the protein when they applied on the protein containing surface. അതായത് പ്രോട്ടീൻ കണ്ടെയ്ൻ ചെയ്യുന്ന സർഫസ് ആയ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവിടെ പ്രിസിപ്പിറ്റേഷൻ ഉണ്ടാക്കുന്നു. എക്സാമ്പിൾ സിൽവർ നൈട്രേറ്റ്, ബൊറാക്സ് ഒക്കെയാണ് ആസ്ട്രിഞ്ചൻസിന് എക്സാമ്പിൾ. എമറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡ്രഗ് വിച്ച് ഇൻഡ്യൂസസ് ദി വോമിറ്റിംഗ്. എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ആന്റിമണി പൊട്ടാസ്യം ടാർട്ടറേറ്റ്, അപ്പോമോർഫിൻ, സിങ്ക് സൾഫേറ്റ് ഒക്കെ എമറ്റിക്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. എക്സ്പെക്ടോറൻസിന് എക്സാമ്പിൾ. എക്സ്പെക്ടോറൻസ് എന്താന്ന് പറഞ്ഞു? ദാറ്റ് വിൽ എന്താണ്? എലിമിനേറ്റ് ദി സെക്രീഷൻസ് ഫ്രം ഓർ എക്സുഡേഷൻസ് ഫ്രം ദി ബ്രോങ്കൈ.
അതാണ് എക്സ്പെക്ടോറൻസ്. എക്സ്പെക്ടോറൻസിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ അയഡൈഡ്സ് വരുന്നുണ്ട്, ആന്റിമണി പൊട്ടാസ്യം ടാർട്രേറ്റും വരുന്നുണ്ട്. സോ കറക്റ്റ് ആൻസർ എന്താണ്? 6th ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് ഈസ് അസൈഡ് ബൈ ഓപ്ഷൻസ് ആസിഡ് ബേസ് ടൈട്രേഷൻ, റിഡോക്സ് ടൈട്രേഷൻ, കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ ആൻഡ് നോൺ അക്വസ് ടൈട്രേഷൻ. കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ഇങ്ങനെ ചോദ്യം വന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാൽ റിഡോക്സ് ടൈട്രേഷൻ ആണ് അല്ലെ. റിഡോക്സ് ടൈട്രേഷനിലെ പെർമാഗ്നോമെട്രിക് ടൈട്രേഷൻ ആണ്. ഇവിടെ ചോദ്യം എന്താണ്? കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് ഏത് രീതിയിലാണ് അസൈ ചെയ്യുന്നതെന്നുള്ളതാണ്. ഇതിന്റെ കറക്റ്റ് ആൻസർ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ ആണ്. ഓക്കെ, കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് അസൈ ചെയ്യുന്നത്. ഈ കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് കൂടാതെ മറ്റു കുറച്ച് കോമ്പൗണ്ട്സും കൂടെ നമുക്ക് നോക്കാം കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ വഴി അസൈ ചെയ്യുന്നത്. കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം ലാക്റ്റേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ്, സിങ്ക് സൾഫേറ്റ്, ടൈറ്റാനിയം ഡയോക്സൈഡ്. ഈ ടൈറ്റാനിയം ഡയോക്സൈഡിന്റെ യൂസ് എപ്പോഴും ചോദിക്കുന്നതാണ്. എന്താണ്? ഒപ്പാസിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഏജന്റ് ആണ് ടൈറ്റാനിയം ഡയോക്സൈഡ്. സോ ദീസ് ഓൾ ഏജൻസ് ആർ ആൾസോ അസൈഡ് യൂസിങ് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് ആയിരുന്നു. ഏത് മെത്തേഡാണ്? കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, chlorinated lime and boric acid solution is known as option Usol, option B Lysol, option C Lugol solution and option D Dagin solution. ഇതിൽ ഏതായിരിക്കും? ക്ലോറിനേറ്റഡ് ലൈമും ബോറിക് ആസിഡിന്റെയും കൂടെ ഒരു മിശ്രിതത്തെ വിളിക്കുന്ന പേരാണ് യൂസോൾ സൊല്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. ലൈസോൾ എന്ന് പറയുന്നത് എന്താണ്? ക്രിസോൾ വിത്ത് സോപ്പ് സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലൈസോൾ എന്ന് വിളിക്കുന്നത്. ലൂഗോൾ സൊല്യൂഷൻ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു. എന്താണ്? അക്വസ് അയഡിൻ സൊല്യൂഷൻ എന്നും അതേപോലെ തന്നെ സ്ട്രോങ് അയഡിൻ സൊല്യൂഷൻ USP എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ലൂഗോൾ സൊല്യൂഷൻ. ആക്ട് ആസ് എ സോഴ്സ് ഓഫ് അയഡിൻ ഇൻ അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ്. പിന്നെ ഡാഗിൻ സൊല്യൂഷനും ഉണ്ട്. ഡാഗിൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സർജിക്കൽ സൊല്യൂഷൻ ഓഫ് ക്ലോറിനേറ്റഡ് ലൈമിനെ വിളിക്കുന്ന പേരാണ് സർജിക്കൽ സൊല്യൂഷൻ ഓഫ് ക്ലോറിനേറ്റഡ് ലൈം വിളിക്കുന്ന പേരാണ് ഡാഗിൻ സൊല്യൂഷൻ. ഇപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്? യൂസോൾ ആണ്. അതാണ് ക്ലോറിനേറ്റഡ് ലൈമും ബോറിക് ആസിഡ് സൊല്യൂഷനെയും കൂടെ മിശ്രിതത്തെ വിളിക്കുന്ന പേര്. സർജിക്കൽ സൊല്യൂഷൻ ഓഫ് ക്ലോറിനേറ്റഡ് ലൈം ആണ് ഡാഗിൻ സൊല്യൂഷൻ. ക്ലോറിനേറ്റഡ് ലൈം എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? ക്ലോറിനേറ്റഡ് ലൈമും ബോറിക് ആസിഡിന്റെയും കൂടെ മിശ്രിതത്തെയാണ് നമ്മളിപ്പം എന്നു വിളിച്ചത്? യൂസോൾ സൊല്യൂഷൻ എന്ന് വിളിച്ചത്. ക്ലോറിനേറ്റഡ് ലൈം എന്ന് പറയുന്നത് എന്താണ്? ബ്ലീച്ചിങ് പൗഡർ ആണ്. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഈ ക്ലോറിനേറ്റഡ് ലൈം എന്താണ്? ക്ലോറിനേറ്റഡ് ലൈമിന്റെ സിനോണിം എന്താണ്? ബ്ലീച്ചിങ് പൗഡർ ആണ്. ഇത് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡും ചോദിച്ചിട്ടുണ്ട്. പ്രിപ്പയർഡ് ബൈ ദി ആക്ഷൻ ഓഫ് ക്ലോറിൻ ഓൺ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ സ്ലേക്കട്ട് ലൈൻ. കാൽഷ്യം ഹൈഡ്രോക്സൈഡിന്റെ മറ്റൊരു പേരാണ് സ്ലേക്കട്ട് ലൈൻ. ഇതിന്റെ യൂസ് ചോദിച്ചിട്ടുണ്ട്. ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, വാട്ടർ പ്യൂരിഫിക്കേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏത് മെത്തേഡ് വഴിയാണ് ടൈട്രേറ്റ് ചെയ്യുന്നത്? അയഡോമെട്രിക് ടൈട്രേഷൻ ആണ്. നമ്മൾ മുമ്പേ കാൽഷ്യം ഗ്ലൂക്കോണേറ്റിന്റെ അസേ പറഞ്ഞായിരുന്നു. ഏതായിരുന്നു? കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ പറഞ്ഞായിരുന്നു റിഡോക്സ് ടൈട്രേഷനിലെ പെർമാഗ്നോമെട്രി ആണ്. ഇവിടെ ബ്ലീച്ചിങ് പൗഡർ ഏത് മെത്തേഡാണ്? അയഡോമെട്രിക് ടൈട്രേഷൻ ആണ്. പിന്നെ ലൈസോൾ എന്നറിയപ്പെടുന്ന എന്താണ്? ക്രിസോൾ വിത്ത് സോപ്പ് സൊല്യൂഷൻ ആണ്. സോ ക്ലോറിനേറ്റഡ് ലൈം ആൻഡ് ബോറിക് ആസിഡ് മിശ്രിതത്തെ എന്ത് വിളിക്കും? യൂസോൾ എന്ന് വിളിക്കും. ക്ലോറിനേറ്റഡ് ലൈം എന്ന് പറയുന്നത് എന്താണ്? ബ്ലീച്ചിങ് പൗഡർ ആണ്. ക്രിസോൾ വിത്ത് സോപ്പ് സൊല്യൂഷൻ ആണ് എന്ത്? ലൈസോൾ എന്നുള്ള പേര് അറിയപ്പെടുന്നത്. സർജിക്കൽ സൊല്യൂഷൻ ഓഫ് ക്ലോറിനേറ്റഡ് ലൈമിനെയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ഡാഗിൻ സൊല്യൂഷൻ എന്നും പറയുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്ലീച്ചിങ് പൗഡർ ഈസ്, ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ക്ലോറിനേറ്റഡ് ലൈം, സോഡ ലൈം, സോഡിയം ബൈകാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ്. എന്താണ് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത്? എന്താണ്? ക്ലോറിനേറ്റഡ് ലൈം ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഡിസിൻഫെക്റ്റന്റ് ആയിട്ടും വാട്ടർ പ്യൂരിഫിക്കേഷനിലൊക്കെയാണ് യൂസ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഓഫ് കാൽഷ്യം ലീഡ്സ് ടു. നമ്മൾ മുമ്പേ അയഡിൻ ഡെഫിഷ്യൻസിയിൽ സോഴ്സ് ഓഫ് അയഡിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു ലൂഗോൾ സൊല്യൂഷൻ. ഇവിടെ ഒരു കണ്ടീഷനാണ് ചോദിച്ചിരിക്കുന്നത്. കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി നമ്മുടെ ബോഡിയിൽ വന്നാൽ എന്ത് അസുഖത്തിലോട്ട് പോകും? ഹൈപ്പർ കാൽഷ്യമീയ എന്തായാലും വരത്തില്ല. കുറവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡെഫിഷ്യൻസിയാണ്. അപ്പൊ എന്തായാലും ഹൈപ്പർ വരില്ല. ഹൈപ്പോയെ എന്തായാലും വരത്തുള്ളൂ. ഓപ്ഷൻസ് അടുത്തത് നോക്കിയാൽ ഹൈപ്പോ കാലീമിയ, ഹൈപ്പോ കാൽസീമിയ ആൻഡ് ഹൈപ്പോ നാട്രീമിയ ഇതാണ് വന്നിരിക്കുന്നത്. ഹൈപ്പോ കാലീമിയ എന്ന് പറയുന്നത് പൊട്ടാസ്യം ലെവൽ കുറഞ്ഞു പോകുന്നുള്ള അവസ്ഥയാണ്. ഹൈപ്പോ നാട്രീമിയ എന്ന് പറയുന്നത് സോഡിയത്തിന്റെ ലെവൽ കുറഞ്ഞു പോകുന്നുള്ള അവസ്ഥയാണ്.
ഇതൊന്നുമല്ല ചോദ്യം, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഓഫ് കാൽഷ്യം ആണ്. അതുകൊണ്ട് തന്നെ ഉത്തരം എന്ത് വരും? ഹൈപ്പോകാൽസീമിയ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഹൈപ്പർ കാൽഷ്യമി എന്താണ്? ഇൻക്രീസ്ഡ് കാൽഷ്യം ലെവലാണ്. ഓക്കെ, അപ്പം 10ാമത്തെ ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ഇൻ റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ ഗാമ റേസ് വെയർ ഒബ്റ്റെയിൻഡ് ഫ്രം. ഇത് ഫാർമസ്യൂട്ടിക്സ് 1-ലെ സ്റ്റെറിലൈസേഷൻ എന്നുള്ള ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സ്റ്റെറിലൈസേഷൻ ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അതിൽ ഡ്രൈ ഹീറ്റ്, മോയിസ്റ്റ് ഹീറ്റ്, ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ, അതേപോലെ തന്നെ റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ. റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ തന്നെ അയണൈസിങ്ങും നോൺ അയണൈസിങ് റേഡിയേഷനിലും വരുന്നുണ്ട്. അതിലെ അയണൈസിങ് റേഡിയേഷനിലാണ് ഈ ഗാമ റേസ് വരുന്നത്. അപ്പോൾ ഈ ഗാമ റേസിന്റെ സോഴ്സ് ആണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാൻ കൊബാൾട്ട് 16, അയഡിൻ 131, ഗോൾഡ് 198 ആൻഡ് സെലീനിയം 80. ഇത്രയാണ് വന്നിരിക്കുന്നത്. ഏതായിരിക്കും ഇതിന്റെ ശരിയായ ഉത്തരം? കൊബാൾട്ട് 60 ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ റേഡിയേഷൻ സ്റ്റെറിലൈസേഷനിൽ യൂസ് ചെയ്യുന്ന ഗാമ റൈസിന്റെ ഉറവിടം എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പായ കൊബാൾട്ട് 60 ആണ്. ഇനി ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് മറ്റു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ പെനിട്രേറ്റിംഗ് പവറിന്റെ ഓർഡർ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഈ റേഡിയേഷൻ സ്റ്റെറിലൈസേഷനിൽ അയണൈസിങ് റേഡിയേഷനിൽ വരുന്നതെന്ന് പറഞ്ഞു ബീറ്റ കൂടാതെ ആൽഫ ഉണ്ട്, ബീറ്റ, പിന്നെ ഗാമ, അങ്ങനെ 3 റേഡിയേഷനാണ് ഉള്ളത്. അപ്പം ഇതിൽ ഗാമ റേഡിയേഷന്റെ സോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് കൊബാൾട്ട് 60. അപ്പം ഇത് കൂടാതെ ഗാമ റൈസ് കൂടാതെ ആൽഫ ഉണ്ട്, ബീറ്റ ഉണ്ട്, ഗാമ. ഇതിന്റെ പെനിട്രേറ്റിംഗ് പവറിന്റെ രീതി എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു അറേഞ്ചിങ് ഓർഡർ ചോദിച്ചിട്ടുണ്ട് ഒരു എക്സാമിന്. ഏറ്റവും കുറവ് പെനിട്രേറ്റിംഗ് പവർ ആൽഫയ്ക്കാണ്, അതിനുശേഷം ബീറ്റ, ഏറ്റവും കൂടുതൽ പെനിട്രേറ്റിംഗ് പവർ ആർക്കാണ്? ഗാമയ്ക്കാണ്. അതും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇത് ഏത് മെക്കാനിസം വഴിയാണ് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത്? ഇപ്പൊ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷനിലുള്ള മെത്തേഡിലൂടെ ആണെങ്കിൽ അതെന്തായിരിക്കും? ഓക്സിഡേഷൻ ആയിരിക്കും അതിന്റെ മെയിൻ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ, അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യുന്നതിന്റെ മെയിൻ രീതി എന്ന് പറയുന്നത് എന്താണ്? ഓക്സിഡേഷൻ ആണ്. ഇനി അതേപോലെ തന്നെ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ ഏത് മെത്തേഡ് ആയിരിക്കും? കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ ആണ് അതിന്റെ മെയിൻ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ അയണൈസിങ് റേഡിയേഷൻ ആണെങ്കിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ബൈ DNA ഡാമേജ് ആണ്. DNA ഡാമേജ് ചെയ്യും. ഹൈ പെനട്രേറ്റിംഗ് പവർ, സോ മെറ്റീരിയൽ ക്യാൻ ബി സ്റ്റെറിലൈസ്ഡ് ആഫ്റ്റർ ഫില്ലിംഗ് ദം ഇൻ ദി ഫൈനൽ കണ്ടെയ്നർ. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. മെക്കാനിസം ഓഫ് ആക്ഷൻ DNA ഡാമേജ് ആണ്. നല്ല പെനട്രേറ്റിംഗ് പവർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെറ്റീരിയൽ ക്യാൻ ബി സ്റ്റെറിലൈസ്ഡ് ആഫ്റ്റർ ഫില്ലിംഗ് ദം ഇൻ ദി ഫൈനൽ കണ്ടെയ്നർ. ഫൈനൽ കണ്ടെയ്നറിലോട്ട് ഫില്ല് ചെയ്തതിന് ശേഷവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും, കാരണം അതിന് പെനട്രേറ്റിംഗ് പവർ അത്രത്തോളം ഉള്ളതുകൊണ്ട്. ഓക്കെ, ഇതും ചോദിച്ചിട്ടുള്ളതാണ് ഈ ഡ്രൈ ഹീറ്റിന്റെയും മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷന്റെ ഒക്കെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഡ്രൈ ഹീറ്റ് ആയിരുന്നെങ്കിൽ ഓക്സിഡേഷൻ, മോയിസ്റ്റ് ഹീറ്റ് ആണെങ്കിൽ കോയാഗുലേഷൻ. ഇനി ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ എന്ത് വന്നേനെ? ആൽക്കൈലേഷൻ. ഇതൊക്കെ മുമ്പത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ ചോദ്യം റേഡിയേഷൻ സ്റ്റെറിലൈസേഷനിൽ യൂസ് ചെയ്യുന്ന ഗാമ റേഡിയേഷന്റെ സോഴ്സ് ആയിരുന്നു. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പായ കൊബാൾട്ട് 60 എന്നാണ് ഗാമ റേഡിയേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 12. വിച്ച് among the following method is used for the sterilization of surgical dressings? സർജിക്കൽ ഡ്രസ്സിങ്സിന്റെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഇതിൽ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതാണ് ചോദ്യം. ഓപ്ഷൻസ്: ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, ഓപ്ഷൻ ബി മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, ഓപ്ഷൻ സി ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ ആൻഡ് ഓപ്ഷൻ ഡി റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ. മുമ്പ് നമ്മൾ റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തത്. റേഡിയേഷൻ സ്റ്റെറിലൈസേഷനിലെ ഗാമ റേഡിയേഷന്റെ സോഴ്സ് ആയിരുന്നു. ഇവിടെ അതല്ല ചോദ്യം. സർജിക്കൽ ഡ്രസ്സിങ്സിനകത്ത് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നതാണ് ചോദ്യം. ഏത് മെത്തേഡ് ആയിരിക്കും? ഡ്രൈ ഹീറ്റ് ആയിരിക്കുമോ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആയിരിക്കുമോ? അതിലേതെങ്കിലും ഒരെണ്ണം വരായിരിക്കും ചാൻസ് കൂടുതൽ. ഏതായിരിക്കും? മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അപ്പം ഡ്രൈ ഹീറ്റ് വഴിയും മോയിസ്റ്റ് ഹീറ്റ് വഴിയും സ്റ്റെറിലൈസ് ചെയ്യുന്ന മറ്റ് കുറച്ച് ഏജൻസികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ എന്ന് മുമ്പ് പറഞ്ഞിരുന്നു. മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ്? ഓക്സിഡേഷൻ ആണ്. ഇനി എന്തൊക്കെ മെറ്റീരിയൽസ് നമുക്ക് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ വഴി ചെയ്തെടുക്കാൻ പറ്റും? ഗ്ലാസ് വെയർസ്, ഫാറ്റ്സ്, ഓയിൽസ്, പൗഡേഴ്സ്. ഇനി പൗഡേഴ്സ് തന്നെ സൾഫസെറ്റമൈഡ്, ടാൽക്ക്, ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അത് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ വഴി സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഇപ്പം പൗഡേഴ്സ് ആർ സ്റ്റെറിലൈസ്ഡ് യൂസിങ് വിച്ച് മെത്തേഡ്? ഏതാണ്? ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ്.
ഇനി മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ സർജിക്കൽ ഡ്രസ്സിങ്സ് കൂടാതെ ഫാബ്രിക്സ്, ഇഞ്ചക്ഷൻ സൊല്യൂഷൻസ്, സസ്പെൻഷൻസ്, റബ്ബർ ക്ലോഷേഴ്സ് ഒക്കെ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ വഴിയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ്? കോയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, Which among the following method represent the chemical called sterilization method? വീണ്ടും സ്റ്റെറിലൈസേഷൻ്റെ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: സ്റ്റെറിലൈസേഷൻ യൂസിങ് ഗ്യാസ്, സ്റ്റെറിലൈസേഷൻ ബൈ ഫിൽട്രേഷൻ, ഓപ്ഷൻ സി സ്റ്റെറിലൈസേഷൻ യൂസിങ് റേഡിയേഷൻ ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റെറിലൈസേഷൻ യൂസിങ് മോയിസ്റ്റ് ഹീറ്റ്. ഇതിൽ ഈ പറഞ്ഞതിൽ ഏതോ ഒരു മെത്തേഡിനെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? കെമിക്കൽ കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കെമിക്കൽ കോൾഡ് സ്റ്റെറിലൈസേഷൻ അറിയപ്പെടുന്ന ഇതിനെയാണ് സ്റ്റെറിലൈസേഷൻ യൂസിങ് ഗ്യാസിനെയാണ്. ഇനി അതേസമയം സ്റ്റെറിലൈസേഷൻ ബൈ ഫിൽട്രേഷൻ നമ്മൾ എന്ത് വിളിക്കും? കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്ന് വിളിക്കും. രണ്ടും മാറിപ്പോകരുത്. ഇതെന്താണ്? കെമിക്കൽ കോൾഡ് സ്റ്റെറിലൈസേഷൻ അറിയപ്പെടുന്നത് സ്റ്റെറിലൈസേഷൻ യൂസിങ് ഗ്യാസസും, കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതാണ്? സ്റ്റെറിലൈസേഷൻ ബൈ ഫിൽട്രേഷനുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും സ്റ്റെറിലൈസേഷൻ തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മെംബ്രെയിൻ ഫിൽറ്റർ യൂസ്ഡ് ഫോർ ദി സ്റ്റെറിലൈസേഷൻ ഹാസ് എ പോർ സൈസ് ഓഫ്. നമ്മൾ പറഞ്ഞില്ലേ, കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫിൽട്രേഷൻ സ്റ്റെറിലൈസേഷനിൽ യൂസ് ചെയ്യുന്ന ഫിൽറ്ററുകളുടെ പോർ സൈസ് എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: 0.02 പ്ലസ് ഓർ മൈനസ് 0.01 മൈക്രോമീറ്റർ, ഓപ്ഷൻ ബി 0.22 പ്ലസ് ഓർ മൈനസ് 0.02 മൈക്രോമീറ്റർ, ഓപ്ഷൻ സി 0.11 പ്ലസ് ഓർ മൈനസ് 0.01 മൈക്രോമീറ്റർ ആൻഡ് ഓപ്ഷൻ ഡി 0.65 പ്ലസ് ഓർ മൈനസ് 0.02 മൈക്രോമീറ്റർ. ഏതായിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസറിന്റെ പോർ സൈസ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 0.22 പ്ലസ് ഓർ മൈനസ് 0.02 മൈക്രോമീറ്റർ ആണ് മെംബ്രെയിൻ ഫിൽട്രേഷനിൽ യൂസ് ചെയ്യുന്ന പോർ സൈസ് എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പം പോർ സൈസാണ് ചോദിച്ചിരിക്കുന്നത്. ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സും എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ മെംബ്രെയിൻ ഫിൽട്രേഷൻ മെത്തേഡിൽ യൂസ് ചെയ്യുന്ന ഫിൽറ്ററുകളും അവയുടെ പേരും. ഒരു ടൈപ്പ് ഓഫ് ഫിൽറ്ററാണ് ആസ്ബെസ്റ്റോസ് ഫിൽറ്റർ, അല്ലെങ്കിൽ അതിനെ സിറ്റ്സ് ഫിൽറ്റർ എന്നുള്ള പേരിലും അറിയപ്പെടും. മറ്റ് പേരും അറിഞ്ഞിരിക്കുക. അടുത്തത് സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്റർ, അല്ലെങ്കിൽ മോർട്ടൺ ഫിൽറ്റർ, അല്ലെങ്കിൽ ഫ്രിറ്റഡ് ഫിൽറ്റേഴ്സ്. പിന്നെ ഒരെണ്ണം മെംബ്രെയിൻ ഫിൽറ്റേഴ്സ്, അല്ലെങ്കിൽ മില്ലിപോർ ഫിൽറ്റേഴ്സ്, അല്ലെങ്കിൽ അൾട്രാ ഫിൽറ്റേഴ്സ്. ഈ ഒരു ഫിൽറ്റർ ഇപ്പോൾ ഈ കഴിഞ്ഞ IMS എക്സാമിന് ചോദിച്ചത് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ ഗ്രേഡ് 2 ഫാർമസിസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മെംബ്രെയിൻ ഫിൽറ്ററിന് വിളിക്കുന്ന മറ്റൊരു പേരെന്തെന്ന്? ഏതാണ്? മില്ലിപോർ ഫിൽറ്റർ അല്ലെങ്കിൽ അൾട്രാ ഫിൽറ്റർ ആണ്. അപ്പോൾ ഫിൽറ്റേഴ്സും അതിൻ്റെ മറ്റു പേരും പോർ സൈസും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ദ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ഓഫ് ദി ക്യാപ്സ്യൂൾ ഷെൽ ഈസ് റേഞ്ച്ഡ് ബിറ്റ്വീൻ. നമ്മൾ ക്യാപ്സ്യൂൾ ഷെല്ല് എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള മോയ്സ്ചർ കണ്ടന്റ് എത്ര ശതമാനം വരെ ആകും എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ 12 to 15, ഓപ്ഷൻ ബി 2 to 6%, ഓപ്ഷൻ സി 8 to 12% ആൻഡ് ഓപ്ഷൻ ഡി 18 to 22%. ക്യാപ്സ്യൂളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മോയ്സ്ചർ കണ്ടന്റ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ 12 to 50% ആണ്. ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ഓഫ് എ ക്യാപ്സ്യൂൾ ഷെൽ റേഞ്ചസ് ഫ്രം 12 to 16 ആണ്. 12 to 50 റേഞ്ചിലൊക്കെ വരും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ ഈ റോട്ടോഫിൽ എന്താണ്, അക്കോഫിൽ എന്താണ്, അക്കോജെൽ എന്താണ്, എപ്പോഴും സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. റോട്ടോഫിൽ എന്ന് പറയുന്നത് ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സ്യൂളിൽ പെലറ്റ് ഫില്ല് ചെയ്യുന്ന മെഷീൻ വിളിക്കുന്ന പേരാണെന്ത്? റോട്ടോഫിൽ എന്ന് പറയുന്നത്. അതേസമയം അക്കോഫിൽ ആകുമ്പോൾ എന്താണ്? ഫിൽ പൗഡർ ഇൻ ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾ. ഒരെണ്ണം പെലറ്റ്, മറ്റൊന്ന് പൗഡർ, രണ്ടും ഏതാണ്? ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾ. ഇനി അക്കോജെൽ എന്നറിയപ്പെടുന്നതാണ് ഫിൽ പൗഡർ ഇൻ സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾ. ഈ മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. പിന്നെ ഇപ്പം നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത് 12 to 50% ആണെന്ന് പറഞ്ഞല്ലോ. അത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഏത് മെത്തേഡ് വഴിയാണ്? ടുളുവിൻ ഡിസ്റ്റിലേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ക്യാപ്സ്യൂളിലെ മോയ്സ്ചർ കണ്ടന്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു മൂന്ന് ഇതും ഓർത്തിരിക്കുക. റോട്ടോഫിൽ, അക്കോഫിൽ ആൻഡ് അക്കോജെൽ. പെലറ്റ് ഇൻ ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾ, പൗഡർ ഇൻ ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾ ആൻഡ് പൗഡർ ഇൻ സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Unequal distribution of color on the surface of a tablet is known as. ഇത് ടാബ്ലറ്റിലെ
ഡിഫക്റ്റുകൾ എന്നുള്ള ചോദ്യമാണ്. ഇത് എപ്പോഴും സ്ഥിരമായിട്ട് എപ്പോഴും ഒന്നെങ്കിൽ ഡിഫക്റ്റ് ചോദിക്കും അല്ലെങ്കിൽ അതിൻ്റെ റീസൺ ചോദിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കളർ, ടാബ്ലറ്റിൻ്റെ കോട്ടിംഗ് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കളർ എല്ലാം അൺഈക്വൽ ആണ്. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കളർ ഓൺ ദ സർഫസ് ഓഫ് എ ടാബ്ലറ്റ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓറഞ്ച് പീൽ എഫക്റ്റ്, ട്വിന്നിങ്, ബ്ലൂമിങ് ആൻഡ് മോട്ട്ലിംഗ്. ഏതായിരിക്കും? അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കളർ ഓൺ ദ സർഫസ് ഓഫ് ടാബ്ലറ്റ് ഈസ് നോൺ ആസ് മോട്ട്ലിംഗ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓറഞ്ച് പീലും ട്വിന്നിങ്ങും ബ്ലൂമിങ് ഒക്കെ എന്താന്ന് നോക്കാം. ആദ്യം ട്വിന്നിങ് എന്താന്ന് നോക്കാം. ട്വിന്നിങ് എന്ന് പറഞ്ഞാൽ ഒക്കേഴ്സ് വെൻ ടു ടാബ്ലറ്റ് സ്റ്റിക്ക് ടുഗദർ ഡ്യൂറിങ് ദ കംപ്രഷൻ. നമുക്കറിയാം ഗ്രാനുൾസ് ആണല്ലോ നമ്മൾ ഡൈയിൽ ആഡ് ചെയ്യുമ്പോൾ അത് വന്ന് കംപ്രസ് ചെയ്തിട്ടാണ് ടാബ്ലറ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ആ കംപ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ ടാബ്ലറ്റ് എന്ത് ചെയ്യുന്നു? സ്റ്റിക്ക് ചെയ്യുന്നു. ഓക്കെ, ഒട്ടിപ്പിടിക്കുന്നു. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് പഞ്ചസും ഡൈസും പ്രോപ്പർലി ലൂബ്രിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സ്റ്റിക്കിങ് ഉണ്ടാകുന്നത്. ലൂബ്രിക്കേഷൻ്റെ കുറവ് കൊണ്ടാണ്. ആ ഒരു പ്രശ്നത്തിനാണ് നമ്മൾ ട്വിന്നിങ് എന്ന് പറയുന്നത്. അതേസമയം ബ്ലൂമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെയ്ഡിങ് ഓഫ് എ ടാബ്ലറ്റ് കളർ ആഫ്റ്റർ എ പ്രൊലോങ്ഡ് സ്റ്റോറേജ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. അതായത് ഒരു ലോങ് ടേം സ്റ്റോറേജിൽ ഹൈ ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ടാബ്ലറ്റിന്റെ കളർ എന്ത് ചെയ്യുന്നു? ഫെയ്ഡ് ചെയ്തു പോകുന്ന അവസ്ഥേനെയാണ് നമ്മൾ ബ്ലൂമിംഗ് എന്ന് പറയുന്നത്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ഏതാണ്? ഓറഞ്ച് പീൽ എഫക്റ്റ്. അതെന്താണ്? ഇനാഡിക്വേറ്റ് സ്പ്രെഡിങ് ഓഫ് ദി കോട്ടിംഗ് സൊല്യൂഷൻ ബിഫോർ ഡ്രൈയിങ്. അതായത് മുഴുവൻ ഡ്രൈ ചെയ്യുന്നേക്കാൾ മുമ്പുള്ള കോട്ടിംഗ് സൊല്യൂഷന്റെ ഇനാഡിക്വേറ്റ് ആയിട്ടുള്ള സ്പ്രെഡിങ്ങിനെ നമ്മൾ ഓറഞ്ച് പീൽ എഫക്റ്റ് എന്ന് വിളിക്കും. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കളർ ഓൺ ദി സർഫസ് ഓഫ് ടാബ്ലറ്റ് ആയിരുന്നു. അതെന്തായിരുന്നു? മോട്ടലിംഗ് ആണ്. ഇനി ഇത് കൂടാതെ ലാമിനേഷൻ ഉണ്ട്, അതും എപ്പോഴും ചോദിക്കുന്നതാണ്. എന്താണ് ലാമിനേഷൻ എന്ന് പറയുന്നത്? സെപ്പറേഷൻ ഓഫ് ടാബ്ലറ്റ് ഇൻറ്റു 2 or more ലെയേഴ്സ്. രണ്ടോ രണ്ടിൽ കൂടുതലോ ലെയറുകളായിട്ട് ടാബ്ലറ്റ് എന്ത് ചെയ്യുന്നു? മാറുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാമിനേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് കുറച്ച് പ്രധാനപ്പെട്ട ടാബ്ലറ്റ് ഡിഫക്റ്റ്. ഇപ്പം ലാമിനേഷന്റെ റീസൺ ചോദിക്കുവാണെങ്കിൽ എന്താണ്? എയർ എൻട്രാപ്മെന്റ് ആണ് ഈ ലാമിനേഷൻ വരാനുള്ള റീസൺ. അതും ഓർത്തിരിക്കുക. ഇപ്പം ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ട്വിന്നിങ്ങിന് കാരണം എന്താണ്? ലൂബ്രിക്കേഷന്റെ ഇനാഡിക്വേറ്റ് ആയിട്ടുള്ള ലൂബ്രിക്കേഷൻ എന്ന് പറഞ്ഞില്ല. അതേപോലെ ലാമിനേഷൻ വരുന്നതിന്റെ മെയിൻ കാരണം എന്താണ്? എയർ എൻട്രാപ്മെന്റ് ആണ്. ലാമിനേഷൻ മാത്രമല്ല, ക്യാപ്പിംഗ് വരുന്നതിന്റെ പ്രധാനപ്പെട്ട റീസണും എന്താണ്? എയർ എൻട്രാപ്മെന്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which among the following material is used for the enteric coating of a tablet? ഓക്കെ, നമ്മളിപ്പോൾ കോട്ടിംഗ് ഡിഫക്റ്റ് ഡിസ്കസ് ചെയ്തു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടാബ്ലറ്റിന്റെ കോട്ടിങ്ങിന് വേണ്ടി, അതും വെറും കോട്ടിംഗ് അല്ല, എൻറ്ററിക് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: സെല്ലുലോസ് അസറ്റേറ്റ് താലേറ്റ്, ഹൈഡ്രോക്സി പ്രൊപ്പൈൽ മീഥൈൽ സെല്ലുലോസ്, ഓപ്ഷൻ സി മീഥൈൽ ഹൈഡ്രോക്സി ഈഥൈൽ സെല്ലുലോസ്, ഓപ്ഷൻ ഡി പോളി എത്തിലീൻ ഗ്ലൈക്കോൾ. ഏതായിരിക്കും? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരം എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സെല്ലുലോസ് അസറ്റേറ്റ് താലേറ്റ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ബാക്കിയൊക്കെ എന്താണ്? എൻറ്ററിക് കോട്ടിംഗ് അല്ല, സാധാ ഫിലിം ഫോമിംഗ് പോളിമേഴ്സ് ആണ് ബാക്കിയുള്ളവയൊക്കെ. സെല്ലുലോസ് അസറ്റേറ്റ് താലേറ്റ് ആണ് നമ്മൾ എൻറ്ററിക് കോട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഈ എൻറ്ററിക് കോട്ടിംഗ് എന്ന് പറയുന്നത്? എൻറ്ററിക് കോട്ടിംഗ് ഒന്നുമല്ല, അതായത് ഡ്രഗ് എവിടെ എത്തുമ്പോഴേ റിലീസ് ചെയ്യത്തുള്ളൂ? ഇൻഡസ്റ്റൈനിൽ എത്തുമ്പോൾ മാത്രമേ ഡ്രഗ് എന്ത് ചെയ്യത്തുള്ളൂ? റിലീസ് ചെയ്യത്തുള്ളൂ. അങ്ങനെയുള്ള കോട്ടിംഗ് ആണ് എൻറ്ററിക് കോട്ടിംഗ്. കാരണം സ്റ്റൊമക്കിൽ ആ ഡ്രഗ് എന്ത് ചെയ്യും? ബൈപ്പാസ് ചെയ്തായിരിക്കും എവിടെ എത്തുന്നത്? ഇൻഡസ്റ്റൈനിൽ എത്തുന്നത്. അതും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം 17th ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. The flow property of granules from the hopper to the die of a tablet machine is improved by the addition of. നമുക്ക് ടാബ്ലറ്റിൻ്റെ പ്രിപ്പറേഷൻ, ടാബ്ലറ്റ് ആയാലും ക്യാപ്സൂൾ ആയാലും നമ്മൾ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ് കൂടാതെ അതിൽ ഒരുപാട് എക്സിപ്പിയൻസ് ആഡ് ചെയ്യാറുണ്ട് അല്ലേ? ഫോർ എക്സാമ്പിൾ ഡിസിൻറ്റിഗ്രേറ്റിംഗ് ഏജൻസ്, ബൈൻഡിങ് ഏജൻസ്, ഗ്ലൈഡൻസ്, ലൂബ്രിക്കൻസ്, അങ്ങനെ ഒരുപാട് അഡിറ്റീവ്സ് അല്ലെങ്കിൽ എക്സിപ്പിയൻസ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അപ്പം ഇവിടെ ഫ്ലോ പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യാനായിട്ട്, എന്തിൻ്റെ? ഗ്രാനുൾസിൻ്റെ ഫ്ലോ പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന എക്സിപ്പിയൻ്റ് ഇതിൽ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡിസിൻറ്റഗ്രൻസ് ആണോ? ഡിസിൻറ്റഗ്രൻസിൻ്റെ ഉപയോഗം എന്താണ്? ടാബ്ലറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോളർ പീസസ് ആക്കി മാറ്റാൻ സഹായിക്കുന്നവയാണ് ഡിസിൻറ്റഗ്രൻസ്. ബൈൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റിനെയും കൂടെ ഒരുമിപ്പിച്ച് നിർത്തുന്നത് എന്താണ്? ബൈൻഡിങ് അല്ലെങ്കിൽ ബൈൻഡേഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ്. അടുത്തത് ഓപ്ഷൻ സി ഗ്ലൈഡൻസ് ആണ്. ഗ്ലൈഡൻ്റ് ആണ് ഫ്ലോ പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ആൻഡ് ഓപ്ഷൻ ഡി ഡൈലുവൻസ് ആണ്. ഡൈലുവൻസ് അഥവാ ഫില്ലേഴ്സ് ആണ്, അതായത് വോളിയം മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡൈലുവൻസ് എന്ന് പറയുന്നത്. ഇവിടെ ചോദ്യം എന്തായിരുന്നു? ഫ്ലോ പ്രോപ്പർട്ടി ഓഫ് ഗ്രാനുൾസ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ദി അഡീഷൻ ഓഫ് ഗ്ലൈഡൻറ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ.
ഇനി ഇതിൽ കൊടുത്തിരിക്കുന്ന ഡിസിൻറ്റഗ്രൻസിനും അതേപോലെ തന്നെ ഗ്ലൈഡൻസിനും ബൈൻഡേഴ്സിനൊക്കെ നമുക്ക് എക്സാമ്പിൾ നോക്കാം. അതും എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് സ്റ്റാർച്ച്, ആൽജിനേറ്റ്, പോളിവിനൈൽ പൈറോലിഡിൻസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻസ്. അതേസമയം ഗ്ലൈഡൻസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് കാൽഷ്യം സിലിക്കേറ്റ്, മഗ്നീഷ്യം സിലിക്കേറ്റ്, സിലിക്കൺ ഡയോക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്. ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഗ്ലൈഡൻസ്. ബൈൻഡേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് അക്കേഷ്യ, ഗുവാർ ഗം, ജെലാറ്റിൻ ആൻഡ് ആൽജിനിക് ആസിഡ്. ആൻഡ് ഡൈലുവൻസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം സൾഫേറ്റ്, കാൽഷ്യം ഫോസ്ഫേറ്റ്, മൈക്രോക്രിസ്റ്റലൈൻ സെല്ലോസ് എന്നിവ. സോ ഓരോ എക്സിപ്പിയൻസും അതിൻ്റെ എക്സാമ്പിളും അതിൻ്റെ യൂസും അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഗ്ലൈഡൻ്റ് ആണ്. ഫ്ലോ പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്രാനുൾസിൻ്റെ ഫ്ലോ പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്? ഗ്ലൈഡൻസ് ആണ് ആഡ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, which among the following capsule number represents the maximum capacity of the capsule? ഈ പറഞ്ഞതെല്ലാം ക്യാപ്സൂളിൽ ഓരോ സൈസാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലെ ഏറ്റവും മാക്സിമം കപ്പാസിറ്റി ഇതിൽ ഏത് സൈസ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 000, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 4 ആൻഡ് ഓപ്ഷൻ ഡി 0. ഏതായിരിക്കും? മാറിപ്പോരുത്. 000 ആണ് ഏത് മാക്സിമം കപ്പാസിറ്റി വരുന്നത്. ഓക്കെ, അതേസമയം ഏറ്റവും കുറവ് കപ്പാസിറ്റി, ഏറ്റവും മിനിമം കപ്പാസിറ്റി വരുന്നത് 5-നുമാണ്. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. മാക്സിമം കപ്പാസിറ്റിയാണ് ചോദ്യം. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇനി ഏറ്റവും മിനിമം കപ്പാസിറ്റിയിൽ ഏറ്റവും കുറവ് കണ്ടന്റ് കൊള്ളുന്ന ഏതിലായിരിക്കും? 5-ലും ആയിരിക്കും. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഓരോ ക്യാപ്സൂൾ സൈസും അതിലെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന സാധനങ്ങളുടെ അളവും, വോളിയം ഇൻ ml പഠിച്ചിരിക്കണം, വോളിയം ഇൻ മില്ലിഗ്രാമും പഠിച്ചിരിക്കണം. ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വോളിയം ഇൻ ml ആണ്. ഇതും എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ 000-ക്കകത്താണെങ്കിൽ 1.37 ml കണ്ടന്റ് അതിൽ കൊള്ളും. 000 ആകുമ്പം 0.95, 0 ആകുമ്പം 0.68, 1 ആകുമ്പം 0.50, 2 ആകുമ്പം 0.37, 3 ആകുമ്പോൾ 0.30. അതുപോലെ 4ഉം 5ഉം ഒക്കെ ഉണ്ട്. 5-നാണ് ഏറ്റവും ലീസ്റ്റ് കപ്പാസിറ്റി. ഓക്കെ, അപ്പം ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ പ്ലാസ്റ്റിസൈസർ യൂസ്ഡ് ഇൻ എ ക്യാപ്സ്യൂൾ ഷെല്ല്. ഒരു ക്യാപ്സ്യൂളിൻ്റെ പ്രിപ്പറേഷനിൽ നമ്മളതിൽ പ്ലാസ്റ്റിസൈസർ ആഡ് ചെയ്യാറുണ്ട്. അത് എന്തിനാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് പറയാം. ഇതിൽ ഏതാണ് പ്ലാസ്റ്റിസൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ചോദ്യം. ഓപ്ഷൻ സിലിക്കോൺ, ഗ്ലൈക്കോൾ എസ്റ്റർ, ടാൽക് ആൻഡ് ഗ്ലിസറോൾ. ഏതായിരിക്കും? ഗ്ലിസറോൾ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഗ്ലിസറോൾ കൂടാതെ സോർബിറ്റോളും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് എന്തിനാണ് പ്ലാസ്റ്റിസൈസർ ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. പ്ലാസ്റ്റിസൈസർ യൂസ്ഡ് ഇൻ ദ ക്യാപ്സ്യൂൾ ഷെൽ ടു മേക്ക് ദ ക്യാപ്സ്യൂൾ ഇലാസ്റ്റിക് ആൻഡ് പ്ലയബിൾ. അതിന് ഇലാസ്റ്റിസിറ്റി, ആ പ്രോപ്പർട്ടി കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ക്യാപ്സൂൾ, സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂൾ എന്താ ആഡ് ചെയ്യുന്നത്? പ്ലാസ്റ്റിസൈസർ ആഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഇതൊക്കെ വരും: ഗ്ലിസറോൾ, സോർബിറ്റോൾ ആൻഡ് പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ. ഓക്കെ, ഇവിടെ എന്തുണ്ടായിരുന്നു? ഗ്ലിസറോൾ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, കുപ്രലോയിൻ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫാർമക്കോഗ്നോസിൽ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എ അലോഎമോഡിൻ, ബി അരാബിനോസ്, സി അലോസിൻ, ഡി ഐസോബാർബ്ലോയിൻ. ഓക്കെ, അലോയിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. കുറാക്കോ അലോ, കേപ്പ് അലോ, സോക്കോട്രൈൻ അലോ, സൻസിബാർ അലോ എന്ന് പറഞ്ഞിട്ട് പല വെറൈറ്റീസ് ഓഫ് അലോ ഉണ്ട്. അത് ഓക്കെ. അപ്പോൾ അതിൽ കുപ്രലോയിൻ ടെസ്റ്റ് ഇതിലെ ഏത് അലോയിൻ്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ചോദ്യം. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഐസോബാർബലോയിൻ ടെസ്റ്റ് ആണ്. നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഈ കുപ്രലോയിൻ ടെസ്റ്റിന് വിളിക്കുന്ന മറ്റൊരു പേര് തന്നെ ഐസോബാർബലോയിൻ ടെസ്റ്റ് അല്ലെങ്കിൽ ക്ലഞ്ചസ് ടെസ്റ്റ് എന്നാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വെറൈറ്റീസ് ഓഫ് അലോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഓരോ അലോയും ഈ ഒരു ടെസ്റ്റിനോട് പല രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഐഡന്റിഫിക്കേഷൻ കളർ തരുന്നത്. കുരാക്കോ അലോ ആണെങ്കിൽ വൈൻ റെഡ് കളർ തരും. കേപ്പ് അലോ ആണെങ്കിൽ ആദ്യം ഫെയിൻ കളറേഷൻ ആയിരിക്കും, പിന്നെ റാപ്പിഡ്ലി ചേഞ്ചസ് ടു യെല്ലോ. സോക്കോട്രൈൻ ആൻഡ് സാൻസിബാർ അലോ എന്ത് ചെയ്യുന്നില്ല? നോ കളർ ആയിരിക്കും. അപ്പോൾ ഈ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റും ഈ ടെസ്റ്റിൻ്റെ പേരും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കുറാക്കോ അലോ ആണെങ്കിൽ വൈൻ റെഡ് കളർ, കേപ്പ് അലോ ആണെങ്കിൽ ഫെയിൻ കളർ ചേഞ്ചസ് ടു യെല്ലോ, ആൻഡ് സോക്കോട്രൈൻ ആൻഡ് സാൻസിബാർ അലോ നോ കളർ. ടെസ്റ്റിൻ്റെ പേര് കുപ്രലോയിൻ ടെസ്റ്റ് അല്ലെങ്കിൽ ഐസോബാർബലോയിൻ ടെസ്റ്റ് അല്ലെങ്കിൽ ക്ലഞ്ചസ് ടെസ്റ്റ്. അടുത്ത ചോദ്യം, ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്. ഓപ്ഷൻസ് പൈക്കോറൈസ, ബി ടെറോകാർപ്പസ്, സി പുനർനാവ ആൻഡ് ഡി ഇപ്പിക്കാക്. ഇതിൽ ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടി ഉള്ള ക്രൂഡ് ഡ്രഗ് ഏത്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ടെറോകാർപ്പസ് ആണ്. ഓക്കെ, പുനർനാവ എന്താണ്? ഡയൂറിറ്റിക് ആണ് അല്ലേ?
ഡയൂറിറ്റിക് ആണ് പുനർനാവ. പിന്നെ പുനർനാവയുടെ സിനോണിമും ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ഹോഗ് വീഡ് എന്നറിയപ്പെടുന്ന ഇതിനെയാണ്, പുനർനാവേനെയാണ്. ഓക്കെ, ആന്റി ഡയബറ്റിക് ഡ്രഗ് ഏതാണ്? ടെറോകാർപ്പസ് ആണ്. ടെറോകാർപ്പസിന്റെ സിനോണിം എന്ന് പറയുന്നത് ഇന്ത്യൻ കീനോട്രി എന്നറിയപ്പെടും. ഫാമിലി ലെഗുമിനോസയാണ്. ആന്റി ഡയബറ്റിക് ആൻഡ് ആൾസോ ആസ്ട്രിഞ്ചൻ പ്രോപ്പർട്ടി ഉണ്ട്. പുനർനാവ കണ്ടോ, ഹോഗ് വീഡ് എന്നാണ് സിനോണിം, ഡയൂറിറ്റിക് ആണ്. ഇപ്പിക്കാക്ക് എക്സ്പെക്ടോറന്റ് ഇൻ സ്മോൾ ഡോസ് ആൻഡ് എമറ്റിക് ഇൻ ലാർജ് ഡോസ്. ഓക്കെ, അപ്പൊ ഇപ്പിക്കോനിന്റെ യൂസ് എന്താണ്? എമറ്റിക് ആൻഡ് എക്സ്പെക്ടോറന്റ് ആണ്. ഡോസിനനുസരിച്ച് വ്യത്യാസം വരും. ചെറിയ ഡോസിൽ എക്സ്പെക്ടോറന്റ് ആയിട്ടും ഡോസ് കൂടി അതിൽ എന്തായിട്ടും ആക്ട് ചെയ്യും? എമറ്റിക് ആയിട്ടും ആക്ട് ചെയ്യും. ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? ആന്റി ഡയബറ്റിക് പ്രോപ്പർട്ടി ഉള്ള ക്രൂഡ് ഡ്രഗ് ഏതാണ്? ടെറോകാർപ്പസ് ആണ്. ഇന്ത്യൻ കീനോട്രിന്ന് സിനോണിമോ ഉണ്ട്, ഫാമിലി ലെഗുമിനോസെ. അടുത്ത ചോദ്യം, റിയേജന്റ് യൂസ്ഡ് ഇൻ ഇർഗോടോക്സിൻ ടെസ്റ്റ്. ഓക്കെ, അതായത് ഇർഗോട്ട് ആൽക്കലോയിഡ്സിന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് വാനക് ടെസ്റ്റ്. ഈ വാനക് ടെസ്റ്റിൽ യൂസ് ചെയ്യുന്ന റിയേജന്റ് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ പാരാമീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡ്, സൾഫ്യൂരിക് ആസിഡ് ആൻഡ് ഫെറിക് ക്ലോറൈഡ്. പിന്നെ ഇവിടെ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇത് പാരാമീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡ്. ഇവിടെ എത്തുമ്പോൾ അമിനോ ഈഥൈൽ ബെൻസാൽഡിഹൈഡ്, പാരാഡൈമീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡ്, ഡൈ ഈഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡ്. ബാക്കി സൾഫ്യൂരിക് ആസിഡും ഫെറിക് ക്ലോറൈഡ് എല്ലാം കോമൺ തന്നെയാണ്. ഇതിലാണ് വ്യത്യാസം വരുന്നത്. പാരാമീഥൈൽ അമിനോ ഈഥൈൽ, പാരാഡൈമീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡ്. ഏതായിരിക്കും? വാനക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. പാരാഡൈമീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡും സൾഫ്യൂരിക് ആസിഡും ഫെറിക് ക്ലോറൈഡും ചേരുന്നതാണ് വാനക് ടെസ്റ്റിലെ വാനക് റിയേജന്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വാനക് ടെസ്റ്റ് അല്ലെങ്കിൽ വാനക് റിയേജന്റ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ദി ഇൻഡോൾ കണ്ടെയ്നിങ് ഡ്രഗ്, ഇൻഡോൾ റിംഗ് കണ്ടെയ്നിങ് ഡ്രഗ് സച്ചസ്. ഏതൊക്കെയാണ് ഇൻഡോൾ റിംഗ് ഉള്ള ഡ്രഗ്സ്? ഏതൊക്കെയാണ്? സ്ട്രിച്നിൻ, റിസർപ്പിൻ, യോഹിംബിൻ, എർഗോട്ട് ഫംഗസ് എക്സെട്ര. ഈ പറഞ്ഞ ക്രൂഡ് ഡ്രഗുകളിലെല്ലാം ഇൻഡോൾ ആൽക്കലോയിഡ്സ് ഉണ്ട്. ഇതിന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാനക്സ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതിലെ റിയേജന്റ് ആണ് പാരാഡൈമീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡും ഫെറിക് ക്ലോറൈഡ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ 23rd ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, റുബാർബ് ബിലോങ്സ് ടു ദി ഫാമിലി. ഓപ്ഷൻസ് റാംനേസിയെ, ബി പോളിഗണേസിയെ, ഓപ്ഷൻ സി റോസേസിയെ ആൻഡ് ഓപ്ഷൻ ഡി കോംബ്രട്ടേസിയെ. റുബാർബ് ബിലോങ് ടു ദ ഫാമിലി ഏതാണ്? പോളിഗോണേസിയാണ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. കസ്കാരയുടെ ഫാമിലിയാണ് എന്ത്? റാംനേസി എന്ന് പറയുന്നത്. അർജുന ബാർക്ക് ഡയൂറിറ്റിക് ആയിട്ടും കാർഡിയോട്ടോണിക് ആയിട്ട് ആക്ട് ചെയ്യുന്നതിന്റെ ഫാമിലിയാണ് കോംബ്രട്ടേസിയെ. റുബാർബിന്റെ ഫാമിലി ആയിരുന്നു ക്വസ്റ്റ്യൻ, ഏതായിരുന്നു? പോളിഗോണേസിയെ. യൂസ് ചോദിക്കുവാണെങ്കിൽ എന്താണ്? പർഗേറ്റീവ് ആക്ഷൻ. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഇതിലെ ബാക്കി ഓപ്ഷൻസിൻ്റെയും കൂടെ നമ്മൾ പറഞ്ഞു. റാംനേസി ഇതിൻ്റെയാണ്, കസ്കാരയുടെയാണ്. കോംബ്രട്ടേസിയെ ഫാമിലി വരുന്നതാണ് അർജുന ബാർക്ക്, ഡയൂറിറ്റിക് ആൻഡ് കാർഡിയോട്ടോണിക് പ്രോപ്പർട്ടി ഉണ്ട്. റുബാർബിന്റെ യൂസും പറഞ്ഞു, പർഗേറ്റീവ്. അടുത്ത ചോദ്യം, ദ സ്റ്റിറോയിഡ് ഫൗണ്ട് ഇൻ ദി ഫ്ലവേഴ്സ് ആൻഡ് ലീവ്സ് ഓഫ് എ ഡിജിറ്റാലിസ് പർപ്യൂറ. ഡിജിറ്റാലിസ് പർപ്യൂറ ഉണ്ട്, ഡിജിറ്റാലിസ് ലനാറ്റ ഉണ്ട്. ഡിജിറ്റാലിസ് പർപ്യൂറന്റെ ഫ്ലവറിലും ലീഫിലും കാണപ്പെടുന്ന സ്റ്റിറോയിഡിനകത്ത് ഏത്? ഓപ്ഷൻ ഡിജോക്സിജനിൻ, ഡിജിറ്റോക്സോസ്, ഡിജിറ്റാലോസ് ആൻഡ് നൺ ഓഫ് ദി എബോവ്. ഇത് ഏതാ ചോദിച്ചിരിക്കുന്നത്? സ്റ്റിറോയിഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരം വേഗത്തിൽ എത്താൻ പറ്റും. ഏതാണ്? ഡിജോക്സിജനിൻ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡിജിറ്റാലിസിന്റെ ബയോളജിക്കൽ സോഴ്സ് ചോദിക്കാറുണ്ട്. ഡിജിറ്റാലിസ് കൺസിസ്റ്റ് ഓഫ് ദി ഡ്രൈഡ് ലീവ്സ് ഓഫ് ഡിജിറ്റാലിസ് പർപ്യൂറ ബിലോങ്ങിങ് ടു ദ ഫാമിലി സ്ക്രോഫുലറേസിയെ. പിന്നെ ഡ്രൈയിങ്ങിന് ശേഷം ഡിജിറ്റാലിസ് ലീഫിൽ എത്രയായിരിക്കണം മോയ്സ്ചർ കണ്ടന്റ് എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എത്രയായിരിക്കണം? നോട്ട് മോർ ദാൻ 5% മോയ്സ്ചർ കണ്ടന്റ് കൂടാൻ പാടില്ല. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ആഫ്റ്റർ കളക്ഷൻ ദ ലീവ് ഷുഡ് ബി ഡ്രൈഡ് ആസ് പോസിബിൾ അറ്റ് ഏത് ഡിഗ്രി സെൽഷ്യസിൽ വേണം ലീവ്സ് കളക്ട് ചെയ്തിട്ട് ഡ്രൈ ചെയ്യാനായിട്ട്? 60 ഡിഗ്രി സെൽഷ്യസ്. ഇതൊക്കെ ഈ ഒരു ഡിജിറ്റാലിസുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ചോദ്യം 26. Which of the following is the substitute of cinchona bark? Option Cuprea bark, Peruvian bark, Jesuits bark and Countess bark. ഇതിൽ ഓപ്ഷൻസ് നോക്കിയാൽ അറിയാം. പെറൂവിയൻ ബാർക്ക് അല്ലെങ്കിൽ ജെസ്യൂട്ട്സ് ബാർക്ക് എന്നൊക്കെ പറയുന്നത് സിങ്കോണയുടെ എന്താണ്? സിനോണിം ആണ്. അപ്പം അതെന്തായാലും വരത്തില്ല. ചോദിച്ചിരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. സിങ്കോണയ്ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ആഡ് ചെയ്യുന്നത് ഏതാണ്? ഇതിൽ കുപ്രിയ ബാർക്കാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ. സിങ്കോണയുടെ സിനോണിം ആണ് ചോദിച്ചിരുന്നെങ്കിൽ ജെസ്യൂട്ട്സ് ബാർക്കും പെറൂവിയൻ ബാർക്കൊക്കെ വന്നേനെ.
സബ്സ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് എന്തായിരിക്കും ഉത്തരം? കുപ്രിയ ബാർക്ക്. സിങ്കോണയുടെ ഫാമിലി ബയോളജിക്കൽ സോഴ്സ് ചോദിച്ചിട്ടുള്ളതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ. കണ്ടോ, പെറുവിയൻ ബാർക്ക് ഓർ ജെസ്യൂട്ട്സ് ബാർക്ക് സിനോണിം നമ്മൾ പറഞ്ഞു തരുന്നു. സിങ്കോണ ഇസ് ദി ഡ്രൈഡ് ബാർക്ക് ഓഫ് ദി സ്റ്റെം ഓഫ് ദി റൂട്ട് ഓഫ് സിങ്കോണ കാരിസായ, സിങ്കോണ ലെഡ്ജറിയാന, സിങ്കോണ ഒഫീഷനാലിസ് ആൻഡ് സിങ്കോണ സക്സിറൂബ്ര ബിലോങ്ങിങ് ടു ദ ഫാമിലി റൂബിയേസി. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൽ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന ആൽക്കലോയിഡ് എന്ന് പറയുന്നത് ക്യുനൈൻ, ക്യൂനിഡിൻ, സിങ്കോനിൻ ആൻഡ് സിങ്കോനിഡിൻ. കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട്. ഇതിലെ ക്യുനൈൻ എന്ത് പ്രോപ്പർട്ടി ഉള്ളതാണ്? ആന്റി മലേറിയൽ പ്രോപ്പർട്ടി. ക്യൂനിഡിൻ ആണെങ്കിൽ ആന്റി അരിത്തിമിക് പ്രോപ്പർട്ടി ഉള്ളതാണ്. ഓക്കെ, ഇനി സിങ്കോണ ആൽക്കലോയിഡ്സിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഏതാണ്? താലോക്വീൻ ടെസ്റ്റും ആണ്. താലോക്വീൻ ടെസ്റ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സിങ്കോണ ബാർക്കിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്, അത് കുപ്രിയ ബാർക്കാണ്. സിനോണിം ആണെങ്കിൽ ജെസ്യൂട്ട്സ് ഓർ പെറുവിയൻ ബാർക്ക്. ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ചോദിച്ചാൽ താലോക്വീൻ ടെസ്റ്റ്. കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസി ചോദിച്ചാൽ ക്യുനൈൻ, ക്യൂനിഡിൻ, സിങ്കോനിൻ ആൻഡ് സിങ്കോനിഡിൻ. അതിലെ ക്യൂനിഡിൻ ആന്റി അരിത്തീമിക്കും ക്യൂനൈൻ ആന്റി മലേറിയൽ പ്രോപ്പർട്ടിയും. ഫാമിലി റൂബിയേസി. അടുത്ത ചോദ്യം, സെന്ന കൺസിസ്റ്റ് ഓഫ്, കണ്ടോ സെന്നയുടെ ബയോളജിക്കൽ സോഴ്സിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഡ്രൈഡ് ലീഫ്ലെറ്റ്സ് ഓഫ് കേഷ്യ ഓറിക്കുലേറ്റ ബിലോങ്ങിങ് ടു ദ ഫാമിലി ലില്ലിയേസി. എന്താ ലില്ലിയേസിയ ഫാമിലി അല്ല വരുന്നത്. ഇപ്പൊ ലില്ലിയേസിയ ഫാമിലി വരുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റാം. ഇതൊന്നും എന്തായാലും വരത്തില്ല. ലെഗുമിനോസെ ഫാമിലിയാണെന്ന് നമുക്കറിയാം അല്ലെ. ഡ്രൈഡ് ലീഫ്ലെറ്റ് ആണെന്ന് അറിയാം. കേഷ്യ അക്യൂട്ടിഫോളിയ, ഇവിടെയാണെങ്കിൽ ഡ്രൈഡ് ലീഫ്ലെറ്റ്സ് ഓഫ് കേഷ്യ ഓറിക്കുലേറ്റ. ഏതായിരിക്കും? അക്യൂട്ടിഫോളിയ ആണ് കറക്റ്റ് ആൻസർ. ഡ്രൈഡ് ലീഫ്ലെറ്റ്സ് ഓഫ് കേഷ്യ അക്യൂട്ടിഫോളിയ ബിലോങ്ങിങ് ടു ദ ഫാമിലി ലെഗുമിനോസെ. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. 26th. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ക്യുനൈൻ്റെ ആണെങ്കിൽ താലോക്വീൻ ടെസ്റ്റ് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇതിന്റെ കെമിക്കൽ ടെസ്റ്റ് ആന്ത്രോക്വിനോൺ ഗ്ലൈക്കോസൈഡ്സിൽ വരുന്നതാണ് സെന്ന. പർഗേറ്റീവ് ആക്ഷൻ ഉള്ളതാണ് സെന്നയ്ക്ക്. അപ്പോൾ ഇതിന്റെ ടെസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ബോൺ ട്രാഗേഴ്സ് ടെസ്റ്റ് ആണ്. ഇതിന്റെ സിനോണിം എന്ന് പറയുന്നത് അലക്സാൻഡ്രിയൽ സെന്ന, ടിനവേലി സെന്ന ആൻഡ് ഫോളിയ സെന്ന. യൂസ് എന്തായിരിക്കും? ലാക്സേറ്റീവ് ആണ്. ഓക്കെ, ഇറിറ്റന്റ് ലാക്സേറ്റീവ് കാറ്റഗറിയിൽ വരുന്നതാണ്. അടുത്ത ചോദ്യം, gum resin derived from the incision given on the stem of Commiphora mucul is. വീണ്ടും ബയോളജിക്കൽ സോഴ്സിൽ നിന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ മിറർ, ബി ബെൻസോയിൻ, സി ടുളു ആൻഡ് ഡി ഗൂഗിൾ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഗൂഗിൾ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. ബാക്കി ഉള്ള ഓപ്ഷൻസിന്റെ ബയോളജിക്കൽ സോഴ്സ് നോക്കിയാൽ മിറർ ആണെങ്കിൽ അതും ഒരു ഒലിയോഗം റെസിൻ ആണ്, ഒബ്റ്റെയിൻഡ് ഫ്രം ദ സ്റ്റെം ഓഫ് കൊമിഫോറ മുൾമോൾ ആൻഡ് ഫാമിലി ബൂർസറേസിയെ. അടുത്തത് ടുളു ആയിരുന്നെങ്കിൽ ടുളു ബാൽസം ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഇൻസിഷൻ ഓഫ് ദ സ്റ്റെം ഓഫ് മെറോക്സിലൻ ബാൽസമം ബിലോങ്ങിങ് ടു ദ ഫാമിലി പാപ്പിലോണേസിയെ. ഇനി സുമാത്ര ബെൻസോയിൻ അത് ഒബ്റ്റെയിൻ ചെയ്യുന്നതും വീണ്ടും ഇൻസിഷൻ ഓഫ് ദ സ്റ്റെം ഓഫ് സ്റ്റൈറസ് ബെൻസോയിൻ ബിലോങ്ങിങ് ടു ദ ഫാമിലി സ്റ്റൈറേസിയെ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കൊമിഫോറ മുകളാണ്. അതിന്റെ ഉത്തരം എന്താണ്? ഗൂഗുലിപ്പിഡ് ആണ്. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദി പ്യൂറസ്റ്റ് ഫോം ഓഫ് അസഫോയിറ്റിഡ? അസഫോയിറ്റിയുടെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോം എന്ന് പറയുന്നത് പേസ്റ്റ്, മാസ്, ടിയർ. ഇതിലേതാണെന്നാണ് ചോദ്യം. പേസ്റ്റ് ആൻഡ് ടിയർ ആണ്, അതായത് 1ഉം 3ഉം. പേസ്റ്റ് ആൻഡ് ടിയർ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. പേസ്റ്റ് ആൻഡ് ടിയർ ഇസ് ദി പ്യൂറസ്റ്റ് ഫോം ഓഫ് അസഫോയിറ്റിഡ. പിന്നെ ചോദിച്ചിട്ടുള്ളതാണ് അസഫോയിറ്റിഡയുടെ സിനോണിം ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഡെവിൾസ് ഡങ് എന്നറിയപ്പെടുന്നതാണ് എന്ത്? അസഫോയിറ്റിഡ. അടുത്ത ക്വസ്റ്റ്യൻ, റോ ഒപ്പിയം ദാറ്റ് ഹാസ് ബീൻ ട്രീറ്റഡ് ടു റെൻഡർ ഇറ്റ് ഫോർ സ്മോക്കിംഗ് ആൻഡ് ദാറ്റ് കണ്ടെയ്ൻസ് അബൌട്ട് 8% ഓഫ് മോർഫിൻ ഈസ് നോൺ ആസ്. ഇപ്പോൾ കഴിഞ്ഞ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിന്റെ ക്വസ്റ്റ്യനിലും ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടായിരുന്നു. റോ ഒപ്പിയം ദാറ്റ് ഈസ് റെൻഡർഡ് ഫോർ സ്മോക്കിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന റോ ഒപ്പിയത്തിന്റെ പേരെന്താണ്? എന്താണ് ഉത്തരം? പ്രിപ്പയർഡ് ഒപ്പിയമാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി വരും. ഓക്കെ, അടുത്തത് ഫാർമസ്യൂട്ടിക്സ് 2 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സർഫാക്റ്റൻസ് ഹാവിംഗ് എൻ HLB വാല്യൂ ഓഫ് 7 to 9. HLB വാല്യൂ സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്നതാണ്, അതുകൊണ്ട് HLB വാല്യൂ എല്ലാത്തിൻ്റെയും അറിഞ്ഞിരിക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 7 to 9 വരുന്ന HLB വാല്യൂ വരുന്നതിൽ ഏതിനാണ്? ആന്റി ഫോമിംഗ് ഏജന്റ്, വാട്ടർ ഇൻ ഓയിൽ ഇമൾസിഫയിങ് ഏജന്റ്, വെറ്റിംഗ് ഏജന്റ് ആൻഡ് ഡിറ്റർജന്റ്. ഏതായിരിക്കും? 7 to 9 കാറ്റഗറിയിൽ വരുന്നത് വെറ്റിംഗ് ആൻഡ് സ്പ്രെഡിംഗ് ഏജന്റ് ആണ്. വെറ്റിംഗ് ആൻഡ് സ്പ്രെഡിംഗ് ഏജൻസിന്റെ HLB വാല്യൂ ആണെന്ത്?
7 to 9. HLB എന്താണ്? ഹൈഡ്രോഫിലിക് ലിപ്പോഫിലിക് ബാലൻസിനെയാണ് HLB വാല്യൂ എന്ന് പറയുന്നത്. കുറച്ച് പ്രധാനപ്പെട്ട HLB വാല്യൂസും ഏതൊക്കെയാണെന്ന് നോക്കാം. സോലുബിലൈസിങ് ഏജൻസ് ആണെങ്കിൽ 50 to 80, ഡിറ്റർജൻസ് ആണെങ്കിൽ 13 to 15, വെറ്റിംഗ് ആൻഡ് സ്പ്രെഡിംഗ് ഏജന്റ് ആണെങ്കിൽ 7 to 9, ഓയിൽ ഇൻ വാട്ടർ ഇമൾസിഫൈങ് ഏജന്റ് ആണെങ്കിൽ 8 to 16, വാട്ടർ ഇൻ ഓയിൽ ഇമൾസിഫൈങ് ഏജന്റ് ആണെങ്കിൽ 3 to 6, ആന്റി ഫോമിംഗ് ഏജൻസ് ആണെങ്കിൽ 2 to 3. ഇതാണ് HLB സ്കെയിൽ. പ്രധാനപ്പെട്ട ഏജൻസിൻ്റെ ഒക്കെ HLB വാല്യൂ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്, പഠിക്കണം. അടുത്ത ചോദ്യം, വാട്ടർ അറ്റാക്ക് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി ഡിറ്റക്ഷൻ ഓഫ്. ഇത് ടൈപ്സ് ഓഫ് ഗ്ലാസസ് എന്നുള്ള ചോദ്യമാണ്, അതിൻ്റെ ടെസ്റ്റ് ആണ് ചോദ്യം. ടൈപ്പ് 2, ടൈപ്പ് 1, ടൈപ്പ് 3 ആൻഡ് ടൈപ്പ് NP എന്ന് പറയുന്നത് ന്യൂട്രൽ ഗ്ലാസ് ആണ്. അപ്പം ഇതിൽ ഏത് ഗ്ലാസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ അറ്റാക്ക് ടെസ്റ്റ് യൂസ് ചെയ്യുന്നതാണ് ചോദ്യം. നമുക്ക് ടൈപ്സ് ഓഫ് ഗ്ലാസ്സും അതിൻ്റെ ടെസ്റ്റ് നോക്കിയാൽ മനസ്സിലാകും. ടൈപ്പ് 1 എന്താണ്? ഹൈലി റെസിസ്റ്റൻറ്റ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. അതിന് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് പൗഡേർഡ് ഗ്ലാസ് ആണ്. ടൈപ്പ് 2 ട്രീറ്റഡ് സോഡ ലൈം ഗ്ലാസ്, അതിന് യൂസ് ചെയ്യുന്നത് വാട്ടർ അറ്റാക്ക്. ടൈപ്പ് 3 സോഡ ലൈം ഗ്ലാസ്, അതിനും യൂസ് ചെയ്യുന്നത് പൗഡേർഡ് ഗ്ലാസ്. ജനറൽ പർപ്പസ് സോഡ ലൈം ഗ്ലാസ് ആണ് ടൈപ്പ് 4, അതിനും യൂസ് ചെയ്യുന്നത് പൗഡേർഡ് ഗ്ലാസ്. ചോദ്യം എന്തായിരുന്നു? വാട്ടർ അറ്റാക്ക് ടെസ്റ്റ് ആയിരുന്നു. അപ്പം ടൈപ്പ് 2 വരും ഇതിൻ്റെ ആൻസർ. ടൈപ്പ് 2 ഗ്ലാസ്, ടൈപ്പ് 2 ഗ്ലാസ്സിന് മാത്രമേ വാട്ടർ അറ്റാക്ക് ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ടൈപ്പ് 1നും ടൈപ്പ് 3ക്കും ടൈപ്പ് 4നും ഏത് ടെസ്റ്റാണ്? പൗഡേർഡ് ഗ്ലാസ് ടെസ്റ്റാണ്. അടുത്ത ചോദ്യം, ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻഡിഫ്യൂസിബിൾ സോളിഡ്സ്. ഓപ്ഷൻ ലൈറ്റ് കയോളിൻ, ഫിനോഫ്തലിൻ, അരോമാറ്റിക് ചോക്ക് പൗഡർ ആൻഡ് ലൈറ്റ് മഗ്നീഷ്യം കാർബണേറ്റ്. ഇതിൽ ലൈറ്റ് കയോളിന്, ഫിനോഫ്തലിന്, ലൈറ്റ് മഗ്നീഷ്യം കാർബണേറ്റ് ഇവയൊക്കെ ഡിഫ്യൂസബിൾ സോളിഡ്സിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്. ചോദ്യം എന്താണ്? ഇൻഡിഫ്യൂസബിൾ സോളിഡ് ആണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ സി അരോമാറ്റിക് ചോക്ക് പൗഡർ ആയിരിക്കും. സസ്പെൻഷൻസ് കണ്ടെയ്നിങ് ഡിഫ്യൂസബിൾ സോളിഡ്സ് നമ്മൾ പറഞ്ഞേ ഉള്ളൂ. അത് കൂടാതെ അതിൽ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ കൂടാതെയുള്ള മറ്റ് എക്സാമ്പിൾസ് ആണ് മഗ്നീഷ്യം ട്രൈസിലിക്കേറ്റ്, ലൈറ്റ് മഗ്നീഷ്യം കാർബണേറ്റ്, ബിസ്മത്ത് കാർബണേറ്റ്, ലൈറ്റ് കയോളിൻ, ലൈറ്റ് കാൽഷ്യം കാർബണേറ്റ്, ഫിനോഫ്തലിനും വരുന്നുണ്ട്. സസ്പെൻഷൻ കണ്ടെയ്നിങ് ഇൻഡിഫ്യൂസബിൾ സോളിഡ്സിന് എക്സാമ്പിൾ ആണ് ഇപ്പോൾ പറഞ്ഞ അരോമാറ്റിക് ചോക്ക് പൗഡർ, സിങ്ക് ഓക്സൈഡ്, കലാമിൻ, ആസ്പിരിൻ, ഫിനോബാർബിറ്റോൺ ഒക്കെ. ഇനി ഇത് രണ്ടിലും പെടാതെ മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്, സസ്പെൻഷൻ കണ്ടെയ്നിങ് പ്രിസിപ്പിറ്റേറ്റ് ഫോമിംഗ് ലിക്വിഡ്. ഇതിപ്പോൾ ഈ കഴിഞ്ഞ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. കോമ്പൗണ്ട് ബെൻസോയിൻ ടിഞ്ചർ, ബെൻസോയിക് ടിഞ്ചർ, മിർ ടിഞ്ചർ ആൻഡ് ടുളു ടിഞ്ചർ പ്രിസിപ്പിറ്റേറ്റ് ഫോമിംഗ് ലിക്വിഡ്സിന് എക്സാമ്പിൾ ആണ് ഇവയെല്ലാം. ഓക്കെ, ചോദ്യം എന്തായിരുന്നു? ഇൻഡിഫ്യൂസിബിൾ സോളിഡ്സിന് എക്സാമ്പിൾ ആയിരുന്നു. ആൻസർ എന്താണ്? അരോമാറ്റിക് ചോക്ക് പൗഡർ, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ഗ്രീൻ കളർ ക്യാപ് കോഡിംഗ് ഈസ് യൂസ്ഡ് ഫോർ ദി പാക്കിംഗ് ഓഫ് ഒഫ്താൽമിക് പ്രൊഡക്ട്സ് കണ്ടെയ്നിങ്. ഓപ്ഷൻ നോൺ സ്റ്റിറോയിഡ്, സ്റ്റിറോയിഡ്, മിഡ്രിയാറ്റിക്സ് ആൻഡ് മയോട്ടിക്സ്. ഇതിൽ ഗ്രീൻ കളർ ക്യാപ് കോഡിംഗ് കൊടുക്കുന്നത് ഏതിനെന്നാണ് ചോദ്യം. ഓക്കെ, ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മയോട്ടിക്സ് ആണ്. മിഡ്രിയാറ്റിക്സ് ആണെങ്കിൽ റെഡ് കളറാണ്, സ്റ്റിറോയിഡ്സ് ആണെങ്കിൽ പിങ്ക് കളറാണ്. ഓക്കെ, കുറച്ച് പ്രധാനപ്പെട്ട കളർ കോഡ്സ് ഫോർ ടോപ്പിക്കൽ ഓക്കുലർ മെഡിസിൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് ആയിരുന്നെങ്കിൽ എന്ത് വന്നതിന് ഓറഞ്ച് കളറാണ്. പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സ് ആണെങ്കിൽ ടർക്കിസ് കളറാണ്. ഇതാ ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് ഗ്രീൻ കളർ ആയിരുന്നു. ഏതാണ്? മയോട്ടിക്സ് ആണ്. റെഡ് കളർ ആണെങ്കിൽ ഏത് വന്നേനെ? മിഡ്രിയാറ്റിക്സ് ആൻഡ് സൈക്ലോപ്ലഡ്ജിക്സ് വന്നേനെ. കണ്ടോ? ആന്റി ഇൻഫ്ലമേറ്ററി സ്റ്റിറോയിഡ്സിന് എന്ത് കളറാണ്? പിങ്ക് കളറാണ്. ഓക്കെ, അടുത്ത ചോദ്യം, give an example of cryoprotectants used in parenterals. പാരന്റൽ പ്രിപ്പറേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്രയോപ്രൊട്ടക്റ്റൻസിന് എക്സാമ്പിൾ ആണ് ചോദ്യം. ഓപ്ഷൻ ട്വീൻ 18, പോളി എത്തിലീൻ ഗ്ലൈക്കോൾ, പ്രൊപ്പൈൽ പാരാ ഹൈഡ്രോക്സിൽ ബെൻസോയേറ്റ്. ഓപ്ഷൻ ഡി സ്പാൻ 20. ഈ ട്വീൻസ് ആൻഡ് സ്പാൻസ് ഒക്കെ സർഫാക്റ്റൻസിന്റെ കാറ്റഗറി വരുന്നത് നമുക്കറിയാം. ചോദിച്ചിരിക്കുന്ന ക്രയോപ്രൊട്ടക്റ്റന്റ് ആണ്. ഇതിൽ ക്രയോപ്രൊട്ടക്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് പോളി എത്തിലീൻ ഗ്ലൈക്കോൾ ആണ്. പ്രൊപ്പൈൽ പാരാ ഹൈഡ്രോക്സിൽ ബെൻസോയിറ്റ് ഒക്കെ പ്രിസർവേറ്റീവ്സിന്റെ കാറ്റഗറിയിലല്ലേ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഏത്? പോളി എത്തിലീൻ ഗ്ലൈക്കോൾ ആണ്. പോളി എത്തിലീൻ ഗ്ലൈക്കോൾ കൂടാതെ യൂസ് ചെയ്യുന്ന മറ്റു കുറച്ച് ക്രയോ പ്രൊട്ടക്റ്റൻസും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഗ്ലിസറോള്, DMSO ഡൈമീഥൈൽ സൾഫോക്സൈഡ്, പോളിവിനൈൽ പൈറോലിഡിൻ, പ്രോലിൻ, ഡെക്സ്ട്രാൻ,
എത്തിലീൻ ഗ്ലൈക്കോള്, പ്രൊപ്പലീൻ ഗ്ലൈക്കോള്, ഷുഗേഴ്സ്, ട്രിഹാലോസ് ഓർ സ്കിം മിൽക്ക്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്രയോ പ്രൊട്ടക്റ്റൻസ്. ഇവിടെ നമുക്കിപ്പോൾ ഏതായിരുന്നു ഓപ്ഷനിൽ ഏതായിരുന്നു ഉണ്ടായിരുന്നത്? പോളി എത്തിലീൻ ഗ്ലൈക്കോൾ ആയിരുന്നു. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് സസ്പെൻഷൻസിന്റെ ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. The sediment consists of loosely packed particles possessing a scaffolding like structure is seen in. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലൂസ്ലി പാക്ഡ് എന്നുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഓപ്ഷൻസ് ഫ്ലോക്കുലേറ്റഡ്, ബി ന്യൂട്ടോണിയൻ സസ്പെൻഷൻ, നോൺ ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ, ഡി ഓൾ ഓഫ് ദി എബോവ്. എന്തായാലും ഓൾ ഓഫ് ദി എബോവ് വരില്ല, കാരണം ഫ്ലോക്കുലേറ്റഡിനും നോൺ ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻസിനും പ്രത്യേകം ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒരാൾക്ക് ലൂസ് കേക്ക് അല്ലെങ്കിൽ ലൂസ്ലി പാക്ഡ് ആയിരിക്കും, ഒരാൾ ടൈറ്റ് അല്ലെങ്കിൽ ഹാർഡ് കേക്ക് ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ലൂസ്ലി പാക്ഡ് പാർട്ടിക്കിൾസ് ഏതിന്റെ പ്രത്യേകതയാണ്? ഫ്ലോക്കുലേറ്റഡിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഈ ഒരു ഡിഫറൻസ് അല്ലാതെ, ഈ ഒരു ലൂസ്ലി പാക്ഡ് അല്ലാതെ മറ്റ് ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്ലോക്കുലേറ്റഡും ഡീഫ്ലോക്കുലേറ്റഡും തമ്മിൽ ഇതിൽ ഫ്ലോക്യൂൾസ് ഉണ്ടാവും ഫ്ലോക്കുലേറ്റഡിനകത്ത്, ഡീഫ്ലോക്കുലേറ്റഡ് അല്ലെങ്കിൽ നോൺ ഫ്ലോക്കുലേറ്റഡ് ഫ്ലോക്യൂൾസ് ഉണ്ടാവില്ല. റേറ്റ് ഓഫ് സെഡിമെന്റേഷൻ ആർക്കായിരിക്കും? ഹൈ, ഫ്ലോക്കുലേറ്റഡിലായിരിക്കും. ഡീഫ്ലോക്കുലേറ്റഡിൽ സെഡിമെന്റേഷൻ റേറ്റ് കുറവായിരിക്കും. ഫോം പോറസ് സെഡിമെന്റ്സ് ഇവിടെയാണെങ്കിൽ ഫോം നോൺ പോറസ് സെഡിമെന്റ്സ്. റീഡിസ്പേർഷൻ വളരെ ഈസിയാണ്, അതേസമയം ഡീഫ്ലോക്കുലേറ്റിൽ റീഡിസ്പേർഷൻ എന്ന് പറയുന്നത് ഡിഫിക്കൾട്ടാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. റേറ്റ് ഓഫ് സെഡിമെന്റേഷനിലും ഹാർഡ് കേക്ക് ഫോം ചെയ്യുന്നതും അതേപോലെ തന്നെ റീഡിസ്പേഴ്സ് ചെയ്യാനുള്ള സ്പീഡ് ഏറ്റവും കൂടുതൽ ഏതാണ്? റീഡിസ്പേഴ്സ് ചെയ്യാൻ എളുപ്പം ഏതാണ്? റീഡിസ്പേർഷൻ ഓഫ് സെഡിമെന്റ് ഈസ് ഈസിലി ഇൻ ഫ്ലോക്കുലേറ്റഡ്. അതേസമയം മറ്റേടത്ത് ഹാർഡ് കേക്ക് ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ റീഡിസ്പേർഷൻ ഈസി അല്ല. ഏതിൽ? ഡീഫ്ലോക്കുലേറ്റഡിൽ. അപ്പോൾ ഇവിടെ ചോദിച്ചിരുന്നത് ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് പ്രോസസ് ചെയ്യുന്നത് ഏതിലാണ്? ഫ്ലോക്കുലേറ്റഡിലാണ്. ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് ആൻ ആന്റി പെർസ്പിറന്റ്? ഓക്കെ, ഇതിൽ ഏതിനാണ് നമ്മൾ ആന്റി പെർസ്പിറന്റ് ആക്ഷൻ ഉള്ളത്? ഓപ്ഷൻസ് നോക്കിയാൽ സെലീനിയം സൾഫൈഡ്, അലൂമിനിയം ക്ലോറോഹൈഡ്രേറ്റ്, സോഡിയം ലൊറൈൽ സൾഫേറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ട്രൈ എഥനോൾ അമീൻ. അലൂമിനിയം ക്ലോറോഹൈഡ്രേറ്റിനാണ് ആന്റി പെർസ്പിറന്റ് ആക്ഷൻ ഉള്ളത്. സോഡിയം ലൊറൈൽ സൾഫേറ്റ് എന്താണ്? ഒരു സർഫാക്റ്റന്റ് ആണ്. ഏത് തരം സർഫാക്റ്റന്റ് ആണ്? ആനിയോണിക് സർഫാക്റ്റന്റ് ആണ്. ഇനി ഇതിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് ഈ ഏറ്റവും കൂടുതൽ HLB വാല്യൂ ഉള്ള ഒരു സർഫാക്റ്റന്റും കൂടാണ് സോഡിയം ലൊറൈൽ സൾഫേറ്റ്. HLB വാല്യൂ ഏകദേശം 40 വരും. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ സെലീനിയം സൾഫൈഡിൻ്റെയും ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഡാൻഡ്രഫ് അതായത് ഷാംപൂൽ ആന്റി ഡാൻഡ്രഫ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? സെലീനിയം സൾഫൈഡ്. ഓക്കെ, ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? ആന്റി പെർസ്പിറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന അലൂമിനിയം ക്ലോറോഹൈഡ്രേറ്റ് ആണ്. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. അടുത്ത ചോദ്യം, എക്സാമ്പിൾ ഫോർ എ കാറ്റോണിക് ഇമൾസിഫൈങ് ഏജന്റ്. ഇപ്പൊ നമ്മൾ സോഡിയം ലൊറൈൽ സൾഫേറ്റ് പറഞ്ഞതേ ഉള്ളൂ, എന്താണത്? ആനിയോണിക് ആണ്. ക്വസ്റ്റ്യൻ കാറ്റോണിക് ഇമൾസിഫൈങ് ഏജന്റിന് എക്സാമ്പിൾ ആണ് ഡൈ ഒക്ടൈൽ സോഡിയം സൾഫോസക്സനേറ്റ്, പോളി ഓക്സി എഥിലീൻ സോർബിറ്റ് ആൻഡ് മോണോ ഒലിയേറ്റ്, സീറ്റൈൽ ട്രൈമീഥൈൽ അമോണിയം ബ്രോമൈഡ്, സോഡിയം കാർബോക്സി മീഥൈൽ സെല്ലോസ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. സിട്രിമൈഡ്, ബെൻസാൽക്കോണിയം ക്ലോറൈഡ്, ഇതൊക്കെയാണ് മറ്റ് എക്സാമ്പിൾ കാറ്റോണിക് സർഫാക്റ്റൻസിന്. ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ഇവിടെ നമ്മൾ എക്സാമ്പിളും കൂടെ കൊടുത്തിട്ടുണ്ട്. ആനിയോണിക്കിന് സോഡിയം ലൊറൈൽ സൾഫേറ്റ് വരുന്നുണ്ട്. കാറ്റോണിക്കിനകത്താണെങ്കിൽ ക്വാട്ടണറി അമോണിയം കോമ്പൗണ്ട്, ബെൻസാൽക്കോണിയം ക്ലോറൈഡ്, സിട്രിമൈഡ്. നോൺ അയണിക് സർഫാക്റ്റൻസിൽ വരുന്നതാണ് ഗ്ലിസറൈൽ മോണോസ്റ്റിയറേറ്റും സോർബിറ്റ് ആൻഡ് മോണോ ഒലിയേറ്റ് ഒക്കെ. ഓക്കെ, ഇതാണ് ഈ ഇമൾസിഫൈങ് ഏജൻസ് തന്നെ. നാച്ചുറലും ഉണ്ട്, സിന്തറ്റിക് ഉണ്ട്, സെമി സിന്തറ്റിക് ഉണ്ട്. അതിലെ സിന്തറ്റിക് ഇമൾസിഫൈങ് ഏജൻസിൽ വരുന്ന ക്ലാസിഫിക്കേഷനാണ് ആനിയോണിക്കും കാറ്റോണിക്കും നോൺ അയണിക്കും ഒക്കെ. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് കാറ്റോണിക് ആണ്. അതിൽ വരുന്നതാണ് ആ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ സിട്രിമൈഡ്, ബെൻസാൽക്കോണിയം ക്ലോറൈഡ് വരുന്നുണ്ട്. നോൺ അയണിക് ആയിരുന്നെങ്കിൽ ഗ്ലിസറൈൽ മോണോസ്റ്റിയറേറ്റ്, സോർബിറ്റ് ആൻഡ് മോണോ പാൽമിറ്റേറ്റ് ഒക്കെ വന്നേനെ. ആനിയോണിക് ആയിരുന്നെങ്കിൽ സോഡിയം ലൊറൈൽ സൾഫേറ്റും എക്സാമ്പിളായിട്ട് വന്നേനെ. അടുത്ത ചോദ്യം, intravenous administration of calories, nitrogens and other nutrients in sufficient quantities to achieve the tissue synthesis is called as IV admixture, IV fluid, total oral nutrition, total parenteral nutrition. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ പെട്ടെന്ന് ആൻസറോട്ട് എത്താൻ പറ്റും. എന്താണ്? ടോട്ടൽ പാരന്റൽ ന്യൂട്രീഷൻ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അതായത്
IV ആയിട്ട് എന്തൊക്കെ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു? കാലറീസ്, നൈട്രജൻസ്, മറ്റ് ന്യൂട്രിയൻസ്. അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷനിലുണ്ട് എന്താണ്? ടോട്ടൽ പാരന്റൽ ന്യൂട്രീഷൻ ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഡെപ്പിലേറ്ററീസ് ആർ യൂസ്ഡ് ആസ് ഓപ്ഷൻ ഹെയർ റിമൂവേഴ്സ്, ഹെയർ വേവിംഗ് പ്രിപ്പറേഷൻസ്, ഹെയർ ഡ്രസ്സിങ്സ് ആൻഡ് ബ്രില്യൻറ്റൈൻസ്. ഏതായിരിക്കും? എല്ലാവർക്കും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹെയർ റിമൂവൽ പ്രിപ്പറേഷൻസ് ആണ് ഡെപ്പിലേറ്ററീസ് ആൻഡ് എപ്പിലേറ്ററീസ് എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡെപ്പിലേറ്ററീസ് ആണ്, ഹെയർ റിമൂവൽ പ്രിപ്പറേഷൻസ് ആണ്. ബ്രില്യൻറ്റൈൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മുടീനെ കറക്റ്റ് പ്ലേസിൽ തന്നെ വെക്കുന്നു, ഹെയറിന് ഒരു ലസ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തായിരിക്കും? ബ്രില്യൻറ്റൈൻസ് ആണ്. ഇവിടെ ഡെപ്പിലേറ്ററീസ് പ്രിപ്പറേഷൻസ് എല്ലാം എന്താണ്? ഹെയർ റിമൂവൽ പ്രിപ്പറേഷൻസ് ആണ്. അടുത്ത ചോദ്യം, സ്റ്റെബിലൈസിംഗ് ഏജന്റ് യൂസ്ഡ് ഇൻ മേക്കിംഗ് ഫോർമാൽഡിഹൈഡ് സൊല്യൂഷൻ. ഫോർമാൽഡിഹൈഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ ആഡ് ചെയ്യുന്ന സ്റ്റെബിലൈസിംഗ് ഏജന്റ് ഏത്? ഓപ്ഷൻസ് മെഥനോൾ, ബി എഥനോൾ, സി പ്രൊപ്പനോൾ ആൻഡ് ഓപ്ഷൻ ഡി അസ്കോർബിക് ആസിഡ്. ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. മെഥനോൾ ആണ് സ്റ്റെബിലൈസിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്ത് പ്രിപ്പയർ ചെയ്യുമ്പം? ഫോർമാൽഡിഹൈഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റെബിലൈസിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? മെഥനോൾ ആണ്. ഓപ്ഷൻ എ വരും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കെമിക്കൽ ഈസ് ഗിവൺ ഇൻ കോൺജുഗേഷൻ വിത്ത് ഐസോനിയാസിഡ് ടു അവോയ്ഡ് ഇറ്റ്സ് ന്യൂറോടോക്സിറ്റി. അപ്പം ഐസോനിയാസിഡിന്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആണ് പെരിഫറൽ ന്യൂറോടോക്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐസോനിയാസിഡിന്റെ കൂടെ ഒപ്പം കൊടുക്കുന്നതിൽ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ അസ്കോർബിക് ആസിഡ്, ബി റൈബോഫ്ലേവിൻ, സി പിരിഡോക്സിൻ, ഓപ്ഷൻ ഡി തൈമിൻ. എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വൈറ്റമിൻ B6 അഥവാ പിരിഡോക്സിൻ ആണ്. വൈറ്റമിൻ B6 അഥവാ പിരിഡോക്സിൻ ആണ് നമ്മൾ ന്യൂറോടോക്സിറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐസോനിയാസിഡിന്റെ ഒപ്പം കൊടുക്കുന്ന വൈറ്റമിൻ. ഐസോനിയാസിഡ് എന്ത് ഡ്രഗ് ആണ്? ആന്റി ട്യൂബർക്കുലാർ ഡ്രഗ് ആണ്. അതിൽ തന്നെ ഫസ്റ്റ് ലൈൻ ആന്റി ട്യൂബർക്കുലാർ ഉണ്ട്, സെക്കൻഡ് ലൈനും ഉണ്ട്. അതിൽ ഏതിൽ വരുന്നതാണ്? ഫസ്റ്റ് ലൈൻ ആന്റി TB ഡ്രഗ് ആണ് ഏത്? ഐസോനിയാസിഡ്. അതിൻ്റെ ഒപ്പം കൊടുക്കുന്ന വൈറ്റമിൻ B6. പിന്നെ തൈമിൻ എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആൽക്കഹോളിക് ആയിട്ടുള്ള പേഷ്യൻസിൽ ഏത് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി വരാൻ ചാൻസ് ഉണ്ട്? അതും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈറ്റമിൻ B1 എന്നറിയപ്പെടുന്ന തൈമിൻ ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളിൽ ഈ ഒരു വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കാണപ്പെടുന്നുണ്ട്. പിന്നെ അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? വൈറ്റമിൻ C ആണ്. ഓക്കെ, റൈബോഫ്ലേവിൻ എന്നറിയപ്പെടുന്ന ഏത് വൈറ്റമിൻ ആണ്? വൈറ്റമിൻ B2 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഫസ്റ്റ് ലൈൻ ആന്റി TB ഡ്രഗ് ആണ്, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഫസ്റ്റ് ലൈൻ ആന്റി TB ഡ്രഗ് ആണ് ഐസോനിയാസിഡ്. അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ മൈക്കോളിക് ആസിഡിനെയാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ സിന്തസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. പിന്നെ ഐസോനിയാസിഡിന്റെ മറ്റു പേരാണ് ഐസോനിക്കോട്ടിനിക് ആസിഡ് ഹൈഡ്രസൈഡ് എന്നാണ്. ഈ ഐസോനിയാസിഡ് അഥവാ നമ്മൾ INH എന്നാണ് അതിനെ എപ്പോഴും നമ്മൾ എഴുതാറുള്ളത്. എന്താണ്? ഐസോനിക്കോട്ടിനിക് ആസിഡ് ഹൈഡ്രസൈഡ്. അതാണ് ഐസോനിയാസിഡ്, ഫസ്റ്റ് ലൈൻ ആന്റി TB ഡ്രഗ്, ആൻഡ് ഇറ്റ് വിൽ ഇൻഹിബിറ്റ് ദി മൈക്കോളിക് ആസിഡ് സിന്തസിസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് തെറാപ്യൂട്ടിക് ഇനാക്റ്റീവ് കോമ്പൗണ്ട് ഈസ് ഫോംഡ് വെൻ ബീറ്റാ ലാക്ടമേസ് ഹൈഡ്രലൈസ് ദ ബീറ്റാ ലാക്ടം റിംഗ്. നമ്മൾ ബീറ്റാ ലാക്ടം ആന്റിബയോട്ടിക്സ് പഠിക്കുന്നുണ്ട്. അതിൽ വരുന്നതാണ് പെനിസിലിൻ, സെഫാലോസ്പോറിനൊക്കെ. ആ ഒരു ഡ്രഗുകളുടെ ഒരു പ്രത്യേകതയാണ് അതിലെ ബീറ്റാ ലാക്ടം റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ചോദ്യം, ഏത് തെറാപ്യൂട്ടിക് ഇനാക്റ്റീവ് കോമ്പൗണ്ട് ആണ് ഫോം ചെയ്യുന്നത് എപ്പോൾ? വെൻ ബീറ്റാ ലാക്ടമേസ് എന്ന് പറയുന്ന എൻസൈം വന്ന് ഈ ബീറ്റാ ലാക്ടം റിങ്ങിനെ ഹൈഡ്രലൈസ് ചെയ്യുമ്പോഴത്തേക്കും ബീറ്റാ ലാക്ടം റിങ് ഹൈഡ്രലൈസ് ചെയ്ത് ഇതിലെ ഏത് ഇനാക്റ്റീവ് കോമ്പൗണ്ട് ആയിട്ടാണ് മാറുന്നത്? ഓപ്ഷൻ പെനിസിലിക് ആസിഡ്, പെനിസിലിനേസ്, പെനിസിലാമിൻ, ഫെനിതെൽസിലിൻ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? പെനിസിലിനിക് ആസിഡ് ആയിട്ടാണ് മാറുന്നത്. ഇതൊരു ഇനാക്റ്റീവ് കോമ്പൗണ്ട് ആണ്. ഇതാണ് ബീറ്റാ ലാക്ടം റിങ് ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഏത് എൻസൈം വന്നാണ് ഇതിനെ ഹൈഡ്രലൈസ് ചെയ്യുന്നത്? ബീറ്റാ ലാക്ടമേസ്. ഇനി ഈ പെനിസിലിനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, പെനിസിലിൻ്റെ സോഴ്സ് ചോദിച്ചിട്ടുള്ളതാണ്. ഒപ്റ്റെയിൻ ഫ്രം ഫംഗസ് പെനിസിലിൻ നൊട്ടാറ്റം. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്തിൽ നിന്നാണ് പെനിസിലിൻ്റെ സോഴ്സ് എടുക്കുന്നത്? പെനിസിലിനം ക്രൈസോജിനുമാണ്. അത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ പെൻസിലിൽ തന്നെ നാച്ചുറൽ പെൻസിലിനും ഉണ്ട്, സെമി സിന്തറ്റിക് പെൻസിലിനും ഉണ്ട്. നാച്ചുറൽ പെൻസിലിൻ തന്നെ ആസിഡ് ലബൈലും ഉണ്ട്, ആസിഡ് റെസിസ്റ്റൻറ്റും ഉണ്ട്. ആസിഡ് ലബൈൽ വരുന്നതാണ് പെൻസിലിൻ G അഥവാ ബെൻസൈൽ പെൻസിലിൻ. ആസിഡ് റെസിസ്റ്റന്റ് പെൻസിലിൽ വരുന്നതാണ് പെൻസിലിൻ V അഥവാ ഫിനോക്സി മീഥൈൽ പെൻസിലിൻ. ഓക്കെ, അപ്പോൾ ഇതുമൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. സോഴ്സ് അറിഞ്ഞിരിക്കുക. ആദ്യത്തെ സോഴ്സ് പെൻസിലിൻ നൊട്ടാറ്റവും, ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? പെൻസിലിനും ക്രൈസോജിനും ആണ്.
അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പോളിഈൻ ആൻറ്റി ഫംഗൽ ആൻറ്റിബയോട്ടിക്? ആൻറ്റി ഫംഗൽസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പോളിഈൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുന്നുണ്ട്. അതിൽ വരുന്ന ഡ്രഗ് ഏതെന്നാണ് ചോദ്യം. ആംഫോടെറിസിൻ, ടോൾനാഫ്റ്റേറ്റ്, അൺഡെക്കൈലേനിക് ആസിഡ് ആൻഡ് സെഫലോത്തിൻ. ഏതായിരിക്കും? കറക്റ്റ് ആൻസർ ആംഫോടെറിസിൻ ആണ്. ആംഫോടെറിസിൻ ബി ആണ് എന്നറിയപ്പെടുന്നത് പോളിഈൻ ആൻറ്റി ഫംഗൽ കാറ്റഗറി വരുന്നത്. ആംഫോടെറിസിൻ ബി കൂടാതെ പോളിഈൻ കാറ്റഗറി വരുന്ന ഡ്രഗ് നോക്കുവാണെങ്കിൽ ഏതൊക്കെ വരുന്നുണ്ട്? ആംഫോടെറിസിൻ ബി, അതുകൂടാതെ നിസ്റ്റാറ്റിൻ വരുന്നുണ്ട്, നെറ്റാമൈസിൻ ആൻഡ് ഹെമൈസിൻ വരുന്നുണ്ട്. ഇതൊക്കെയാണ് മറ്റ് എക്സാമ്പിൾ. ഇത് ആൻറ്റി ഫംഗൽ ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിലെ പോളിഈൻ ആൻറ്റിബയോട്ടിക്സ് എന്നാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇതിൽ തന്നെ അസോൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതിൽ തന്നെ ഇമഡസോളും ഉണ്ട്, ട്രയസോളും ഉണ്ട്. ആൻറ്റി മെറ്റബോളൈറ്റ് കാറ്റഗറിയിൽ വരുന്നതാണ് 5-ഫ്ലൂസൈറ്റോസിൻ. പിന്നെ അതർ കാറ്റഗറി, അതായത് ടോപ്പിക്കൽ ആൻറ്റി ഫംഗൽ ഏജൻസിൽ വരുന്നതാണ് സിക്ലോപ്രോറസ്, ഹാലോപ്രോഗിൻ, ടോൾനാഫ്റ്റേറ്റ് പോലുള്ള ഡ്രഗ്സുകൾ. അപ്പോൾ പോളിഈൻസിലാണ് ചോദ്യം വന്നിരുന്നത്. അതിന് ആൻസർ എന്താണ്? ആംഫോടെറിസിൻ ബി. അത് കൂടാതെ ആംഫോടെറിസിൻ ബി കൂടാതെയുള്ള മറ്റ് എക്സാമ്പിൾ നോക്കിയാൽ നിസ്റ്റാറ്റിൻ, നെറ്റാമൈസിൻ ആൻഡ് ഹെമൈസിനും വരുന്നുണ്ട്. അടുത്ത ചോദ്യം, ഫുള്ളി സബ്സ്റ്റിറ്റ്യൂട്ടഡ് പിരമിഡ് ന്യൂക്ലിയസ് ഈസ് ഫൗണ്ട് ഇൻ. ഇത് സ്ട്രക്ചറിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ഇതിൽ ഏതിൻ്റെ സ്ട്രക്ചറിലാണ് ഫുള്ളി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള പിരമിഡ് ന്യൂക്ലിയസ് കാണാൻ സാധിക്കുന്നത്? ഓപ്ഷൻസ് ക്ലോറോക്വിൻ, പ്രൈമാക്വിൻ, സി പ്രോഗ്വാനിൽ ആൻഡ് ഡി പൈറിമെത്താമിൻ. ഓപ്ഷൻസ് നോക്കിയാൽ മനസ്സിലാവും ഇതെല്ലാം ആൻറ്റി മലേറിയൽ ഡ്രഗ് അല്ലേ. അപ്പോൾ ഇതിൽ ഫുള്ളി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള പിരമിഡ് ന്യൂക്ലിയസ് കാണുന്നത് പൈറിമെത്താമിനിലാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ടോക്സോപ്ലാസ്മോസിസിലും മലേറിയയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് പൈറിമെത്താമിൻ. ഇതിന്റെ സ്ട്രക്ചറിൽ ഫുള്ളി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പിരമിഡ് ന്യൂക്ലിയസ് കാണാൻ സാധിക്കുന്നു. അടുത്ത ചോദ്യം, വിച്ച് ബ്യൂട്ടറോഫിനോൺ കോമ്പൗണ്ട് വിത്ത് തെറാപ്യൂട്ടിക് ആക്ഷൻ ആൻഡ് യൂസസ് ആർ സിമിലർ ടു ഫിനോതയോസിൻ? അതായത് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചോദ്യമാണ്. ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ്സിൽ വരുന്നതാണ് ബ്യൂട്ടറോഫിനോൺ കോമ്പൗണ്ട്സ്. അപ്പോൾ ബ്യൂട്ടറോഫിനോൺ കോമ്പൗണ്ട്സിൽ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ഹാലോപിരിഡോൾ. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ആൻറ്റി സൈക്കോട്ടിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ പ്രധാനപ്പെട്ട 2 ക്ലാസിഫിക്കേഷനാണ് ടിപ്പിക്കൽ ആൻറ്റി സൈക്കോട്ടിക്സും എറ്റിപ്പിക്കൽ ആൻറ്റി സൈക്കോട്ടിക്സും. അതിലെ ടിപ്പിക്കൽ ആൻറ്റി സൈക്കോട്ടിക്സിൽ വരുന്നതാണ് നമ്മുടെ ക്വസ്റ്റിൽ ചോദിച്ചിരുന്ന ബ്യൂട്രോഫിനോൺ ഡെറിവേറ്റീവായ ഹാലോപിരിഡോള്, ഡ്രോപെരിഡോളൊക്കെ. ആ ക്വസ്റ്റിൽ തന്നെ ഫിനോതയാസിൻ ഡെറിവേറ്റീവ്സിൻ്റെ കാര്യവും പറയുന്നുണ്ട്. കണ്ടോ, ബ്യൂട്രോഫിനോൺ കോമ്പൗണ്ട്സ് വിത്ത് തെറാപ്യൂട്ടിക് ആക്ഷൻ സിമിലർ ടു ഫിനോതയാസിൻ എന്ന് പറയുന്നുണ്ട്. അതായത് അതും എന്തിൽ വരുന്നതാണ്? ടിപ്പിക്കൽ ആൻറ്റി സൈക്കോട്ടിക്സിൽ തന്നെ വരുന്നതാണ്. ഫിനോതയാസിൻ ഡെറിവേറ്റീവിലാണ് ക്ലോറോപ്രോമസിൻ, ഫ്ലൂഫെനസിൻ, തയോറിഡസിൻസ് ഒക്കെ വരുന്നത്. ഇത് രണ്ടിലും പെടാത്ത തയോസാന്തിൻ എന്ന് പറഞ്ഞ മറ്റൊരു കാറ്റഗറി ഉണ്ട്. അതിൽ വരുന്നതാണ് ക്ലോപ്രോട്ടിക്സിൻ ആൻഡ് തയോതിക്സിൻ ഡെറിവേറ്റീവ്സ് ഒക്കെ. ഇതൊക്കെയാണ് ടിപ്പിക്കൽ ആൻറ്റി സൈക്കോട്ടിക്സ്. എന്നാൽ എറ്റിപ്പിക്കൽ ആൻറ്റി സൈക്കോട്ടിക്സ് വരുന്നതാണ് ക്ലോസപ്പിൻ, റിസ്പെരിഡോണ്, ഒലാൻസെപ്പിൻ, കൊറ്റിയാപ്പിൻ പോലുള്ള ഡ്രഗ്സുകളും. ഓക്കെ, അപ്പം ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആൻറ്റി ഫംഗലിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു അല്ലേ. പോളിഈൻ ആൻറ്റിബയോട്ടിക്സ് ഏതാണെന്ന് ചോദിച്ചു. ഇതാ ഇപ്പം ആൻറ്റി സൈക്കോട്ടിക്സ് ക്ലാസിഫിക്കേഷനിലെ ബ്യൂട്രോഫിനോൺ ഡെറിവേറ്റീവ് ചോദിച്ചു. അപ്പോൾ ആൻറ്റി സൈക്കോട്ടിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, ആൻറ്റി ഫംഗൽ, അങ്ങനെ ക്ലാസിഫിക്കേഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് ക്ലാസിഫിക്കേഷനും അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം, വിച്ച് ഫോം ഓഫ് അഡ്രിനാലിൻ ഈസ് ഹാവിങ് മാക്സിമം ബയോളജിക്കൽ ആക്ടിവിറ്റി? ഓപ്ഷൻസ് നോക്കിയാൽ ഡെക്സ്ട്രോ, ലീവോ, സിസ് ആൻഡ് ട്രാൻസ്. അതായത് ഡെക്സ്ട്രോ ലീവോ റൊട്ടേഷൻ, അതായത് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആണല്ലോ ഡെക്സ്ട്രോ ആൻഡ് ലീവോ. അതിലെ ഏത് ഫോമിനാണ്, അല്ലെങ്കിൽ സിസ് ട്രാൻസ് ഫോമിൽ ഏത് ഫോമിനാണ് അഡ്രിനാലിനിൽ ഏറ്റവും കൂടുതൽ ബയോളജിക്കൽ ആക്ടിവിറ്റി ഏത് ഫോമിൽ നിൽക്കുമ്പോഴെന്നാണ് ചോദ്യം. ലീവോ ഫോമിൽ നിൽക്കുമ്പോഴാണ് അഡ്രിനാലിന് കൂടുതൽ എന്ത് വരുന്നത്? ബയോളജിക്കൽ ആക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, which salt of hyosin is most stable and popularly accepted? ഹയോസിൻ എന്ന് പറയുന്നത് എന്ത് ഡ്രഗാണ്? ആൻറ്റി കോളിനർജിക്കിൻ്റെ കാറ്റഗറി വരുന്നതാണ്. അപ്പം അത് ഏത് ഫോമിൽ നിൽക്കുമ്പോഴെന്നാണ് ചോദ്യം. ഹയോസിൻ മെത്തോനൈട്രൈറ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണോ, ഹയോസിൻ ബ്യൂട്ടൈൽ ബ്രോമൈഡ് ആയിട്ട് നിൽക്കുമ്പോഴാണോ, ഹൈഡ്രോ ബ്രോമൈഡ്, മെത്തോ ബ്രോമൈഡ്, ഇതിൽ ഏതാണ് ഏറ്റവും സ്റ്റേബിൾ പ്രിപ്പറേഷനും അതോടൊപ്പം തന്നെ പോപ്പുലർലി ആക്സെപ്റ്റഡ് പ്രിപ്പറേഷൻ ഏതാണ് ചോദ്യം. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. നമ്മൾ എന്താ പറയുന്നത്? ഹയോസിൻ ബ്യൂട്ടൈൽ ബ്രോമൈഡ് എന്നാണ് എപ്പോഴും അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ബി വരും ആൻസർ. വീണ്ടും എന്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? ക്ലാസിഫിക്കേഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആൻറ്റി കോളിനർജിക് ഡ്രഗ് അല്ലെങ്കിൽ മറ്റു പേരെന്താണ്? പാരാസിമ്പത്തോലൈറ്റിക് ഡ്രഗ്സ് അല്ലേ. അതിൽ നോക്കൂ, ഇപ്രാട്രോപ്പിയം ബ്രോമൈഡ്, ടയോട്രോപ്പിയം ബ്രോമൈഡ്, ഹയോസിൻ ബ്യൂട്ടൈൽ ബ്രോമൈഡ്,
ഇവിടെ നിന്നല്ലേ നമുക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻ വന്നത്. ഹയോസിൻ ബ്യൂട്ടൈൽ ബ്രോമൈഡ് ഈസ് ദി മോസ്റ്റ് സ്റ്റേബിൾ ആൻഡ് അക്സെപ്റ്റഡ് ഫോം ഓഫ് ആൻറ്റി കോളർജിക് ഡ്രഗ്. നോക്കൂ, മറ്റ് എക്സാമ്പിളുകൾ നോക്കിയാൽ മിഡ്രിയാറ്റിക്സിൽ സൈക്ലോപെൻഡുലൈറ്റ്, ട്രോപ്പിക്കാമൈഡ്, ആൻറ്റി സെക്രീറ്ററി ഏജൻസ്, അതിൽ തന്നെ ക്വാട്ടനറി കോമ്പൗണ്ട്, ടെർഷറി അമീൻ കോമ്പൗണ്ട്സ്, അങ്ങനെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ചോദ്യം എന്തായിരുന്നു? ഹയോസിൻ്റെ മോസ്റ്റ് അക്സെപ്റ്റഡ് ഫോമാണ്. അതേതാണ് ഉത്തരം? ഹയോസിൻ ബ്യൂട്ടൈൽ ബ്രോമൈഡ് ആണ്. അട്രോപ്പിൻ ആണ് അട്രോപ്പിൻ മെത്തോനൈട്രേറ്റ് എന്നറിയപ്പെടുന്നത്. ഇപ്രാട്രോപ്പിയം ആണെങ്കിൽ ഇപ്രാട്രോപ്പിയം ബ്രോമൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, സബ്സ്റ്റിറ്റ്യൂട്ട് പൊസിഷൻ ഓഫ് ക്ലോറിൻ ഇൻ ക്ലോർ തയസൈഡ് ഡയൂറിറ്റിക്. തയസൈഡ് ഡയൂറിറ്റിക്സിൽ വരുന്നതാണ് ക്ലോർ തയസൈഡ് ഡയൂറിറ്റിക്. അതിൻ്റെ SAR അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ ക്ലോറിൻ്റെ പൊസിഷൻ ഇതിൽ എവിടെ വരും, ഏത് പൊസിഷനിലാണ് ക്ലോറിൻ വരുന്നതെന്നാണ് ചോദ്യം. 6, 5, 7 ആൻഡ് ഓപ്ഷൻ ഡി 3. ഏത് റിങ്ങിൽ എത്രാമത്തെ പൊസിഷനിലാണ് ക്ലോറിൻ വരുന്നതെന്നാണ് ചോദ്യം. ഇതിൻ്റെ കറക്റ്റ് ആൻസർ 6 ആണ്. നമുക്ക് ഇതിൻ്റെ IUPAC നെയിം എടുത്ത് നോക്കിയാൽ ക്ലോറോ തയസൈഡ് ഡയൂറിറ്റിക്സിൻ്റെ IUPAC നെയിം എടുത്താൽ കണ്ടോ, 6 ക്ലോറോ 1 ഡയോക്സോ 1,2,4 ബെൻസോ തയഡയസീൻ 7 സൾഫോണമൈഡ്. അതായത് 6ാമത്തെ പൊസിഷനിലാണ് അപ്പം ക്ലോറിൻ ഗ്രൂപ്പ് വരുന്നത്. 7ാമത്തെ പൊസിഷനിലാണ് എന്ത് ഗ്രൂപ്പ് വരുന്നത്? സൾഫാമോയിറ്റീം വരുന്നത്. ഇത് SIRൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഈസ് എസെൻഷ്യൽ അറ്റ് ദി പൊസിഷൻ 6 ഫോർ ഡയൂറിറ്റിക് ആക്ടിവിറ്റി ഓഫ് ദ ഡ്രഗ്. അതായത് ക്ലോറിൻ എന്ന് പറയുന്ന ആ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അവിടെ എസെൻഷ്യൽ ആണ്. ആ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് 6th പൊസിഷനിൽ ഉള്ളതുകൊണ്ടാണ് അതിന് എന്ത് ആക്ടിവിറ്റി ഉള്ളത്? ഡയൂറിറ്റിക് ആക്ടിവിറ്റി കാണിക്കാൻ സാധിക്കുന്നത്. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ഓൺ ഹൈഡ്രജൻ അറ്റ് ദ 6th പൊസിഷൻ, ഈ ക്ലോറിനെ മാറ്റിയോടെ ഒരു ഹൈഡ്രജൻ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നാൽ ഡയൂറിറ്റിക് ആക്ടിവിറ്റിയും കുറയും. അതേസമയം ക്ലോറോ ഗ്രൂപ്പോ അല്ലെങ്കിൽ ട്രൈഫ്ലൂറോ മീഥൈൽ ഗ്രൂപ്പൊക്കെ വന്നാൽ വീണ്ടും ഹൈലി ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ അവിടെ വീണ്ടും വരും. ഓക്കെ, ഇത് SIRൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ 6th പൊസിഷനിലെ ക്ലോറിൻ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ് ഡയൂറിറ്റിക് ആക്ടിവിറ്റിക്ക്. അപ്പം ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ A 6 വരും. ക്ലോറിൻ്റെ പൊസിഷൻ എവിടെയാണ്? ക്ലോറോ തയസൈഡ് ഡയൂറിറ്റിക്സിൻ്റെ സ്ട്രക്ചറിൽ 6th പൊസിഷനിലാണ്. അടുത്ത ചോദ്യം, ദ ആൻറ്റി നിയോപ്ലാസ്റ്റിക് ഡ്രഗ് കണ്ടെയ്നിങ് പിരമിഡിൻ ന്യൂക്ലിയസ്. വീണ്ടും ക്ലാസിഫിക്കേഷനിൽ തന്നെ ഒരു ചോദ്യമാണ്. ആൻറ്റി നിയോപ്ലാസ്റ്റിക് ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പിരമിഡിൻ അനലോഗ്സിൽ വരുന്നൊരു ഡ്രഗിനകത്തുണ്ട്. ഏതാണെന്ന് നോക്കാം. A സിസ്പ്ലാറ്റിൻ, B ബുസൽഫാൻ, C മിറ്റോമൈസിൻ, D ഫ്ലൂറോയുറാസിൽ. ഏതായിരിക്കും? ഓപ്ഷൻ D ഫ്ലൂറോയുറാസിലാണ് കറക്റ്റ് ആൻസർ. ഇത് ആൻറ്റി നിയോപ്ലാസ്റ്റിക് ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ ആൻറ്റി മെറ്റബോളൈറ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ വരുന്നതാണ് ഈ 5-ഫ്ലൂറോയുറാസിൽ. അതിൻ്റെ നോക്കൂ, ഇറ്റ് ഈസ് ആൻ അനലോഗ് ഓഫ് പിരമിഡിൻ ന്യൂക്ലിയോസൈഡ്. അത് യൂസ് ചെയ്യുന്ന ക്യാൻസർ ആണ് ലാസ്റ്റ് കോളം കൊടുത്തിരിക്കുന്നത്, കൊളോറക്ടൽ ക്യാൻസർ ആൻഡ് പാൻക്രിയാറ്റിക് ക്യാൻസർ ഒക്കെ. ആൽക്കലൈറ്റിംഗ് ഏജൻസിൽ വരുന്നതാണെന്ത്? സൈക്ലോഫോസ്മോമൈഡ്, മെൽഫാലിനൊക്കെ. ഓക്കെ, ആൻറ്റി മൈക്രോട്യൂബ്യൂൾ ഏജൻസിൽ വരുന്നതാണ് വിൻക്രിസ്റ്റിൻ, വിൻബ്ലാസ്റ്റിനൊക്കെ, വിൻക ആൽക്കലോഡ്സിൽ നിന്ന് കിട്ടുന്നത്. പ്ലാറ്റിനം കോമ്പൗണ്ട്സിൽ വരുന്നതാണ് സിസ്പ്ലാറ്റിൻ, ഓക്സാലി പ്ലാറ്റിൻ ഒക്കെ. ടാക്സൈൻ ഡെറിവേറ്റീവ്സിൽ വരുന്നതാണ് പാക്ലി ടാക്സൽ ഡെറിവേറ്റീവ്സ്. ടോപ്പോ ഐസോമറൈസ് ഇൻഹിബിറ്റേഴ്സിൽ വരുന്നതാണ് ഇറിനോട്ടിക്കാനൊക്കെ. ഓക്കെ, അപ്പോൾ ആൻറ്റി നിയോപ്ലാസ്റ്റിക് ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് പിരമിഡിൻ അനലോഗാണ്. അപ്പോൾ ആൻസർ എന്ത് വന്നു? 5-ഫ്ലൂറോയുറാസിൽ. അടുത്ത ചോദ്യം, പാരസിറ്റമോൾ ഓവർഡോസ് ഈസ് ട്രീറ്റഡ് വിത്ത്. ഇതിനു മുമ്പ് കുറച്ച് മുമ്പ് ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ സൈനൈഡ് പോയ്സണിങ്ങിൻ്റെ ചോദിച്ചായിരുന്നു. സൈനൈഡ് പോയ്സണിങ്ങിൽ സോഡിയം നൈട്രേറ്റിൻ്റെ ഒപ്പം എന്ത് ഉപയോഗിക്കുന്നത്? ഇതായിരുന്നു സോഡിയം തയോസൾഫേറ്റ്. ഇവിടെ പാരസിറ്റമോൾ ഓവർഡോസേജിൽ നമ്മൾ എന്താണ് ട്രീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്? N-അസറ്റൈൽ സിസ്റ്റീൻ, കാൽഷ്യം ഡൈസോഡിയം EDTA, D പെൻസിലാമിൻ, ഡൈമർ കാപ്രോൾ. ഏതായിരിക്കും ഉത്തരം? വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. N-അസറ്റൈൽ സിസ്റ്റീൻ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഈ ഡി പെൻസിലാമിൻ എന്ന് പറയുന്നത് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നുണ്ട്? ഡമാഡ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ്? ഡിസീസ് മോഡിഫയിങ് ആൻറ്റി റുമറ്റോയിഡ് ഡ്രഗ് ആയിട്ട് റുമറ്റോയിഡ് ആർത്രൈറ്റിസിൽ ഉപയോഗിക്കുന്നുണ്ട്. വിൽസൺസ് ഡിസീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് വിൽസൺസ് ഡിസീസ്? നമ്മുടെ ബോഡിയിൽ കോപ്പർ അക്യുമുലേഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അസുഖമാണ് വിൽസൺസ് ഡിസീസ്. അതിൽ നമ്മൾ ഡി പെൻസിലാമിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഡൈമർ കാപ്രോൾ അഥവാ ബ്രിട്ടീഷ് ആൻറ്റി ലൂയിസൈറ്റ് എന്നറിയപ്പെടുന്ന ബാൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മെർക്കുറി പോയ്സണിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഡൈസോഡിയം EDTA എന്ന് പറയുന്നത് എന്താണ്? ഒരു കീലേറ്റിംഗ് ഏജന്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്? N-അസറ്റൈൽ സിസ്റ്റീൻ. ഇനി ഇതിന് വേറെ ചോദ്യം കൂടെ ചോദിക്കാം. പാരസെറ്റമോളിൻ്റെ ഓവർ ഡോസേജ് സമയത്ത് ഇവിടെ ചോദിച്ചിരിക്കുന്ന ആൻറ്റിഡോട്ട് ഏതെന്നാണ്. പാരസെറ്റമോൾ ഓവർ ഡോസേജിൻ്റെ സമയത്ത് നമ്മുടെ ബോഡിയിലെ എന്തിൻ്റെ ഡിപ്ലേഷനാണ് ഈ പാരസെറ്റമോൾ ഓവർ ടോക്സിറ്റിക്ക് കാരണമാകുന്നത്?
ഗ്ലൂട്ടാത്തയോണിന്റെ അളവ് കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ് പാരസെറ്റമോൾ ടോക്സിറ്റി നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നത്, ഓവർകം ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, N-acetylcysteine. വീണ്ടും ഞാൻ കുറച്ച് പ്രധാനപ്പെട്ട ഡ്രഗ്സും അതിൻ്റെ ആന്റിഡോട്ട്സും കൂടെ കൊടുത്തിട്ടുണ്ട്. വാർഫാറിൻ ഏതായിരിക്കും? വൈറ്റമിൻ കെ, ഹെപ്പാരിൻ, പ്രോട്ടാമിൻ സൾഫേറ്റ്, അസറ്റാമിനോഫിൻ അത് പാരസെറ്റമോള്, N-acetylcysteine, ബെൻസോഡയസെപ്പിൻ, ഫ്ലൂമാസെനിൽ, ഡിജോക്സിൻ, ഡിജി ബൈൻഡ്. ഒപ്പിയോയിഡ് ഓവർഡോസിനാണെങ്കിൽ എന്ത് യൂസ് ചെയ്യും? നലക്സോൺ യൂസ് ചെയ്യും. പിന്നെ കോമൺ ആയിട്ടുള്ള പോയിസൺ, ഓക്കെ, അത് നമ്മൾ ഉപയോഗിച്ച് എന്തായിരിക്കും? ചാർക്കോൾ, ആക്ടിവേറ്റഡ് ചാർക്കോൾ ആണ് യൂസ് ചെയ്യുന്നത്. മഗ്നീഷ്യം, മഗ്നീഷ്യമാണ് ഡ്രഗ് എങ്കിൽ അതിന്റെ ഓവർഡോസ് നമ്മൾ എന്ത് യൂസ് ചെയ്യും? കാൽഷ്യം യൂസ് ചെയ്യും. ഇൻസുലിൻ ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഗ്ലൂക്കോസ്. ഓക്കെ, ഇതിൽ ഒപ്പിയോയിഡ് ഓവർഡോസ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഒപ്പിയോയിഡ് പോയിസണിങ്ങിന് യൂസ് ചെയ്യുന്ന ഏതാണ്? നലക്സോൺ ആണ്. പിന്നെ ബെൻസോഡയസെപ്പിനും ചോദിച്ചിട്ടുള്ളതാണ്. ഏതാണ് യൂസ് ചെയ്യുന്നത്? ഫ്ലൂമാസെനിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഹിബിഷൻ ഓഫ് ഗാബ ട്രാൻസാമിനേസ് എൻസൈം ഈസ് മെയിൻലി ഡൺ ബൈ. ഇത് ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്നുള്ളൊരു ചോദ്യമാണ്. ഗാബ ട്രാൻസാമിനേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന വഴി ആക്ട് ചെയ്യുന്ന ഡ്രഗ് ഏത്? ഓപ്ഷൻസ്: സോഡിയം വാൽപ്രോവേറ്റ്, ബി ഫീനോബാർബിറ്റോണ്, സി ഫെനിറ്റോയിന്, ഓപ്ഷൻ ഡി കാർബമസെപ്പിൻ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? സോഡിയം വാൽപ്രോവേറ്റ് ആണ് ഗാബ ട്രാൻസാമിനേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്ത് ആന്റി എപ്പിലെപ്റ്റിക് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കിയാൽ കാണാൻ സാധിക്കും. അതായത് മെംബ്രെയിൻ സ്റ്റെബിലൈസേഷൻ വഴി ആക്ട് ചെയ്യുന്ന ഡ്രഗുകളാണ് ഓക്സ് കാർബമസെപ്പിൻ, ഫെനിറ്റോയിൻ, സോണിസമൈഡ്, ടോപ്പിറാമേറ്റ് പോലുള്ളവയൊക്കെ. ബൈ ദ ഇൻഹാൻസ്മെന്റ് ഓഫ് ഗാബ ന്യൂറോ ട്രാൻസ്മിഷൻ, അതിൽ തന്നെ പല രീതിയിലുണ്ട് ആക്ഷൻ. ഇൻഹിബിറ്റിംഗ് ദ ഗാബ കാറ്റബോളിസം ബൈ ഇൻഹിബിറ്റിംഗ് ദ ഗാബ ട്രാൻസാമിനേസ് എൻസൈം. ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ഗാബയുടെ കാറ്റബോളിസത്തിന് എന്ത് ചെയ്യുന്നു? ഇൻഹിബിറ്റ് ചെയ്യുന്നു. എങ്ങനെ? ബൈ ഇൻഹിബിറ്റിംഗ് ദി ഗാബ ട്രാൻസാമിനേസ് എൻസൈം. വാൽപ്രോവേറ്റ് മാത്രമല്ല, വിഗാബാറ്ററിനും ഈ ഗാബ ട്രാൻസാമിനേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്താണ് ആക്ട് ചെയ്യുന്നത്. ഇനി ഗാബയുടെ റീഅപ്ടേക്കിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗുകൾക്ക് എക്സാമ്പിൾ ആണ് ബെൻസോഡയസെപ്പിൻ. ഗാബ അനലോഗുകളാണ് ഗ്യാബാപെന്റീൻ. ഇൻക്രീസിംഗ് ദി ആക്ടിവിറ്റി ഓഫ് ഗാബ എക്സാമ്പിൾ ഫീനോബാർബിറ്റോൺ, ടോപ്പിറാമേറ്റ് ആൻഡ് ഗ്യാബാപെന്റീൻ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഗാബ ട്രാൻസാമിനേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ് ഏതെന്നായിരുന്നു? അതിന്റെ ഉത്തരം വാൽപ്രോവേറ്റും ഉണ്ട്, വിഗാബാറ്ററിനും ഉണ്ട്. നമ്മുടെ ഓപ്ഷനിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? വാൽപ്രോവേറ്റ്. അതുകൊണ്ട് തന്നെ സോഡിയം വാൽപ്രോവേറ്റ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആന്റി പാർക്കിൻസോണിസം ക്ലാസിഫിക്കേഷനിലാണ് ചോദ്യം. ആന്റി വൈറൽ ഏജന്റ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് പാർക്കിൻസോണിസം. ആന്റി വൈറൽ ഏജന്റ് ആണ്, എന്നാൽ ആന്റി പാർക്കിൻസോണിസിലും യൂസ് ചെയ്യാൻ കഴിയുന്നു. ഓപ്ഷൻസ്: ലീവോഡോപ്പ, അമാൻഡിഡിൻ, സെലിജിലിൻ ആൻഡ് കാർബിഡോപ്പ. ഏതായിരിക്കും? ഓപ്ഷൻ ബി അമാൻഡിഡിൻ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അമാൻഡിഡിൻ ഒരു എന്താണ്? ആന്റി വൈറൽ ഡ്രഗ് ആണ്, പ്ലസ് ആന്റി പാർക്കിൻസോണിസത്തിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആന്റി പാർക്കിൻസോണിസം ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ അതിൽ പ്രധാനപ്പെട്ട ഡ്രഗ്സ് ഏതൊക്കെയാണ്? ഡോപ്പമിൻ പ്രിക്കസർ, ലീവോഡോപ്പ. പെരിഫറൽ ഡീകാർബോക്സിലേസ് ഇൻഹിബിറ്റർ, കാർബിഡോപ്പ ബെൻസറസൈഡ്. ഡോപ്പമിനർജിക് അഗോണിസ്റ്റ്, ബ്രോമോക്രിപ്റ്റിൻ, റോപ്പിനറോൾ ആൻഡ് പ്രാമിപെക്സോൾ. മാവോബി ഇൻഹിബിറ്റർ, സെലിജിലിൻ, റാസാജിലിൻ. നോക്കൂ, ഡോപ്പമിൻ ഫെസിലിറ്റേറ്റർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതാണ് ഇവിടെ അമാൻഡിഡിൻ. ഇറ്റ് ഈസ് ആൾസോ ആന്റി വൈറൽ. അടുത്തത്, ഇത് ഡോപ്പമിനർജിക് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഡ്രഗ്സ് ആക്ടിങ് ഓൺ കോളിനർജിക് സിസ്റ്റം ആണെങ്കിൽ ഏതൊക്കെ വരും? സെൻട്രൽ ആന്റി കോളിനർജിക്സും വരും, ആന്റി ഹിസ്റ്റമിനും വരും. സെൻട്രൽ ആന്റി കോളിനർജിക് ഡ്രഗ്സിൽ ട്രൈഹെക്സേഫെനിഡിൽ വരും, പ്രോസൈക്ലിഡിൻ വരും, ബൈപെറിഡിൻ വരും. ആന്റി ഹിസ്റ്റമിൻ കാറ്റഗറിയിൽ ഓർഫനാഡ്രിനും വരും, പ്രൊമെത്താസിനും വരും. ഓക്കെ, ഈ നമ്മുടെ ബോഡിയിൽ ഡോപ്പമിന്റെ ലെവല്, ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ അളവ് കുറയും. കോളിനർജിക് സിസ്റ്റത്തിന്റെ ആക്ടിവേഷൻ കൂടുമ്പോഴാണ് ഈ പാർക്കിൻസോണിസം എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത്. അപ്പം ഇവിടെ ഈ ഡ്രഗ്സുകളെല്ലാം ഡോപ്പമിന്റെ ലെവല് കൂട്ടുന്നു. ഈ കാറ്റഗറിയിലെല്ലാം എന്താണ്? ആന്റി കോളിനർജിക്സ് ആണ്. അസറ്റൈൽ കോളിൻ അല്ലെങ്കിൽ കോളിനർജിക് സിസ്റ്റത്തിന്റെ ആക്ടിവേഷൻ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? അമാൻഡിഡിൻ. അതൊരു ആന്റി വൈറൽ ഡ്രഗ് ആണ്, പക്ഷെ അതിൽ പാർക്കിൻസോണിസിലും യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഡയഗ്നോസ്റ്റിക് ഏജന്റ് യൂസ്ഡ് ഇൻ മയസ്തീനിയ ഗ്രാവിസ്. മയസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. മസിൽ വീക്ക്നെസ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറയുന്നത്. ഈ ഒരു അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതാണ് യൂസ് ചെയ്യുന്നതാണ് ചോദ്യം. പ്രാലിഡോക്സൈൻ, നിയോസ്റ്റിക്മിൻ, ഫൈസോസ്റ്റിക്മിൻ, എഡ്രോഫോണിയം. പ്രാലിഡോക്സൈം എവിടെ കേട്ടിട്ടുണ്ട്? എൻസൈം റിയാക്ടിവേറ്റർ ആണ്. അട്രോപ്പിൻ
ഓർഗാനോഫോസ്ഫറസ് പോയിസണിങ്ങിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്രാലിഡോക്സൈൻ യൂസ് ചെയ്യുന്നത്. അതെന്തായാലും വരത്തില്ല. ഫൈസോസ്റ്റിക്മിനും നിയോസ്റ്റിക്മിനും ഒക്കെ നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നതാണ്? ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിൽ വരുന്നതാണ്. എഡ്രോഫോണിയം ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. എഡ്രോഫോണിയം യൂസ് ചെയ്തിട്ടാണ് ഈ രോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡയഗ്നോസ് ചെയ്യുന്നത്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കണ്ടോ, എഡ്രോഫോണിയം ക്ലോറൈഡ് ടെസ്റ്റ്, അല്ലെങ്കിൽ വേറൊരു പേര് ടെൻസിലോൺ ടെസ്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഈ മയസ്തീനിയ ഗ്രാവിസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നടത്തുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് എഡ്രോഫോണിയം ക്ലോറൈഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ടെൻസിലോൺ ടെസ്റ്റ്. ഇത് കൂടാതെ മറ്റ് ടെസ്റ്റുകൾ ഏതൊക്കെയുണ്ട്? ആന്റിബോഡി ടെസ്റ്റിംഗ് ഉണ്ട് ഫോർ മയസ്തീനിയ ഗ്രാവിസ്, CT സ്കാൻ എടുക്കും ചെസ്റ്റിന്റെ, പിന്നെ ഇലക്ട്രോമയോഗ്രാഫി. ഇതൊക്കെയാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ. ഇനി ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിലോട്ട് വന്നാൽ കോളിനെസ്റ്ററേസ് ഇൻഹിബിറ്റർ നമ്മളിപ്പോൾ പറഞ്ഞു, പിന്നെ കാരണം ഇതൊരു എന്ത് ഡിസോർഡർ ആണ്? ഒരു ഇമ്മ്യൂണോ സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യുന്ന ഡ്രഗ് ആയതുകൊണ്ട്, ഒരു അസുഖമായതുകൊണ്ട് തന്നെ ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇമ്മ്യൂണോ തെറാപ്പി ഏജൻസ് ആൻഡ് ലാസ്റ്റ് തൈമക്ടമി. തൈമസ് ഗ്ലാൻഡിനെ സർജിക്കലി റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് തൈമക്ടമി. ഇതാണ് ലാസ്റ്റ് ഓപ്ഷൻ. ഏത് അസുഖത്തിന്? മയസ്തീനിയ ഗ്രാവിസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ചോദ്യം എന്തായിരുന്നു? ഡയഗ്നോസ്റ്റിക് ഏജന്റ് യൂസ്ഡ് ഫോർ മയസ്തീനിയ ഗ്രാവിസ് ആയിരുന്നു. ഉത്തരം എന്താണ്? എഡ്രോഫോണിയം. എന്താണ് ആ ടെസ്റ്റിന്റെ പേര്? എഡ്രോഫോണിയം ക്ലോറൈഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ടെൻസിലോൺ ടെസ്റ്റ് എന്നും അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, ദ മോസ്റ്റ് പൊട്ടന്റ് മിഡ്രിയാറ്റിക് ഏജന്റ് വിത്ത് ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. ഇതെല്ലാം മിഡ്രിയാറ്റിക് ഏജൻസ് ആണ്, എന്നാൽ ഇതിൽ ഏറ്റവും ലോങ്സ്റ്റ് ഡ്യൂറേഷൻ ഇതിൽ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ: ഹോമട്രോപ്പിൻ, ട്രോപ്പിക്കാമൈഡ്, അട്രോപ്പിൻ, സൈക്ലോപെൻഡലോയിറ്റ്. നമ്മൾ മുമ്പേ മിഡ്രിയാറ്റിക്സ് ഡ്രഗ്സിന്റെ ആന്റികോളർജിക്സിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കിയായിരുന്നു അല്ലേ? അപ്പൊ അതിൽ ഇത് എന്തിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്? ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ബേസ് ചെയ്തിട്ട് ഏറ്റവും ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്തിനാണ്? അട്രോപ്പിനാണ്. ഓപ്ഷൻ സി ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സെക്കൻഡ് ജനറേഷൻ ആന്റിഹിസ്റ്റമിൻ? വീണ്ടും ക്ലാസിഫിക്കേഷൻ ഉള്ളൊരു ക്വസ്റ്റൻ ആണ്. ആന്റിഹിസ്റ്റമിൻസിനെ ഫസ്റ്റ് ജനറേഷൻ എന്നും സെക്കൻഡ് ജനറേഷൻ എന്നും പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ജനറേഷനിൽ തന്നെ ഹൈലി സെഡേറ്റീവ്, മോഡറേറ്റ്ലി സെഡേറ്റീവ്, മൈൽഡ് സെഡേറ്റീവ് എന്നും പറഞ്ഞ് വീണ്ടും സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇവിടെ ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ എന്നുള്ള ചോദ്യമാണ്. അതായത് സെക്കൻഡ് ജനറേഷൻ ആന്റിഹിസ്റ്റമിനിൽ പെടാത്തൊരു ഡ്രഗ് ഇതിലുണ്ട്. ഓപ്ഷൻസ് നോക്കാം: ആസെറ്റമിസോള്, ബി പ്രൊമെത്താസിന്, സി സിട്രസിന്, ഡി ലോറാറ്റിഡിന്. സിട്രസിൻ, ലോറാറ്റിഡിൻ, അസെറ്റമിസോൾ എല്ലാം സെക്കൻഡ് ജനറേഷൻ ആണ്. പ്രൊമെത്താസിൻ ആണ് എന്തിൽ പെടാത്തത്? സെക്കൻഡ് ജനറേഷൻ കാറ്റഗറി പെടാത്തത്. അത് ഫസ്റ്റ് ജനറേഷൻ ആന്റിഹിസ്റ്റമിനിൽ വരുന്നതാണ്. നമുക്കിതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ മനസ്സിലാകും. കണ്ടോ, ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷനിലെ ഫസ്റ്റ് ഡ്രഗായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് ഏതാണ്? പ്രൊമെത്താസിൻ ആണ്. അത് സെക്കൻഡ് ജനറേഷനിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി വരും. പ്രൊമെത്താസിൻ കൂടാതുള്ള മറ്റ് ഫസ്റ്റ് ജനറേഷൻ ഡ്രഗ് നോക്കിയാൽ ഹൈഡ്രോക്സിസിൻ, ഡൈഫെൻഹൈഡ്രമിൻ, ഡൈമെൻഹൈഡ്രമിൻ, ഫെനിറാമിൻ, സിനറസിൻ, മെക്ലിസിൻ, സിപ്രോഹെപ്റ്റഡിൻ, ക്ലോർഫെനിറാമിൻ, ഡെക്സ്ക്ലോറോഫെനിറാമിൻ, ക്ലമാസ്റ്റിൻ, ട്രൈപ്രോലിഡിൻ. ഇതൊക്കെയാണ് മറ്റ് ഫസ്റ്റ് ജനറേഷൻ ആന്റിഹിസ്റ്റമിൻ. കണ്ടോ, അതിൽ തന്നെ വീണ്ടും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഹൈലി സെഡേറ്റീവ് എന്നും, മോഡറേറ്റ്ലി സെഡേറ്റീവ് എന്നും, മൈൽഡ് സെഡേറ്റീവ് എന്നും പറഞ്ഞു. ഇവിടെ സെക്കൻഡ് ജനറേഷനിൽ വരുന്നതാണ് സിട്രസിൻ, ലീവോസിട്രസിൻ, ലോറാറ്റിഡിൻ, ഫെക്സോഫെനാഡിൻ, ഡെസ്ലോറാറ്റിഡിൻ പോലുള്ള ഡ്രഗുകളെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ, കാർഡിയാക് ഗ്ലൈക്കോസൈഡ് കോമൺലി ഗിവൺ ബൈ പാരന്റൽ റൂട്ട് ഇൻ എമർജൻസി സിറ്റുവേഷനിലാണ് നമ്മൾ പാരന്റൽ റൂട്ടിൽ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന കാർഡിയാക് ഗ്ലൈക്കോസൈഡ് ഇതിൽ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ: ഔവേബെയിൻ, ഡിജിറ്റോക്സിൻ, ഡിജോക്സിൻ ആൻഡ് മിൽറിനോൺ. ഏതാണ്? ഔവേബെയിൻ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ വരും. അടുത്ത ചോദ്യം, ആൻജിയോടെൻസിൻ റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് യൂസ്ഡ് ഇൻ ഹൈപ്പർ ടെൻഷൻ. വീണ്ടും ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്നുള്ളൊരു ചോദ്യമാണ്. ആൻജിയോടെൻസിൻ റിസപ്റ്ററിനെ ആന്റഗോണൈസ് ചെയ്ത് ആക്ട് ചെയ്യുന്ന ഡ്രഗ് ഏത്? ക്യാപ്റ്റോപ്രിൽ, ഇനലാപ്രിൽ, ലൊസാർട്ടൻ ആൻഡ് നിഫിഡിപ്പിൻ. ഇതിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ക്യാപ്റ്റോപ്രിലും ഇനലാപ്രിലും എന്തായാലും ഒരേ കാറ്റഗറി വരുന്ന ഡ്രഗാണ്. ഇത് രണ്ടും ACE ഇൻഹിബിറ്റേഴ്സ് ആണ്. അപ്പോൾ അതെന്തായാലും വരത്തില്ല. നിഫിഡിപ്പിൻ എന്ന് പറയുന്നത് കാൽഷ്യം ചാനൽ ബ്ലോക്കറുമാണ്. അപ്പോൾ ആ കാറ്റഗറിയിലല്ല. അപ്പോൾ ഏതാണ്? ആൻജിയോടെൻസിൻ റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ഏതാണ്? ലൊസാർട്ടൻ ആണ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ACE ഇൻഹിബിറ്റേഴ്സും ARB എന്ന് പറഞ്ഞാൽ ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ്. ഓക്കെ, ഡ്രഗ്സ് നോക്കിയാൽ റാമിപ്പിൽ, റിലിസിനോപ്രിൽ, ഇനലാപ്രിൽ. ഇനി ഇതിലൊരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക, ഈ ACE ഇൻഹിബിറ്റേഴ്സിലെ എല്ലാ ഡ്രഗ്സും പ്രോ ഡ്രഗ്സ് ആണ് എക്സെപ്റ്റ് ക്യാപ്റ്റോപ്രിൽ ആൻഡ് ലിസിനോപ്രിൽ. ഇത് ചോദിച്ചിട്ടുള്ളതാണ്.
ARBസിന് എക്സാമ്പിൾ ടെൽമിസാർട്ടാൻ, ഒൽമിസാർട്ടാൻ, വാൽസാർട്ടാൻ, ലൊസാർട്ടാൻ പോലുള്ള ഡ്രഗ്സുകളാണ്. ഇത് രണ്ടിൻ്റെയും യൂസ് സെയിം തന്നെയാണ്. പ്രിവെന്റ് കാർഡിയാക് റീമോഡലിംഗ്, അതും പ്രിവെന്റ് കാർഡിയാക് റീമോഡലിംഗ്. രണ്ടും ഹൈപ്പർ ടെൻഷനിലും ഹാർട്ട് ഫെയിലിയറിലും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ACE ഇൻഹിബിറ്റേഴ്സ് പ്രിവെൻസ് ദ BK എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ബ്രാഡികൈനിനാണ്. ബ്രാഡികൈനിൻ ബ്രേക്ക് ഡൗൺ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ARBസിന് ആ ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രാഡികൈനിൻ അസോസിയേറ്റഡ് ഒരു ആക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ACE ഇൻഹിബിറ്റേഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റ് ആണ് ഡ്രൈ കഫ്. എന്നാൽ ARBസ് അങ്ങനെ ഒരു പ്രശ്നമില്ല. രണ്ടും ഹൈപ്പർ കലീമിയ ഉണ്ടാക്കുന്നുണ്ട്. രണ്ടും എന്താണ്? പ്രഗ്നൻസിയിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഫീറ്റോടോക്സിസിറ്റി ആണ്, അതായത് ഹൈപ്പോപ്ലാസി ഓഫ് ഓർഗൻ. ഇതും എന്താണ്? ഫീറ്റോടോക്സിക് ആണ്, അല്ലെങ്കിൽ ടെറാട്ടോജനിക് ഡ്രഗ് ആണ്. ഹൈപ്പർ ടെൻഷൻ ഉള്ള പ്രഗ്നൻസിയിൽ ഹൈപ്പർ ടെൻഷൻ വന്നാൽ ഈ രണ്ട് മരുന്നുകളും കൊടുക്കില്ല. രണ്ടും എന്താണ്? ടെറാട്ടോജനിക് ആണ്. കാരണം രണ്ടും ഹൈപ്പോപ്ലാസി ഓഫ് ഓർഗൻസ് ഉണ്ടാക്കും. ഇതിന്റെ പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റ് ഡ്രൈ കഫ് ആണ്. അത് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ്? ബ്രാഡികൈനിന്റെ ബ്രേക്ക് ഡൗണുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ്. ഇവിടെ അങ്ങനെ ബ്രാഡികൈനിൻ മെറ്റാബോളിസം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡ്രൈ കഫ് ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നില്ല. പിന്നെ ആൻജിയോ എഡിമ, സ്കിൻ റാഷും അത് എന്തായാലും രണ്ടിടത്തും വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻസുലിൻ ഈസ് യൂഷ്വലി ഗിവൺ ടു ഡയബറ്റിക് പേഷ്യന്റ് ബൈ വിച്ച് റൂട്ട്? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് ഇൻസുലിൻ ഏത് റൂട്ടിലൂടെയാണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതാണ് ചോദ്യം. ഓറൽ, ഇൻട്രാവീനസ്, ഇൻട്രാസ്പൈനൽ ആൻഡ് സബ്ക്യൂട്ടേനിയസ്. എന്തായാലും ഓറൽ റൂട്ടിലൂടെ നമ്മൾ എന്തായാലും എന്ത് കൊടുക്കില്ല? ഇൻസുലിൻ കൊടുക്കില്ല. സബ്ക്യൂട്ടേനിയസ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ടൈഫോയിഡ് ഫീവർ ഈസ്? ഓരോ ഡ്രഗും ഓരോ അസുഖവും അതിന്റെ ഡ്രഗ് ഓഫ് ചോയ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ടൈഫോയിഡ് ഫീവറിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. എർത്രോമൈസിൻ, അമോക്സിലിൻ, ക്ലോറാംഫെനിക്കോൾ ആൻഡ് നാഫിസിലിൻ. ഏതാണ്? ക്ലോറാംഫെനിക്കോൾ ആണ് ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ടൈഫോയിഡ് ഫീവർ. കുറച്ച് പ്രധാനപ്പെട്ട ഡിസീസും അതിന്റെ ഡ്രഗ് ഓഫ് ചോയ്സും കൂടെ നമുക്കൊന്ന് നോക്കാം. ടെറ്റനസ് ആണെങ്കിൽ മെട്രാനിഡസോൾ ആണ് അതിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ്. ടെട്രാസൈക്ലിൻ ആണ് കോളറയുടെ ഡ്രഗ് ഓഫ് ചോയ്സ്. എൻഡറിക് ഫീവർ സെഫ്ട്രിയാക്സോൺ ആണ് ഡ്രഗ് ഓഫ് ചോയ്സ്. കാല അസർ എന്നറിയപ്പെടുന്ന അസുഖത്തിന് സോഡിയം സ്റ്റിബോ ഗ്ലൂക്കോണേറ്റ് ആണ് ഡ്രഗ് ഓഫ് ചോയ്സ്. ഹൈപ്പർ ടെൻഷൻ ഇൻ പ്രഗ്നൻസി ഏതാണ് യൂസ് ചെയ്യുന്നത്? ആൽഫ മീഥൈൽ ഡോപ്പയാണ്. ഒരുപാട് ഇതേപോലെ അസുഖങ്ങളും അതിന് ഡ്രഗ് ഓഫ് ചോയ്സും ഉണ്ട്. ഇതൊക്കെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതിൽ നിന്നാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ ലൈസൻസ് ഫോർ ദ ഹോൾസെയിൽ ഓഫ് ഡ്രഗ്സ് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ എക്സ് ഈസ് ഇഷ്യൂഡ് ഇൻ? ജൂറിസ്പ്രുഡൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഷെഡ്യൂൾ എക്സിൽ പറഞ്ഞിരിക്കുന്ന ഡ്രഗുകൾ, നാർക്കോട്ടിക് ഡ്രഗ്സ് ആണല്ലോ ഷെഡ്യൂൾ എക്സ് എന്ന് പറയുന്നത്. അപ്പം അതിൽ പറഞ്ഞിരിക്കുന്ന ഡ്രഗ് ഹോൾസെയിലായിട്ട് നമുക്ക് വിൽക്കാനായിട്ട് നമുക്ക് ഏത് ലൈസൻസിലാണ് കിട്ടുന്നതെന്നാണ് ചോദ്യം. ഫോം 20A, 20B, 20F ആൻഡ് 20G. ഈ ഇതിൻ്റെ ആൻസർ 20G ആണ്. ഈ അതർ ദാൻ C1 ആൻഡ് എക്സ്, പിന്നെ C1, പിന്നെ എക്സ്, ഇതിലെല്ലാം വരുന്ന ഡ്രഗ്സ് നമ്മൾ റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും നമുക്ക് തുടങ്ങുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫോം നമ്പർ, അതേപോലെ നമുക്ക് കിട്ടുന്ന ലൈസൻസിൻ്റെ ഫോം നമ്പരും ഒക്കെ പല എക്സാംസിനും ചോദിക്കാറുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരുന്നത് ഷെഡ്യൂൾ എക്സിൻ്റെ ഹോൾസെയിൽ ആയിട്ടുള്ള ലൈസൻസിൻ്റെ ഫോം നമ്പർ ആയിരുന്നു. അതിൻ്റെ ആൻസർ ഫോം 20G ആണ്. ഇതേപോലെ തന്നെ റീറ്റെയിലിൻ്റെ ഓർത്തിരിക്കണം, മറ്റ് ഷെഡ്യൂൾ സിയും C1ൻ്റെയും അതർ ദാൻ C1 ആൻഡ് എക്സും ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. Anyone who contravenes any provision of the Drug and Magic Remedy Act shall on first conviction be liable to? അതായത് ഇത് ഒഫൻസ് ആൻഡ് പെനാൽറ്റീസ് എന്നുള്ളൊരു ചോദ്യമാണ്. ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡി ആക്ട് ഏത് വർഷം വന്നതാണ്? 1954 പാസ്സാക്കിയ മാജിക് റെമഡി ആക്ടിൽ ഫസ്റ്റ് കൺവെൻഷൻ, ആദ്യത്തെ കുറ്റം അതിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? മാജിക് റെമഡി ആക്ട് എന്താ പറയുന്നത്? അതായത് ഷെഡ്യൂൾ ജയിൽ പറഞ്ഞിരിക്കുന്ന കുറേ ഡിസീസ് ഉണ്ട്, അതിനെല്ലാം പ്യുവർ ആയിട്ടുള്ള ക്യൂർ ഉണ്ടാക്കാം എന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് പാടില്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പം ആ ഒരു നിയമം തെറ്റിച്ചാൽ ഉണ്ടാകാവുന്ന പെനാൽറ്റി എന്താണ് ചോദ്യം. ഓപ്ഷൻ 1 month ഓഫ് ഇംപ്രസ്മെന്റ് ഓർ ഫൈൻ ഓർ ബോത്ത്. ഓപ്ഷൻ ബി 3 month ഓഫ് ഇംപ്രസ്മെന്റ് ഓർ ഫൈൻ ഓർ ബോത്ത്. ഓപ്ഷൻ സി 6 month ഓഫ് ഇംപ്രസ്മെന്റ് ഓർ ഫൈൻ ഓർ ബോത്ത്. ഓപ്ഷൻ ഡി 1 year ഓഫ് ഇംപ്രസ്മെന്റ് ഓർ ഫൈൻ ഓർ ബോത്ത്. ഫസ്റ്റ് കൺവെൻഷൻ ആണെങ്കിൽ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്. ഒന്നെങ്കിൽ 6 മാസം തടവ്, അല്ലെങ്കിൽ ഫൈൻ, അല്ലെങ്കിൽ രണ്ടും. ഇനി
സെക്കൻഡ് കൺവെൻഷൻ ആണെങ്കിൽ രണ്ടാമത് നമ്മൾ ഈ തെറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാകുക? 1 വർഷത്തെ തടവും ഫൈനും അല്ലെങ്കിൽ രണ്ടും. ഓക്കെ, ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? ഫസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ആൻസർ എന്ത് വരും? 6 months വരും. അല്ല, സെക്കൻഡ് കൺവെൻഷൻ ആണെങ്കിൽ എന്ത് വരും? 1 year ഓഫ് ഇംപ്രസ്മെന്റും ഫൈൻ അല്ലെങ്കിൽ ബോത്ത്. അടുത്ത ചോദ്യം വീണ്ടും ഒഫൻസ് ആൻഡ് പെനാൽറ്റീസ് എന്നാണ്. ഒഫൻസസ് കമ്മിറ്റഡ് അണ്ടർ NDPS ആക്ട്. എന്താ NDPS ആക്ട്? നാർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം വർഷവും അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് 1985. ഷാൾ ബി ട്രൈബിൾ ബൈ ദ സ്പെഷ്യൽ കോർട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ ദ ആക്ട് വെർ ദ പണിഷ്മെന്റ് ഈസ്. എത്ര വർഷം വരെ തടവ് കിട്ടാവുന്ന ഇതായിരിക്കും നമുക്ക് അനുഭവിക്കേണ്ടി വരിക? മോർ ദാൻ 5 years, മോർ ദാൻ 3 years, മോർ ദാൻ 2 years ആൻഡ് മോർ ദാൻ 1 year. മോർ ദാൻ 3 years ആയിരിക്കും ഇതിന്റെ പണിഷ്മെന്റ് എന്ന് പറയുന്നത്. NDPS ആക്ടിൽ ഉണ്ടാകുന്ന NDPS ആക്ടിലെ ഒഫൻസ് കമ്മിറ്റ് ചെയ്താൽ സ്പെഷ്യൽ കോർട്ട് പ്രകാരമുള്ള പണിഷ്മെന്റ് എന്തായിരിക്കും? മോർ ദാൻ 3 years ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം ഇതും ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ആർ ടെസ്റ്റഡ് അറ്റ്. ഓപ്ഷൻസ് നോക്കിയാൽ സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കസൗളി, സെൻട്രൽ ഡ്രഗ് ടെസ്റ്റിംഗ് ലബോറട്ടറി താന മുംബൈ, സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി കൽക്കട്ട, ഇന്ത്യൻ ഫാർമക്കോപ്പിയ ലബോറട്ടറി ഗാസിയാബാദ്. ഇതിൽ ഇൻട്രാ യൂട്രൈൻ ഡിവൈസുകൾ ഉണ്ടല്ലോ, അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണ് ചെയ്യുന്നത്? സെൻട്രൽ ഡ്രഗ് ടെസ്റ്റിംഗ് ലബോറട്ടറി താനയിലാണ് ഇത് ചെയ്യുന്നത്. ഇനി സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കസൗളിയിലാണ് വാക്സിൻസ്, സെറ, ടോക്സോയിഡ്സ്, ബാക്ടീരിയോഫേജസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നത് സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കസൗളിയിലാണ്. ഇനി ഇതേ പറഞ്ഞ തന്നെ സിറ, വാക്സിൻസ്, ടോക്സോയിഡ്സ്, ബാക്ടീരിയോഫേജസ് ഫോർ വെറ്റിനറി പർപ്പസ് ആണെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇസാത്ത് നഗറിലാണ്. ഓക്കെ, ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? ഇൻട്രാ യൂട്രൈൻ ഡിവൈസുകൾ ടെസ്റ്റ് ചെയ്യുന്ന എവിടെയാണ്? സെൻട്രൽ ഡ്രഗ് ടെസ്റ്റിംഗ് ലബോറട്ടറി താനയിലാണ്. ഞാൻ പറഞ്ഞത് തന്നെയാണ്. സിറ, വാക്സിൻസ്, ടോക്സിൻസ്, ആന്റിജൻസ്, ആന്റിടോക്സിൻസ്, സർജിക്കൽ ലിഗേച്ചേഴ്സ് ഇവയെല്ലാം ടെസ്റ്റ് ചെയ്യുന്നത് സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കസൗളി. ഇനി ഇതെല്ലാം വെറ്റിനറി പർപ്പസ് ആണെങ്കിൽ എവിടെ ടെസ്റ്റ് ചെയ്യും? ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇസാത്ത് നഗറിൽ. പിന്നെ കോണ്ടംസ് ടെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ ഫാർമക്കോപ്പിയ ലബോറട്ടറി ഗാസിയാബാദിലുമാണ്. അടുത്ത ചോദ്യം, ലോൺ ലൈസൻസ് is issued under the Drug and Cosmetic Act for the manufacture of drug other than those specified in. ഈ ലോൺ ലൈസൻസ് കൊടുക്കുന്നത് ഫോർ ദി മാനുഫാക്ചർ ഓഫ് ഡ്രഗ് അതർ ദാൻ ദോസ് സ്പെസിഫൈഡ് ഇൻ ഏതാണെന്നാണ് ചോദ്യം. ഏതിനാണ് കൊടുക്കാത്തത്? ഷെഡ്യൂൾ സി, ഷെഡ്യൂൾ C1, ഷെഡ്യൂൾ എക്സ് ആൻഡ് ഓൾ ഓഫ് ദി എബോവ്. ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന മൂന്നിനും, അതായത് ഷെഡ്യൂൾ സിക്കും C1നും എക്സിനും ഒഴികെ ഉള്ളതിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ലോൺ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ എന്താണ് ഈ ലോൺ ലൈസൻസ് എന്നുള്ളത് നോക്കാം. ലോൺ ലൈസൻസ് എന്താണെന്ന് ആദ്യം നോക്കാം. അതായത് ലൈസൻസ് ഷാൾ ബി ഒബ്റ്റെയിൻഡ് ബൈ ദ പേഴ്സൺ ഹു ഡു നോട്ട് ഹാവ് ദെയർ ഓൺ ലാൻഡ് ഫോർ മാനുഫാക്ചറിങ് ഓഫ് ഡ്രഗ്സ്. അതായത് സ്വന്തമായിട്ടൊരു ലാൻഡ് മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരു പ്രോസസ്സിംഗ് യൂണിറ്റോ അല്ലെങ്കിൽ യൂണിറ്റോ അയാൾക്ക് ഉണ്ടാവത്തില്ല. പക്ഷേ ആൾക്ക് അങ്ങനെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും വെച്ചാൽ വേറൊരാളുടെ, അതായത് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റും അതിൻ്റെ ലൈസൻസും ഒക്കെ ഉള്ള ആളുടെ ഇത് ലോൺ ലൈസൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു പരിപാടിക്കാണ് ഈ ലോൺ ലൈസൻസ് എന്ന് പറയുന്നത്. പക്ഷേ അത് ഷെഡ്യൂൾ സി, C1 ആൻഡ് എക്സ് കാറ്റഗറി പെടുന്ന ഡ്രഗിന് വേണ്ടിയിട്ട് നമ്മൾ ലോൺ ലൈസൻസ് എന്ത് ചെയ്യാറില്ല? ഇഷ്യൂ ചെയ്യാറില്ല. അതായിരുന്നു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രഗ് ഇൻസ്പെക്ടർ ഷുഡ് ഇൻറ്റിമേറ്റ് ദ പർപ്പസ് ഓഫ് ടേക്കിംഗ് ദ ഡ്രഗ് സാമ്പിൾ ടു ദ പേഴ്സൺ കൺസേൺഡ് ഇൻ. ഡ്രഗ് ഇൻസ്പെക്ടേഴ്സിന്റെ ഡ്യൂട്ടി എന്താണ്? അതായത് എന്തെങ്കിലും ഡ്രഗ് സ്റ്റോറിൽ വന്നിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അവർക്കൊരു ഇത് തോന്നിക്കഴിഞ്ഞാൽ അവർ അത് ഇവിടുന്ന് സാമ്പിൾ കളക്ട് ചെയ്തുകൊണ്ട് പോകും അല്ലേ? അപ്പം സാമ്പിൾ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നത് ഏത് ഫോം നമ്പറിലാണെന്നാണ് ചോദ്യം. ഫോം 15, 16, 17 ആൻഡ് 18. ഫോം 70 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇതോടനുബന്ധിച്ച് വേറൊരു ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. ഡ്രഗ് ഇൻസ്പെക്ടർ അപ്പോയിന്റ് ചെയ്യുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണെന്ന്. അത് സെക്ഷൻ 21 ആണ്. ഓക്കെ, അതും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? ടെസ്റ്റിങ്ങിന് വേണ്ടി എടുത്തുകൊണ്ട് പോകുമ്പം അത് ഏത് ഫോം നമ്പറിലാണെന്നുള്ളതായിരുന്നു. അത് ഫോം നമ്പർ 70 ആണ്. ഡ്രഗ് സാമ്പിൾസ് ടേക്ക് ചെയ്യുന്നത്. ഓക്കെ, ഫോം നമ്പർ 70. അടുത്ത ചോദ്യം, ഫസ്റ്റ് സെൻട്രൽ കൗൺസിൽ വാസ് കോൺസ്റ്റിറ്റ്യൂട്ട് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഇൻ. അതായത് നമ്മുടെ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ആദ്യമായിട്ട് രൂപീകരിച്ച വർഷമാണ് ചോദ്യം. 1947, 1948, 1949 ആൻഡ് 1950. ഏതാണ്?
1949 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. 1948 എന്താ വന്നത്? ഫാർമസി ആക്ട് ആണ് നിലവിൽ വന്നത്. ഓക്കെ, ഈ വർഷങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന സെൻട്രൽ കൗൺസിൽ അല്ലെങ്കിൽ പി സി എ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷമാണ്, അത് 1949 ആണ്. പ്രധാനപ്പെട്ട കുറച്ച് വർഷങ്ങൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. 1970 ഇന്ത്യൻ പേറ്റന്റ് ആക്ട് നിലവിൽ വന്നത്. പോയിസൺ ആക്ട് വന്നത് 1919, ഫാർമസി ആക്ട് വന്നത് 1948, ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് വന്നത് 1940. ഇനി 45 എന്ത് വന്നു? ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂൾ വന്നു. 1930 ഡേഞ്ചറസ് ഡ്രഗ് ആക്ട്, ഒപ്പിയം ആക്ട് 1857, ഡ്രഗ് ആൻഡ് മാജിക് റെമഡി ആക്ട് 1954. നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു അതിന്റെ ഫസ്റ്റ് കൺവിക്ഷൻ ആയിരിക്കും പെനാൽറ്റി കിട്ടുക എന്നുള്ളത്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971. 1970 എന്തുണ്ട്? പേറ്റന്റ് ആക്ട് ഉണ്ട്. പിന്നെ ഫാർമക്കോപ്പിയുടെ എഡീഷൻസ് വന്നത്, ഫസ്റ്റ് എഡീഷൻ വന്നത് 1955, പിന്നീട് സെക്കൻഡ് എഡീഷൻ 66, തേർഡ് 85, ഫോർത്ത് 1996, 2010, 2007, 10, 14, ഫിഫ്ത്ത്, സിക്സ്ത് ആൻഡ് സെവൻത് എഡീഷൻ. ഈ ഓരോ ഫാർമക്കോപ്പിയുടെ എഡീഷന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്റ്റും റൂളും ചോദിച്ചിട്ടുള്ളതാണ്. ഫാർമസി ആക്ട് ചോദിച്ചിട്ടുള്ളതാണ്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ടും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫാർമസി കൗൺസിൽ രൂപീകരിച്ചത് ഏത് വർഷമാണ്? 1949. അടുത്ത ചോദ്യം, The narcotic drugs and psychotropic substance order came into force in. പ്രത്യേകം ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഓർഡർ ആണ് ചോദ്യം, ആക്ട് അല്ല. ആക്ട് ആണ് ചോദിച്ചിരുന്നെങ്കിൽ എന്ത് വന്നേനെ? 1985 വന്നേനെ. കണ്ടോ, തെറ്റിക്കാനായിട്ട് ഇവിടെ 1985 ഉണ്ട് ഓപ്ഷനിൽ. പക്ഷെ ഇതിന്റെ കറക്റ്റ് ആൻസർ 1993 ആണ്. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, if a drug contains any harmful or toxic substance which may render it injurious to health is called. ഒരു മരുന്നിൽ അതിലെ കണ്ടന്റ് എടുത്ത് നോക്കിയാൽ നമ്മുടെ ബോഡിക്ക്, നമ്മുടെ ഹെൽത്തിന് ഇഞ്ചൂറിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് അതിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ളൊരു കണ്ടന്റ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡ്രഗിനെ നമ്മൾ എന്ത് വിളിക്കും? അഡൾട്രേറ്റഡ് ഡ്രഗ്, സ്പ്യൂറിയസ് ഡ്രഗ്, മിസ്ബ്രാൻഡഡ് ഡ്രഗ്, നോട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഡ്രഗ്. ഇതിനെ നമ്മൾ അഡൾട്ടേർഡ് ഡ്രഗ് എന്നാണ് അറിയപ്പെടുന്നത്. That is any harmful substance that is present in that drug that may cause injurious to your health. ഇത് കൂടാതെ അഡൾട്ടേറ്റഡ് ഡ്രഗിന് മറ്റു കുറച്ച് ഡെഫിനേഷൻസും കൂടെ ഉണ്ട്. കണ്ടോ, if it consists in whole or in part, ഒന്നെങ്കിൽ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം മൊത്തം ഫിൽത്തി, പുട്ടഡ് ഓർ ഡീകമ്പോസ്ഡ് സബ്സ്റ്റൻസ് ആണെങ്കിൽ അപ്പോഴും അഡൾട്ടേർഡ് ഡ്രഗ് തന്നെ വിളിക്കും. പിന്നെ if it has been prepared, പാക്ക്ഡ് ഓർ സ്റ്റോർഡ് അണ്ടർ ഇൻസാനിറ്ററി കണ്ടീഷൻ, ഈ ഒരു മരുന്ന് ഉണ്ടാക്കിയതും അതിൻ്റെ പാക്കിംഗ് നടന്നതും ഈവൻ സ്റ്റോർ ചെയ്യുന്നത് പോലും ഇൻസാനിറ്ററി കണ്ടീഷൻസിലാണ്. അതുവഴി ആ ഒരു ഫുൾ ഡ്രഗും എന്തായി? കണ്ടാമിനേറ്റഡ് ആയി. അതുവഴി നമ്മുടെ ഹെൽത്തിന് അത് എന്താവുന്നു? ഇഞ്ചൂറിയസ് ആകുന്നു. അപ്പോൾ നമ്മൾ അതിനെ വിളിക്കും? അഡൾട്ടേർഡ് ഡ്രഗ് എന്ന് വിളിക്കും. ഇഫ് ഇറ്റ് കണ്ടെയ്നർ ഈസ് കമ്പോസ്ഡ് ഇൻ ഹോൾ ഓർ ഇൻ പാർട്ട് ഓഫ് എനി പോയിസണസ് ഓർ ഡെലിറ്റേറിയസ് സബ്സ്റ്റൻസ്. ഇനി ഇത് പാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച കണ്ടെയ്നറിനകത്തും ഇതേപോലെ എന്തെങ്കിലും പോയിസണസ് അല്ലെങ്കിൽ ഡെലിറ്റേറിയസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ട്, അത് നമ്മുടെ ബോഡിക്ക് ഇഞ്ചൂറിയസ് ആണെങ്കിൽ അതും എന്താണ്? അഡൾട്ടേർഡ് ഡ്രഗിന്റെ കാറ്റഗറിയിൽ പെടും. ഓക്കെ, അടുത്ത ചോദ്യം, The number of nominated members to the State Pharmacy Council are. നമ്മൾ ഫാർമസി കൗൺസിൽ രണ്ടെണ്ണം ഉണ്ട്. സ്റ്റേറ്റ് ഫാർമസി കൗൺസിലും ഉണ്ട്, സെൻട്രൽ ഫാർമസി കൗൺസിൽ അഥവാ ഫാർമസി കൗൺസിലും ഉണ്ട്. അതിൽ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ നോമിനേറ്റഡ് മെമ്പറുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. അതായത് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ എടുക്കുകയാണെങ്കിൽ അതിൽ എലക്റ്റഡ് മെമ്പർ ഉണ്ട്, നോമിനേറ്റഡ് മെമ്പർ ഉണ്ട്, എക്സ് ഒഫീഷ്യോ മെമ്പർ ഉണ്ട്. നോമിനേറ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 5 പേരാണ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇതാ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ എലക്റ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 + 1 7 ആണ്. ഇനി നോമിനേറ്റ് മെമ്പേഴ്സ് എത്രയുണ്ട്? 5 ആണ്. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എത്ര പേരുണ്ട്? 3 പേരുണ്ട്. ചോദ്യം ഏതായിരുന്നു? നോമിനേറ്റഡ് മെമ്പേഴ്സ് ആയിരുന്നു. ആൻസർ എത്ര വരും? 5 ആണ്. അടുത്ത ചോദ്യം, ഇൻവെന്ററീസ് മൂവിംഗ് temporarily because of the seasonal productions are called. Option obsolete items, B surplus item, C dormant items and D scrap items.
അതായത് സർപ്ലസ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അധികമായിട്ട് വരുന്നതിനെയാണ് നമ്മൾ സർപ്ലസ് ഐറ്റംസ് എന്ന് പറയുന്നത് അല്ലേ. സ്ക്രാപ്പ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് എന്തെങ്കിലും ഇതായിപ്പോയി, ഡാമേജ് ആയിപ്പോയി, അല്ലെങ്കിൽ അത് മൊത്തം കേടായിപ്പോയി, അങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ എന്തിൽ വരും? സ്ക്രാപ്പ്. അല്ലെങ്കിൽ ഇപ്പോൾ ടാബ്ലറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്തൊക്കെ കുറേ വേസ്റ്റ് നമുക്ക് ഉണ്ടാകാറുണ്ട്, കുറേ ഗ്രാനുൾസ് ആയിട്ടും പൗഡർ ആയിട്ടൊക്കെ കുറേ സാധനങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? മാറാറുണ്ട്. അതൊക്കെ സ്ക്രാപ്പ് ഐറ്റംസിൽ വരും. അപ്പം അതൊന്നുമല്ല ഇവിടെ ചോദിച്ചിരിക്കുന്ന ഇൻവെന്ററീസ് മൂവിങ് ടെമ്പറലി ബിക്കോസ് ഓഫ് സീസണൽ പ്രൊഡക്ഷൻ ആണ്. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, ഡോർമെന്റ് ഐറ്റംസ് വരും. ഒബ്സലീറ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ടെക്നോളജി മാറിയത് കൊണ്ടോ അല്ലെങ്കിൽ പുതിയ അഡ്വാൻസ്ഡ് വേർഷൻ വന്നതുകൊണ്ടോ ഇപ്പൊ ആ സാധനത്തിന് എന്തില്ല, ഉപയോഗം ഇല്ലാണ്ടായിപ്പോയി. അതാണ് എന്ത്? ഒബ്സലീറ്റ് ഐറ്റംസ് എന്ന് പറയുന്നത്. സർപ്ലസും സ്ക്രാപ്പും എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. Question number 72. A modern drugstore should fulfill all minimum requirements as specified in Dash of Drug and Cosmetic Act 1940 and Rule 1945. Options: Schedule M, Schedule N, Option C Schedule P and Option D Schedule S. M എന്ന് പറയുന്നത് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഷെഡ്യൂൾ പി എന്താ പറയുന്നത്? ലൈഫ് പീരീഡ് ഓഫ് എ ഡ്രഗ്സ് ആണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഷെഡ്യൂൾ എം ആൻഡ് പി വരത്തില്ല. എന്നിലാണ് മിനിമം റിക്വയർമെന്റ്സ് നീഡഡ് ഫോർ എ ഫാർമസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഷെഡ്യൂൾ എൻ ആണ്. നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഷെഡ്യൂളുകളും അതിൽ പറഞ്ഞ കാര്യങ്ങളും നോക്കാം. ഷെഡ്യൂൾ എഫ് ചോദിച്ചിട്ടുള്ളതാണ്. ഒഫ്താൽമിക് പ്രൊഡക്ട്സിന് ആവശ്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സും റെഗുലേഷൻസ് ഒക്കെയാണ് ഷെഡ്യൂൾ എഫിൽ പറയുന്നത്, ചോദിച്ചിട്ടുള്ളതാണ്. ഷെഡ്യൂൾ കെ contains various substance and drugs and their corresponding regulations. M ഇപ്പൊ നമ്മൾ പറഞ്ഞു ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ്. N contains various regulations and requirements for a pharmacy. അതായിരുന്നു ചോദ്യം. ഓയിലാണ് ഡിസിൻഫെക്റ്റന്റ് ഫ്ലൂയിഡ്സിന്റെ റെഗുലേഷൻസ് ആൻഡ് റിക്വയർമെന്റ്സ് പറയുന്നത്. പി ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്? ലൈഫ് പീരീഡ് ഓഫ് എ ഡ്രഗ്സ്. ഇനി പിയിൽ തന്നെ സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, P1 ഉണ്ട്, അതാണ് പാക്ക് സൈസ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ചോദ്യം, വൺ among the following is not a source of secondary data for market research. മാർക്കറ്റ് റിസർച്ച് ചെയ്യുമ്പം ഇതിലെ ഏതോ ഒരെണ്ണം സെക്കൻഡറിയിൽ ഡേറ്റ പെടാത്തതുണ്ട്. ഓപ്ഷൻ: സെയിൽസ് ടേൺ ഓവർ, ആനുവൽ റിപ്പോർട്ട്, ട്രേഡ് ജേർണൽ, മാർക്കറ്റ് റിസർച്ച്. ഈ സെയിൽസ് ടേൺ ഓവർ എന്ന് പറയുന്നത് പ്രൈമറി ഡേറ്റയിൽ വരുന്നതാണ്. അതെന്തിൽ വരുന്നതല്ല, സെക്കൻഡറി ഡേറ്റയിൽ വരുന്നതല്ല. സെക്കൻഡറി ഡേറ്റയിലാണ് ആനുവൽ റിപ്പോർട്ട്, ട്രേഡ് ജേർണൽ, മാർക്കറ്റ് റിസർച്ച് ഒക്കെ വരുന്നത്. അതായത് രണ്ട് തരത്തിലാണ് നമ്മൾ രണ്ട് മെത്തേഡ് ഉണ്ട് മാർക്കറ്റ് റിസർച്ചിന് വേണ്ടിയിട്ട്. പ്രൈമറി ഡേറ്റയും നോക്കും, സെക്കൻഡറി ഡേറ്റാസും നോക്കും. പ്രൈമറി ഡേറ്റ അല്ലെങ്കിൽ ഇന്റേണൽ സോഴ്സസ് ആണ് സെയിൽസ് ടേൺ ഓവർ, എക്സ്പെൻഡിച്ചർ, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ ഒക്കെ വരുന്നത്. സെക്കൻഡറി സോഴ്സിൽ വരുന്നതാണ് ട്രേഡ് പ്രസ്, ട്രേഡ് അസോസിയേഷൻ, പബ്ലിഷ്ഡ് സർവേ റിപ്പോർട്ട്, ഗവൺമെന്റ് ആൻഡ് ഇന്റേണൽ പബ്ലിക്കേഷൻസ് ഒക്കെ. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? സെക്കൻഡറി സോഴ്സിൽ പെടാത്തത് എന്തെന്നായിരുന്നു ചോദ്യം. വൺ among the following is not a source of secondary data. സെക്കൻഡറി ഡേറ്റയെ പെടാത്തത് സെയിൽസ് ടേൺ ഓവർ ആണ്. അത് എന്തിൽ വരുന്നതാണ്? പ്രൈമറി അല്ലെങ്കിൽ ഇന്റേണൽ സോഴ്സിൽ വരുന്നതാണ്. അടുത്ത ചോദ്യം, ദ മെത്തേഡ് ഇൻ വിച്ച് എ കോഡ് ഈസ് അസൈൻഡ് ടു സ്റ്റോർ ദ ഐറ്റംസ് ഫോർ ദ ഈസി ഐഡന്റിഫിക്കേഷൻ ഈസ്. അതായത് ഈസി ഐഡന്റിഫിക്കേഷൻ ഈസി ആകാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന ഓരോ ഒബ്ജക്റ്റിന് നമ്മളൊരു കോഡ് അസൈൻ ചെയ്യുന്നു. ആ ഒരു മെത്തേഡ് എന്ത് വിളിക്കും? ബ്ലോക്ക് മെത്തേഡ്, ന്യൂമോണിക് മെത്തേഡ്, കോമ്പിനേഷൻ മെത്തേഡ്, ആൽഫ ന്യൂമറിക് മെത്തേഡ്. അതായത് ഒരു കോഡ് വെച്ചിട്ട് നമുക്ക് സാധനങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ മെത്തേഡിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ന്യൂമോണിക് മെത്തേഡ് എന്നാണ് വിളിക്കുന്നത്. ഓപ്ഷൻ ബി വരും ഇതിന്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ഐറ്റംസ് ലൈക്ക്. അതായത് ഈ കോസ്റ്റ് രണ്ട് രീതിയിലുണ്ട്. ക്യാരിയിങ് കോസ്റ്റും ഉണ്ട്, ഓർഡറിങ് കോസ്റ്റും ഉണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്യാരിയിങ് കോസ്റ്റിൽ പെടുന്നത് ഏതെന്നാണ് ചോദ്യം അല്ലെ. ദ ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ കോസ്റ്റ് ഓഫ് ഇൻഷുറൻസ്, കോസ്റ്റ് ഓഫ് പേപ്പർ വർക്ക്, കോസ്റ്റ് ഓഫ് ടാക്സ്, കോസ്റ്റ് ഓഫ് പോസ്റ്റിംഗ്. ഓപ്ഷൻസ് നോക്കിയാൽ 1 and 2, 1 and 3, 2 and 3 and 2 and 4. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്യാരിയിങ് കോസ്റ്റ് ആണ്. ക്യാരിയിങ് കോസ്റ്റിൽ പെടുന്നതാണ് ഇൻഷുറൻസിന് വേണ്ടി നമ്മൾ മുടക്കുന്ന കാശ്, ടാക്സ് പേ ചെയ്യുന്നതൊക്കെയാണ് എന്തിൽ വരുന്നത്? ക്യാരിയിങ് കോസ്റ്റിൽ വരുന്നത്. അതേസമയം പേപ്പർ വർക്കിനുള്ള പോസ്റ്റിങ്ങിന് ചിലവാക്കുന്ന കാശൊക്കെ എന്തിലാണ് വരുന്നത്?
ഓർഡറിംഗ് കോസ്റ്റിലാണ് വരുന്നത്. ഓർഡറിംഗ് കോസ്റ്റ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? കോസ്റ്റ് ഓഫ് ഇൻഷുറൻസും കോസ്റ്റ് ഓഫ് ടാക്സ് ആണ്. 1ഉം 3ഉം ആണ്. അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്യാരിയിങ് കോസ്റ്റ് ആയിരുന്നു നമ്മളുടെ ചോദ്യം. ക്യാരിയിങ് കോസ്റ്റിനകത്ത് എന്തൊക്കെ വരും? സ്റ്റോറേജ് സ്പേസ് റെന്റൽ, നമ്മൾ സാധനം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ സ്റ്റോറേജ് സ്പേസിന് നമ്മൾ കൊടുക്കുന്ന റെന്റ്, അവിടുത്തെ ലേബർ, ഫെസിലിറ്റീസ് ഫോർ സ്റ്റോറേജ്, പിന്നെ കോസ്റ്റ് ഓഫ് ഒബ്സലൻസ് ആൻഡ് ഡാമേജ്, ഇൻഷുറൻസ്, ഇതെല്ലാം ക്യാരിയിങ് കോസ്റ്റിൽ വരും. അതേസമയം ഓർഡറിംഗ് കോസ്റ്റിനകത്താണ് പേപ്പർ വർക്കിന് വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, അതൊക്കെ എന്തിലാണ് വരുന്നത്? പോസ്റ്റൽ ചാർജ് ഒക്കെ ഓർഡറിംഗ് കോസ്റ്റിലും വരും. ക്യാരിയിങ് കോസ്റ്റിൽ വരുന്നതാണ് ഇൻഷുറൻസിന് അടയ്ക്കുന്ന കാശ്, ടാക്സ് പേയ്മെന്റ് ഒക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ക്യാപിറ്റൽ നെസസറി ടു മെയിൻറ്റെയിൻ എ മിനിമം ലെവൽ ഓഫ് സ്റ്റോക്ക് ആൻഡ് ഫോർ ദ പേയ്മെന്റ് ഓഫ് റെഗുലർ എക്സ്പെൻസ് ഈസ് കോൾഡ്. അതായത് മിനിമം ഒരു റെഗുലർ എക്സ്പെൻസ് നമുക്ക് സ്ഥിരമായിട്ട് ഉണ്ടാകാറുണ്ട്. അതായത് നമുക്ക് സാധനം എടുത്തു വെക്കാനും സ്റ്റോക്ക് എടുത്തു വെക്കാനും റെഗുലർ എക്സ്പെൻസുകൾ നമുക്ക് പേ ചെയ്യാനും നമ്മൾ മുടക്കുന്ന ആ ഒരു ക്യാപിറ്റലിന് എന്ത് പേര് വിളിക്കും? ഓപ്ഷൻ ഫിക്സഡ് ക്യാപിറ്റൽ, റിവോൾവിംഗ് ക്യാപിറ്റൽ, ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതിൽ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ഫിക്സഡ് ക്യാപിറ്റൽ മീൻസ് ഇപ്പം ഒരു വസ്തു നമ്മൾ വാങ്ങിച്ചു, ലാൻഡ് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് വാങ്ങിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെവി മിഷനറീസ് നമ്മൾ വാങ്ങിക്കും, അതിന് വേണ്ടിയിട്ട് നമ്മൾ മുടക്കിയ കാശാണ് ഫിക്സഡ് ക്യാപിറ്റൽ വരുന്നത്. അതേസമയം മിനിമം ലെവൽ ഓഫ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും റെഗുലർ എക്സ്പെൻസ് പേ ചെയ്യാനായിട്ട് നമ്മൾ മുടക്കുന്ന ആ ഒരു ക്യാപിറ്റലിനെ വിളിക്കുന്ന പേര് എന്താണ്? പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് വിളിക്കുന്നത്. ഓപ്ഷൻ ഡി വരും ഇതിന്റെ കറക്റ്റ് ആൻസർ. നമുക്ക് ഫിക്സഡ് ക്യാപിറ്റൽ ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ ഞാൻ മുമ്പേ പറഞ്ഞു, അതായത് യൂസ്ഡ് ടു പർച്ചേസ് എ പെർമനന്റ് ഓർ എ ഫിക്സഡ് അസറ്റ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫിക്സഡ്, അതിന് ഇനി മാറ്റം വരത്തില്ല. അതായത് നമ്മളൊരു ലാൻഡിന് വേണ്ടിയിട്ട്, ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട് നമ്മൾ പൈസ മുടക്കി, ഒരു കെട്ടിടത്തിന് വേണ്ടി നമ്മൾ മുടക്കിയ കാശ്, അവിടുത്തെ എക്യുപ്മെന്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത കാശൊക്കെ ഇതിൽ വരും? ഫിക്സഡ് ക്യാപിറ്റൽ വരും. വർക്കിംഗ് ക്യാപിറ്റൽ ആണ് യൂസ്ഡ് ടു സപ്പോർട്ട് സ്മോൾ കമ്പനീസ് നോർമൽ ഷോർട്ട് ടേം ഓപ്പറേഷൻസ്, ടു ബൈ ഇൻവെന്ററി, പേ ബില്ല്, വേജ്, സാലറി ഒക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ഫിക്സഡ് ക്യാപിറ്റൽ വരില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബാങ്ക് ലോഞ്ച്ഡ് ഇൻ ഇന്ത്യ ഫോർ പ്രൊമോട്ടിംഗ് ദ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അതായത് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ആ ഒരു മേഖലയ്ക്ക് കൂടുതൽ പ്രൊമോഷൻ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തതിൽ ഏത് ബാങ്ക് എന്നാണ് ചോദ്യം. SBI, IFCI, IDBI ആൻഡ് എക്സിം ബാങ്ക്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, എക്സിം ബാങ്ക്. ഇതൊരു മിക്സഡ് ബാങ്കിന് എക്സാമ്പിളും കൂടെ ആണ്. മിക്സഡ് ബാങ്ക്. അടുത്ത ചോദ്യം, ദ ലോവർ ലിമിറ്റ് ബിലോ വിച്ച് ദ സ്റ്റോക്ക് ഓഫ് എനി ഐറ്റം ഷുഡ് നോർമലി ബി അലൗഡ് ടു ഫോൾ. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏത് സ്റ്റോക്കിന് താഴോട്ട് നമ്മുടെ ലെവൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ ഐറ്റംസിന്റെ അളവ് കുറഞ്ഞു പോകാൻ പാടില്ല. അത് നമുക്ക് പിന്നെ ഡേഞ്ചർ ലെവലിലോട്ട് പോകും. ഓപ്ഷൻ ലീഡ് സ്റ്റോക്ക്, ആവറേജ് സ്റ്റോക്ക്, ബഫർ സ്റ്റോക്ക്, റീഓർഡർ സ്റ്റോക്ക്. ഏതായിരിക്കും? ബഫർ സ്റ്റോക്കാണ്. അതായത് ബഫർ സ്റ്റോക്കിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം എന്തായി? പിന്നെ ഡേഞ്ചർ ലെവലിലോട്ട് പോയി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? കൃത്യസമയത്ത് ആ മരുന്ന് അല്ലെങ്കിൽ ആ ഒരു ഐറ്റം തിരിച്ച് നമുക്ക് ആ ഒരു ആൾക്ക് കൊടുക്കാനോ പറ്റത്തില്ല. ഓക്കെ, ക്രൈസിസിലോട്ട് പോകും. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ, ബഫർ സ്റ്റോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ABC അനാലിസിസ്, ഇൻവെന്ററി കൺട്രോളിലെ ABC അനാലിസിസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ഐറ്റം വിച്ച് കൺസ്യൂം 17% ഓഫ് ദി ടോട്ടൽ ബഡ്ജറ്റ്. അതായത് ബഡ്ജറ്റിന്റെ 70% എന്താണ്? ഈ ഐറ്റം ആണ്. ബഡ്ജറ്റിന്റെ 70% ഇതാണ്. 10% ഓഫ് ഇൻവെന്ററി. എന്നാൽ 10% ഉള്ളൂ ഇൻവെന്ററിയുടെ. ഓക്കെ, 10% ഉള്ളൂ ഐറ്റം, പക്ഷെ ബഡ്ജറ്റിന്റെ 17% ഈ ഐറ്റംസ് ഉണ്ട്. ഇതിൽ ഏതായിരിക്കും അത്? എ, ഓപ്ഷൻ ബി ബി ഐറ്റം, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇതിലായിരിക്കും 17%ഉം ബഡ്ജറ്റിന്റെ 70%ഉം എ ഐറ്റംസ് ആണ്. ഇൻവെന്ററിയുടെ പക്ഷെ 10% കാണത്തുള്ളൂ. ഇനി ബി ഐറ്റം നോക്കുവാണെങ്കിൽ 20% ഇൻവെന്ററിയും 20% തന്നെ ആയിരിക്കും എന്ത്? ബഡ്ജറ്റിന്റെ. ഇനി സി ഐറ്റം നോക്കുവാണെങ്കിൽ 70% ഓഫ് എന്തായിരിക്കും? ഇൻവെന്ററി ആൻഡ് എത്ര ഉണ്ടാവത്തുള്ളൂ? 10% ഉണ്ടാവത്തുള്ളൂ ബഡ്ജറ്റിൻ്റെത്. അതാണ് സി ഐറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. എ ഐറ്റം എന്ന് പറയുന്ന ഐറ്റം 10% ഉണ്ടാകത്തുള്ളൂ, പക്ഷേ ബഡ്ജറ്റ് അല്ലെങ്കിൽ വാല്യൂ എത്ര ആയിരിക്കും? 70% ആയിരിക്കും. ബി എടുക്കുവാണെങ്കിൽ രണ്ടും എന്തായിരിക്കും? 20 ആയിരിക്കും. ഓപ്ഷൻ സി എടുത്താൽ ഐറ്റംസ് ആയിരിക്കും 70%, പക്ഷേ വാല്യൂ വെറും 10% കാണത്തുള്ളൂ. ഇനി സ്റ്റോക്കിന്റെ കൺട്രോൾ നോക്കുവാണെങ്കിൽ എക്കാണെങ്കിൽ സ്ട്രിക്റ്റ് കൺട്രോൾ ആവശ്യമുണ്ട്, ബിക്കാണെങ്കിൽ മോഡറേറ്റ്, സിക്കാണെങ്കിൽ ലൂസ്. പിന്നെ ഇമ്പോർട്ടൻസ് എക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, കാരണം ഭയങ്കര വില കൂടിയ മരുന്നുകളാണ് കൂടുതൽ. ബിക്കാണെങ്കിൽ മോഡറേറ്റ് ഇമ്പോർട്ടൻസ്, സിക്കാണെങ്കിൽ ലോ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പം ഇത്രയാണ് ABC അനാലിസിസ് എന്നുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു. നമ്മുടെ ആൻസർ എന്താണ്? എ ഐറ്റംസ് ആണ് 17% ഓഫ് ദി ബഡ്ജറ്റും 10% ഓഫ് ദി ഇൻവെന്ററിയും കവർ ചെയ്യുന്നത്. ഓപ്ഷൻ എ വരും ആൻസർ. പിന്നെ ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഓർത്തിരിക്കുക, ABC അനാലിസിസ് എന്ന് പറയുന്നത് ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന്. ABC അനാലിസിസ് ബേസ്ഡ് ഓൺ പരേറ്റോ അനാലിസിസ് ആണെങ്കിൽ 80/20 റൂൾ എന്നും പറയും. ഇതും ഇപ്പോൾ ഈ കഴിഞ്ഞു പോയ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ABC അനാലിസിസ് ബേസ്ഡ് ഓൺ വിച്ച് പ്രിൻസിപ്പിൾ? ഏതാണ്? പരേറ്റോ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ 80/20 റൂൾ എന്നും പറയും. അടുത്ത ക്വസ്റ്റ്യൻ, പ്രീഡിറ്റർമൈൻഡ് സ്ക്രാപ്പ് ഈസ് റിഫേർഡ് ടു ആസ്. ഓപ്ഷൻ ആൻറ്റിസിപ്പേറ്റഡ് സ്ക്രാപ്പ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രാപ്പ്, ലെജിറ്റിമേറ്റ് സ്ക്രാപ്പ് ആൻഡ് ഡിഫക്റ്റീവ് സ്ക്രാപ്പ്. ഇതിൻ്റെ ആൻസർ ലെജിറ്റിമേറ്റ് സ്ക്രാപ്പാണ്. അതായത് ഡിഫക്റ്റീവ് സ്ക്രാപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഡിഫക്റ്റീവ് സ്ക്രാപ്പ് മീൻസ് റോ മെറ്റീരിയൽസിലുണ്ടായ ഗുണനിലവാരം കുറഞ്ഞ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്ത ആളുടെ പ്രശ്നം കൊണ്ടോ ആ ഐറ്റംസ് എന്തായി? നാശമായി പോയി. അതിനെയാണ് നമ്മൾ ഡിഫക്റ്റീവ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. ലെജിറ്റിമേറ്റ് സ്ക്രാപ്പ് എന്ന് പറയുന്നത് നമുക്ക് പ്രീ ഡിറ്റർമിൻഡ് ആണ്, നമുക്ക് അറിയാം ഈ ഒരു സ്ക്രാപ്പ് ഐറ്റം ഇവിടെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. അതിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? ലെജിറ്റിമേറ്റ് സ്ക്രാപ്പ് എന്ന് വിളിക്കുന്നത്. അതേസമയം അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ആവശ്യം കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കാലം കഴിഞ്ഞില്ല, അതിൻ്റെ ഒരു എഫിഷ്യൻസി നഷ്ടപ്പെട്ടു. അതിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രാപ്പ് എന്നും പറയുന്നത്. ഇവിടുത്തെ ആൻസർ എന്താണ്? ലെജിറ്റിമേറ്റ് സ്ക്രാപ്പാണ്. അടുത്തത്, എഫിഷ്യൻസി ഓഫ് ഹിപ്പ ഫിൽറ്റർ ക്യാൻ ബി ടെസ്റ്റഡ് യൂസിങ്. ഹിപ്പ ഫിൽറ്റേഴ്സ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യുന്നത് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്? സ്റ്റെറിലിറ്റി ടെസ്റ്റ്, ക്ലാരിറ്റി ടെസ്റ്റ്, ഡൈ ഒക്ടൈൽ താലൈറ്റ് സ്മോക്ക് ടെസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾ കൗണ്ടർ. ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും ഹിപ്പ ഫിൽറ്റേഴ്സ് ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? ഡൈ ഒക്ടൈൽ താലൈറ്റ് സ്മോക്ക് ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഹാസ് എ റോൾ എക്സെപ്റ്റ് ഇൻ. PTC അഥവാ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിക്ക് എല്ലാത്തിനും റോൾ ഉണ്ട്, എക്സെപ്റ്റ് വൺ. ഏത് ഒരെണ്ണത്തിൽ ഇതിന് റോൾ ഇല്ല? PTCക്ക് റോൾ ഇല്ലാത്തതിനകത്ത് ഏതിലാണ്? ADR മോണിറ്ററിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഉണ്ട്. ADR മോണിറ്ററിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് PTCയുടെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ തന്നെയാണ്. പ്രിപ്പറേഷൻ ഓഫ് ഡ്രഗ് ലിസ്റ്റ് ആൻഡ് എമർജൻസി സപ്ലൈസ്, അതും ഹോസ്പിറ്റൽ ഫോർമുലറിലോട്ട് ആവശ്യമായിട്ടുള്ള ഡ്രഗ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, എമർജൻസി സപ്ലൈസ് കൊടുക്കുക, അതും വരുന്നുണ്ട്. മെഡിക്കൽ റെക്കോർഡ് സർവീസ് വരുന്നില്ല. അതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഡ്രഗ് യൂട്ടിലൈസേഷൻ റിവ്യൂ PTCയുടെ റോളിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. നമുക്ക് ഫങ്ഷൻസ് നോക്കി അറിയാൻ പറ്റും. അഡ്വൈസിങ്, ഇത് ഈ ഓപ്ഷനിൽ പറഞ്ഞത് കൂടാതുള്ള മറ്റ് ഫങ്ഷൻസ് നോക്കുവാണെങ്കിൽ അഡ്വൈസിങ് മെഡിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ഓൺ ഡ്രഗ് റിലേറ്റഡ് ഇഷ്യൂസ്. ഓക്കെ, അതായത് ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ട ഡ്രഗ് റിലേറ്റഡ് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനും അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റും ഈവൻ ഫാർമസി ഡിപ്പാർട്ട്മെന്റിനും പ്രൊവൈഡ് ചെയ്യുന്നു. കൂടാതെ ഡെവലപ്പിംഗ് ഡ്രഗ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, ഇവാലുവേറ്റിംഗ് ആൻഡ് സെലക്ടിംഗ് ദ ഡ്രഗ്സ് ഫോർ ദ ഫോർമുലറിയിലോട്ട് ഉൾപ്പെടുത്താനും അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റാനും ഉദ്ദേശിക്കുന്ന മരുന്നുകളുടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ പീരിയോഡിക് ആയിട്ടുള്ള റിവിഷൻ ചെയ്യുക. പിന്നെ അസസിങ് ദ ഡ്രഗ് യൂസ് ടു ഐഡന്റിഫൈ ദ പൊട്ടൻഷ്യൽ പ്രോബ്ലം, ഓരോ മരുന്നും എന്ത് പൊട്ടൻഷ്യൽ പ്രോബ്ലത്തിനാണ് യൂസ് ചെയ്യുന്നുള്ളത് ഐഡന്റിഫിക്കേഷൻ. പ്രൊമോട്ടിംഗ് ആൻഡ് കണ്ടക്ടിങ് എഫക്റ്റീവ് ഇന്റർവെൻഷൻ ടു ഇംപ്രൂവ് ദ ഡ്രഗ് യൂസ്, എഡ്യൂക്കേഷണൽ, മാനേജറിയൽ ആൻഡ് റെഗുലേറ്ററി മെത്തേഡ്സ്. കൂടാതെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് മാനേജ് ചെയ്യുന്നു ആൻഡ് മാനേജിങ് ദി മെഡിക്കേഷൻ എറേഴ്സ്. ഇതെല്ലാം PTCയുടെ ഫംഗ്ഷൻസിൽ വരുന്നതാണ്. പക്ഷെ മെഡിക്കൽ റെക്കോർഡ് സർവീസ് PTCയുടെ ഭാഗമല്ല. അടുത്ത ചോദ്യം, മെഡ്ലൈൻ ഈസ് എ ഡ്രഗ് ഇൻഫോർമേഷൻ റിസോഴ്സ് കാറ്റഗറൈസ്ഡ് അണ്ടർ. ഈ ഡ്രഗ് ഇൻഫോർമേഷൻ സർവീസ് നമ്മൾ 3 റിസോഴ്സിലാണ് കിട്ടുന്നത്: പ്രൈമറി സോഴ്സ്, സെക്കൻഡറി സോഴ്സ്, ടെർഷറി സോഴ്സ്. ഈ മെഡ്ലൈൻ എന്ന് പറയുന്നതിനകത്ത് ഏത് ഇൻഫോർമേഷനിൽ വരുന്നതാണ്? പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെർഷറി റിസോഴ്സ് ആണോ, അതോ പ്രൈമറി ലിറ്ററേച്ചർ ആണോ? മെഡ്ലൈൻ എന്ന് പറയുന്നത് സെക്കൻഡറി റിസോഴ്സിൽ പെടുന്നതാണ്. പ്രൈമറി റിസോഴ്സിൽ വരുന്നതെന്ന് പറയുന്നത് പേറ്റന്റുകൾ, അതേപോലെ തന്നെ ജേർണൽസ്,
ഇതൊക്കെയാണ് എക്സാമ്പിളായിട്ട് വരുന്നത്. സെക്കൻഡറി സോഴ്സിൽ വരുന്നതാണ് മെഡ്ലൈൻ, മെഡ്4 പോലുള്ള ഡേറ്റാബേസുകൾ. ടെർഷറി സോഴ്സുകളിൽ വരുന്നതാണ് ടെക്സ്റ്റ് ബുക്കുകൾ, എൻസൈക്ലോപീഡിയാസ്, ടെക്സ്റ്റ് ബുക്ക്, എൻസൈക്ലോപീഡിയാസ്, അതേപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ടെർഷറി റിസോഴ്സിൽ വരുന്നത്. ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? മെഡ്ലൈൻ ആയിരുന്നു. മെഡ്ലൈൻ കാറ്റഗറൈസ്ഡ് അണ്ടർ എന്താണ്? സെക്കൻഡറി റിസോഴ്സ് ആണ്. കണ്ടോ, പ്രൈമറി റിസോഴ്സിൽ വരുന്നത് ആർട്ടിക്കിൾസ് പബ്ലിഷ്ഡ് ഇൻ ജേർണൽസ്. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണൽ, അതുപോലെ തീസിസ്, ഇതൊക്കെ പ്രൈമറിയുടെ ഭാഗമാണ്. സെക്കൻഡറിയിൽ വരുന്നതാണ് കണ്ടോ മെഡ്ലൈൻസ്, മെഡ4 ഒക്കെ സെക്കൻഡറി റിസോഴ്സിൽ വരുന്നതാണ്. ടെർഷറി സോഴ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഫാർമക്കോപ്പിയാസ് വരുന്നുണ്ട്, എൻസൈക്ലോപീഡിയാസ് വരുന്നുണ്ട്, ഡിക്ഷണറീസ് വരുന്നുണ്ട്, പിന്നെ ബുക്സ്, ടെക്സ്റ്റ് ബുക്സ് ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. The test for water holding capacity is stated in Indian Pharmacopoeia 4. IPയിൽ പറയുന്ന വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇതിൽ ഏത് ഐറ്റത്തിനുള്ള ടെസ്റ്റ് ആണ്? ഓപ്ഷൻ അഡ്ഹസീവ് ടേപ്പ്, ഇലാസ്റ്റിക് ബാൻഡേജ്, ക്രേപ്പ് ബാൻഡേജ്, അബ്സോർബൻ കോട്ടൺ വൂള്. ഏതിനുള്ളതാണ്? അബ്സോർബൻ കോട്ടൺ വൂളിന് IPയിൽ പറഞ്ഞിരിക്കുന്ന ടെസ്റ്റ് ആണ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് 84ന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലീൻ റൂം ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സോഷ്യലി ക്ലീൻ ഏരിയ ഫ്രം ഫ്രീ പാർട്ടിക്കുലേറ്റ് മാറ്റർ, സോഷ്യലി ക്ലീൻ ഏരിയ, അസെപ്റ്റിക് ഏരിയ, ഏരിയ വിത്ത് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ക്ലീൻനെസ് ആൻഡ് ഹൈജീൻ. പാർട്ടിക്കുലേറ്റ് മാറ്റർ ഫ്രീ ആയിട്ടുള്ള ഏരിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലീൻ റൂം ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സാറ്റലൈറ്റ് ഫാർമസി എ മോഡ് ഓഫ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അണ്ടർ. ഈ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ടോപ്പിക്കിൽ നിന്ന് സ്ഥിരമായിട്ട് ഈ ഹോസ്പിറ്റൽ ഫാർമസി ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം തന്നെ നമുക്ക് 4 പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. യൂണിറ്റ് ഡോസ് ഡിസ്പെൻസിങ് സിസ്റ്റം, ഇൻഡിവിജ്വൽ പ്രിസ്ക്രിപ്ഷൻ ഓർഡർ സിസ്റ്റം, ഫ്ലോർ സ്റ്റോക്ക് സിസ്റ്റം, പിന്നെ കോമ്പിനേഷൻ മെത്തേഡ്. അപ്പോൾ അതിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സാറ്റലൈറ്റ് ഫാർമസി എന്ന് പറയുന്നതിനകത്ത് ഏത് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ കീഴിൽ വരുന്നതാണെന്നാണ് ചോദ്യം. ചാർജ് ഫ്ലോർ സ്റ്റോക്ക് സിസ്റ്റം, സെൻട്രലൈസ്ഡ് യൂണിറ്റ് ഡോസ് ഡിസ്പെൻസിങ്, ഡീസെൻട്രലൈസ്ഡ് യൂണിറ്റ് ഡോസ് ഡിസ്പെൻസിങ്, ഇൻഡിവിജ്വൽ പ്രിസ്ക്രിപ്ഷൻ ഓർഡർ സിസ്റ്റം. ഇത് യൂണിറ്റ് ഡോസ് ഡിസ്പെൻസിങ്ങിൽ വരുന്നതാണ് എന്ത്? സാറ്റലൈറ്റ് ഫാർമസി എന്ന് പറയുന്നത്. ഈ യൂണിറ്റ് ഡോസ് ഡിസ്പെൻസിങ്ങിൽ തന്നെ സെൻട്രലൈസ്ഡും ഉണ്ട്, ഡീസെൻട്രലൈസ്ഡും ഉണ്ട്. അപ്പോൾ അതിൽ പെടുന്നതാണ്, അതിലേതോ ഒരെണ്ണത്തിലാണ് എന്ത് വരുന്നത്? സാറ്റലൈറ്റ് ഫാർമസി വരുന്നത്. ചാർജ് ഫ്ലോർ സ്റ്റോക്കും ഇൻഡിവിജ്വൽ പ്രിസ്ക്രിപ്ഷൻ ഓർഡർ സിസ്റ്റത്തിലല്ല വരുന്നത്. ഇനി ഇതിലെ ഏത് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ വ്യത്യാസം നോക്കിയാൽ, സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡിൻ്റെ വ്യത്യാസം നോക്കിയാൽ അല്ലെങ്കിൽ അറിഞ്ഞാൽ ഈ ഓപ്ഷൻ ഇതിൻ്റെ ആൻസറും അറിയാൻ പറ്റും. സെൻട്രലൈസ്ഡ് ഫാർമസി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ സെൻട്രൽ സ്റ്റോറേ ഉണ്ടാവത്തുള്ളൂ. അവിടെ നിന്നായിരിക്കും ഡ്രഗ്സിൻ്റെ എന്ത് നടക്കുക, ഡെലിവറി ചെയ്യുക. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ആൾ ഫാർമസി റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആർ പെർഫോംഡ് ഫ്രം വൺ ലൊക്കേഷൻ. കണ്ടോ, ഒരു സെൻട്രൽ മെഡിക്കൽ സ്റ്റോർ ഉണ്ടാവും അല്ലെങ്കിൽ ഫാർമസി സ്റ്റോർ ഉണ്ടാകും. ആൻഡ് ദ മെഡിക്കേഷൻസ് ആർ ഡെലിവേർഡ് ടു ദ വേരിയസ് പേഷ്യന്റ് കെയർ യൂണിറ്റ്സ് ത്രൂ ദ ഫെസിലിറ്റി. അതായത് അവിടെ നിന്നായിരിക്കും മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റിലോട്ടും എന്ത് ചെയ്യുന്നത്? ഡ്രഗിന്റെ ഡെലിവറി നടത്തുന്നത്. അതേസമയം ഡീസെൻട്രലൈസ്ഡ് ഫാർമസി സിസ്റ്റത്തിൽ അത് എന്തുണ്ടാകും? ഒരു സെൻട്രൽ ഫാർമസി ഉണ്ടാകും, ഒരു ഇൻപേഷ്യന്റ് ഫാർമസി ഉണ്ടാകും, മൾട്ടിപ്പിൾ സാറ്റലൈറ്റ് ഫാർമസി ഉണ്ടാകും, ഔട്ട് പേഷ്യന്റ് ഫാർമസി ഉണ്ടാകും. ഓക്കെ, അപ്പം ഇതാണ് എന്ത് വരുന്നത്? ഡീസെൻട്രലൈസ്ഡ് ഫാർമസി യൂണിറ്റ്സിൽ വരുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സാറ്റലൈറ്റ് ഫാർമസി ഏത് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷന്റെ കീഴിൽ വരുന്നതാണെന്ന്. ഇപ്പം നമുക്ക് കിട്ടി കാണുമല്ലോ, ഏതെന്നായിരിക്കും? ഡീസെൻട്രലൈസ്ഡ് യൂണിറ്റ് ഡോസ് ഡിസ്പെൻസിങ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്? സാറ്റലൈറ്റ് ഫാർമസി വരുന്നത്. അടുത്ത ചോദ്യം, ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ഓർഡർ ഈസ് യൂസ്ഡ് ഫോർ. ഈ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സ്റ്റോപ്പ് ഓർഡർ ഏത് ഡ്രഗ്സിലാണ് നമുക്ക് ആപ്ലിക്കബിൾ? ഓപ്ഷൻസ് നോക്കിയാൽ OTC ഡ്രഗ്സ്, ഡേഞ്ചറസ് ഡ്രഗ്സ്, ഓർഫൻ ഡ്രഗ്സ്, കൗണ്ടർഫിറ്റ് ഡ്രഗ്സ്. OTC ഡ്രഗ്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് പോയി വാങ്ങിക്കാൻ സാധിക്കുന്ന മരുന്നുകളാണ് OTC ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓർഫൻ ഡ്രഗ്സ് എന്ന് പറയുന്നത് എന്താണ്? റെയർ ഡിസീസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർഫൻ ഡ്രഗ്സ് എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ ചോദ്യം, ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന ഏത് ഡ്രഗിനാണെന്നറിയോ? ഡേഞ്ചറസ് ഡ്രഗുകൾക്കാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ഓർഡർ ഉപയോഗിക്കുന്നത്. എന്താണ് ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ഓർഡർ എന്ന് നമുക്ക് നോക്കാം. അതായത് ഓൾ ഡ്രഗ് ഓർഡേഴ്സ് ഫോർ ഏതൊക്കെയാണ് ഈ ഡേഞ്ചറസ് ഡ്രഗ്സിൽ പെടുത്തിയിരിക്കുന്നത്? നാർക്കോട്ടിക്സ്, സെഡേറ്റീവ്സ്, ഹിപ്നോട്ടിക്സ്, ആൻറ്റികോയാഗുലൻസ്, ആൻറ്റിബയോട്ടിക്സ് അഡ്മിനിസ്റ്റേർഡ് ഓറലി ഓർ പാരന്റലി. ഇതെല്ലാം എന്ത് ഡ്രഗ്സിൽ പെടുന്നതാണ്? ഡേഞ്ചറസ് ഡ്രഗ്സിൽ പെടുന്നതാണ്.
ഇവയൊക്കെ ഷാൾ ബി ഓട്ടോമാറ്റിക്കലി ഡിസ്കണ്ടിന്യൂഡ് ആഫ്റ്റർ 48 hours അൺലെസ് ദ ഓർഡർ ഇൻഡിക്കേറ്റ്സ് ആൻ എക്സാക്ട് നമ്പർ ഓഫ് ഡോസ് ടു ബി അഡ്മിനിസ്റ്റേർഡ്. അതായത് കൃത്യമായിട്ട് ഇത് എത്ര ദിവസത്തേക്കാണ് ഈ മരുന്ന് എഴുതേണ്ടത് എന്നുള്ളൊരു ഡീറ്റെയിലിംഗ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാത്ത പക്ഷം ഓട്ടോമാറ്റിക്കായിട്ട് 48 മണിക്കൂർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രിസ്ക്രിപ്ഷൻ എന്താവും, ക്യാൻസൽ ആവും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ഓർഡർ വരും. പിടികിട്ടിയോ? അതായത് ആ മരുന്ന് ഇപ്പോൾ ഈ പറഞ്ഞ നാർക്കോട്ടിക് ആയാലും സെഡേറ്റീവ്സ് ആയാലും ഹിപ്നോട്ടിക്സ് ആയാലും ആന്റികോയാഗുലൻസ് ആന്റിബയോട്ടിക്സ് ഇവയെല്ലാം എത്ര ദിവസത്തേക്ക് കഴിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പ്രിസ്ക്രിപ്ഷനിൽ ഇല്ലെങ്കിൽ 48 hours കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, ഇതിന് സ്റ്റോപ്പ് ഓർഡർ വരും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അൺലെസ് ദ ഓർഡർ ഇൻഡിക്കേറ്റ് ആൻ എക്സാക്ട് നമ്പർ ഓഫ് ഡോസ് ടു ബി അഡ്മിനിസ്റ്റേർഡ് ഓർ ദ അറ്റൻഡിങ് ഫിസിഷ്യൻ റീഓർഡേഴ്സ് ദ മെഡിക്കേഷൻ. ഒന്നെങ്കിൽ ആൾ ഇത് ഇത്ര ദിവസത്തേക്കെന്ന് എഴുതിയിരിക്കണം, അല്ലെങ്കിൽ ഈ 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഇനി അത് കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ ഇത് എത്ര ദിവസത്തേക്കും കൂടെ കഴിക്കണം എന്നൊരു റീഓർഡർ അവർ നൽകാത്ത പക്ഷം ഇതെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, സ്റ്റോപ്പായി പോകും. ഏതൊക്കെ ഡ്രഗ്സ് ആണ് ഈ കാറ്റഗറി വരുന്നത്? നാർക്കോട്ടിക്സും സെഡേറ്റീവ്സ്, ഹിപ്നോട്ടിക്സ്, ആന്റികോയാഗുലൻസ് ആൻഡ് ആന്റിബയോട്ടിക്സ്. All orders for narcotics, sedatives and hypnotics must be rewritten every 24 hours. ഓരോ 24 hours കഴിയുമ്പോഴും ഈ കാറ്റഗറിയിലുള്ള ഡ്രഗ്സ് റീറിട്ടേൺ ചെയ്യണം. ഇത് കണ്ടിന്യൂ ചെയ്യണോ, സ്റ്റോപ്പ് ചെയ്യണോ, അല്ലെങ്കിൽ എത്ര ദിവസം കഴിക്കണം എന്നുള്ള കാര്യങ്ങൾ. അതാണ് ഈ സ്റ്റോപ്പ് ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡ്രഗ്സ് ഏതാണ്? ഡേഞ്ചറസ് ഡ്രഗ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, അബ്സോർബബിൾ സ്യൂച്ചർ ഈസ്. ഇതിനകത്ത് അബ്സോർബബിൾ ആയിട്ടുള്ള സ്യൂച്ചർ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നൈലോൺ സ്യൂച്ചർ, സിൽക്ക് സ്യൂച്ചർ, കോട്ടൺ, കാറ്റ്ഗട്ട് ക്രോമിയം 2/0. ഏതാണ്? കാറ്റ്ഗട്ട് ക്രോമിയം 2/0 ആണ് അബ്സോർബബിൾ സ്യൂച്ചറിൽ വരുന്നത്. കാറ്റ്ഗട്ട് എവിടെ നിന്ന് കിട്ടുന്നതാണ്? കാറ്റ്ഗട്ട് ഈസ് ഒബ്റ്റെയിൻ ഫ്രം ഷീപ്പിന്റെ ഇൻഡസ്ട്രിയിൽ നിന്നാണ് നമുക്ക് കാറ്റ്ഗട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ട്യൂബർകുലിൻ സിറിഞ്ച് ഈസ് അവൈലബിൾ ഇൻ. ഓപ്ഷൻസ് 1 ml, 2 ml, 3 ml, 5 ml. ഇത് പാക്ക് സൈസിൽ നിന്നുള്ള, നമ്മൾ ഷെഡ്യൂൾ P1 ഡിസ്കസ് ചെയ്തില്ല, പാക്ക് സൈസിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 1 ml ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഒരു ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ മരുന്നിൻ്റെയും പാക്ക് സൈസ് എത്ര ആയിരിക്കണം എന്നുള്ളത്. ട്യൂബർകുലിൻ സിറിഞ്ച് അവൈലബിൾ ആയിട്ടുള്ളത് എത്ര ml ആണ്? 1 ml ആണ്. ഇനി ഇത് മുമ്പ് ഒരു ക്വസ്റ്റനിൽ ആൽബൻഡസോൾ സസ്പെൻഷൻ എത്ര ml ആണ്, പീഡിയാട്രിക് ആൽബൻഡസോൾ സസ്പെൻഷൻ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 10 ml ആണ്. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ 1 ml. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് യൂസ്ഡ് ഫോർ ദി ആസ്പിറേഷൻ ഓഫ് സ്റ്റൊമക് കണ്ടൻസ്. അതായത് സ്റ്റൊമക് കണ്ടൻസ് ആസ്പിറേറ്റ് ചെയ്ത് എടുക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സംഭവം എന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ എൻഡോട്രക്കിയൽ ട്യൂബ്, റയൽസ് ട്യൂബ്, മെറ്റൽ കാത്തീറ്റർ, റബ്ബർ കാത്തീറ്റർ. എന്തായാലും കാത്തീറ്റേഴ്സ് ഒന്നുമല്ല. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, റയൽസ് ട്യൂബാണ് ആസ്പിറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റൊമക് കണ്ടൻസിന് ആസ്പിറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് റയൽസ് ട്യൂബാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിഡ്രോവൽ സിംറ്റംസ് ഓഫ് ഒപ്പിയോയിഡ്സ് ക്യാൻ ബി മാനേജ്ഡ് വിത്ത്. നമ്മൾ ഒപ്പിയോയിഡ് പോയ്സണിങ്ങിന് യൂസ് ചെയ്യുന്ന ഏതാണ്? ആൻറ്റിഡോട്ട് ഏതാണ്? നാലക്സോൺ ആണ്. പക്ഷെ ഇവിടെ എന്താണ്? വിഡ്രോവൽ സിംറ്റംസ് ഓഫ് ഒപ്പിയോയിഡ് ക്യാൻ ബി മാനേജ്ഡ് വിത്ത് ഓക്സിക്കോഡോൺ, മെപ്പരഡിൻ, മെത്തഡോൺ ആൻഡ് ഹെറോയിൻ. ഏതാണ്? ഒപ്പിയോയിഡ് പോയ്സണിങ് അല്ല, ഒപ്പിയോയിഡിന്റെ വിഡ്രോവൽ സിംറ്റംസ് മാനേജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് മെത്തഡോൺ ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ബയോ അവൈലബിലിറ്റി ഇൻക്രീസസ് വെൻ ഡ്രഗ്സ് ആർ ഇൻ നോൺ അയണൈസ്ഡ് ഫോം, അയണൈസ്ഡ് ഫോം, ക്രിസ്റ്റലൈൻ ഫോം ആൻഡ് ഹൈഡ്രേറ്റഡ് ഫോം. എന്തായാലും ഈ രണ്ട് ഫോം ഇവിടെ പ്രാധാന്യം വരുന്നില്ല. അയണൈസ്ഡ് ഫോമിലാണോ നോൺ അയണൈസ്ഡ് ഫോമിൽ നിൽക്കുമ്പോഴായിരിക്കോ ഡ്രഗിന് കൂടുതൽ ബയോ അവൈലബിലിറ്റി എന്നുള്ളതാണ് ചോദ്യം. സംശയമൊന്നും വേണ്ട. എന്താണ്? നോൺ അയണൈസ്ഡ് ഫോമിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ഡ്രഗിന് കൂടുതൽ ബയോ അവൈലബിലിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻസുലിൻ ഇൻഡ്യൂസ്ഡ് ഹൈപ്പോഗ്ലൈസീമിയ ഈസ് ക്ലാസിഫൈഡ് അണ്ടർ. ഇതെല്ലാം ടൈപ്സ് ഓഫ് ADR ആണ്. ടൈപ്പ് എ, ബി, സി, ഡി. ഇതിൽ ഏതിൽ വരുന്നതാണ് ഇൻസുലിൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഹൈപ്പോഗ്ലൈസീമിയ? ഇതിൽ ഏതിൽ വരുന്നതാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ ടൈപ്പ് എ ആണ്. ടൈപ്പ് എ ADRൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റുഡ് ആണ് അല്ലെങ്കിൽ ഓഗ്മെന്റഡ് ആണ്. ആ ഒരു മരുന്ന് കഴിച്ചാൽ ഇന്നൊരു സൈഡ് എഫക്റ്റ് വരും എന്നുള്ളത് നമുക്കറിയാം. അത് തന്നെയാണ് ഇൻസുലിൻ്റെ കേസിലും സംഭവിക്കുന്നത്. ഇൻസുലിൻ എടുക്കുന്ന പേഷ്യൻസിൽ ഹൈപ്പോഗ്ലൈസമിക്കിനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതപ്പോൾ ടൈപ്പ് എയിൽ വരും. അതേസമയം ടൈപ്പ് ബി എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് ഒരു ഉറപ്പുമില്ല അല്ലെങ്കിൽ നമുക്കറിയില്ല അങ്ങനൊരു നമ്മൾ കഴിച്ച് നമുക്ക് ആ ഒരു എഫക്റ്റ് വന്നതിന് ശേഷമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ ഡ്രഗിന് ഇങ്ങനൊരു ADR ഉണ്ടോ ഉള്ളതെന്നുള്ളത്. അപ്പം അതാണ് ടൈപ്പ് ബി. അപ്പം എന്തായാലും ഇൻസുലിൻ ഇൻഡ്യൂസ്ഡ് ഹൈപ്പോഗ്ലൈസീമിയ ടൈപ്പ് ബിയിൽ വരുന്നതല്ല. ടൈപ്പ് സി എന്ന് പറയുന്നത് ക്രോണിക് ആണ്. ക്രോണിക് ആയിട്ട് നമ്മളൊരു ഡ്രഗിൻ്റെ ഉപയോഗം മൂലം നമുക്കുണ്ടാകുന്ന ADR ആണ്. അപ്പോൾ അതാണ് ടൈപ്പ് സി എന്ന് പറയുന്നത്.
ടൈപ്പ് ഡി എന്ന് പറയുന്നത് ഡിലേഡ് ആണ്. നമ്മൾ മരുന്നെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞ് കുറേ നാൾക്ക് ശേഷം ഇവൻ അത് വിഡ്രോൺ പോലും ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട നമുക്കൊരു ADR വരുന്നതെങ്കിൽ അതാണ് ടൈപ്പ് ഡി ADR. അപ്പം ഇതിൻ്റെ ഉത്തരം എന്താണ്? ടൈപ്പ് എ ADR റിയാക്ഷൻസ് ആണ്. ഇതിവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ടൈപ്പ് എ എന്താണ്? ഓഗ്മെന്റഡ് ആണ്, ഡോസ് ഡിപ്പെൻഡന്റ് ആണ്, പ്രഡിക്റ്റഡ് ആണ്. കണ്ടോ, അതിന് എക്സാമ്പിൾ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഹൈപ്പോഗ്ലൈസീമിയ ആണ്, ഇൻസുലിൻ മൂലം ഉണ്ടാകുന്നത്. ഇനി ബി അല്ലെങ്കിൽ ബിസാരി റിയാക്ഷൻ എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്, ഡോസുമായിട്ട് ഒരു ബന്ധവുമില്ല, ഡോസ് ഇൻഡിപെൻഡന്റ് ആയിരിക്കും, വളരെ റെയർ ആയിട്ട് വരുന്നതാണ്, ഫേറ്റലുമാണ്. കാരണം നമുക്ക് അറിയാതെ നമ്മൾ എടുക്കുന്ന കാരണം ചിലപ്പോൾ മരണം വരെ നമുക്ക് സംഭവിക്കാം. എക്സാമ്പിൾ അനൈഫലാക്സിസ് ടു പെൻസിലിൻ. ചില മരുന്നുകളോടുള്ള അലർജി എടുത്തു കഴിഞ്ഞ ശേഷമായിരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നത്. അതിന് മുമ്പ് നമുക്ക് നേരത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ടൈപ്പ് സി എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞു, പ്രൊലോങ് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. എക്സാമ്പിൾ അനാൽജസിക് ന്യൂറോപ്പതി. ടൈപ്പ് ഡി എന്ന് പറയുന്നത് ഡിലേഡ് ആണ്, ആഫ്റ്റർ ദ ഇയേഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ മരുന്ന് കഴിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് വരുന്നത്. എക്സാമ്പിൾ ആന്റിസൈക്കോട്ടിക്സിന്റെ സൈഡ് എഫക്റ്റ് ആയ ഡിസ്കൈനീസിയ എന്ന് പറയുന്നത്. പിന്നെ ടൈപ്പ് ഇ ഉണ്ട്, അത് എൻഡ് ഓഫ് യൂസ് ആണ്, വിഡ്രോവൽ എഫക്റ്റ് ആണ്. ചില മരുന്നുകളുടെ വിഡ്രോവൽ എഫക്റ്റും എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 94. എ മെത്തേഡ് ടു ഇംപ്രൂവ് ദ പേഷ്യന്റ് കംപ്ലൈൻസ്. ഓപ്ഷൻസ്: പേഷ്യന്റ് കൗൺസിലിംഗ്, പ്രോപ്പർ പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ്, സിംപ്ലിഫിക്കേഷൻ ഓഫ് മെഡിക്കേഷൻ റെജിമെൻ, ഓൾ ഓഫ് ദി എബോവ്. അതായത് ഒരു മരുന്ന് കൃത്യസമയത്ത് ആളുകൾ കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് എങ്ങനെ നമുക്ക് ആ ഒരു എൻഷുർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ കാര്യത്തിൽ എങ്ങനെ ഉറപ്പുവരുത്താൻ പറ്റും എന്ന് വെച്ചാൽ, ഒന്ന് പേഷ്യന്റ് കൗൺസിലിംഗ് ചെയ്ത് വിടുക, മരുന്ന് കൃത്യസമയത്ത് കഴിക്കുന്നതിൻ്റെ ഗുണം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. പ്രോപ്പർ ആയിട്ടുള്ള പാക്കിങ്ങും ലേബലിങ്ങും അത്യാവശ്യമാണ്, എന്നാൽ മാത്രമേ അവരത് കൃത്യസമയത്ത് എടുത്ത് ഇന്ന മരുന്ന് കഴിക്കുകയുള്ളൂ. പിന്നെ സിംപ്ലിഫിക്കേഷൻ ഓഫ് മെഡിക്കേഷൻ റെജിമെൻ, അതും ഒരു ഫാക്ടറാണ്. അപ്പോൾ ഈ 3 ഫാക്ടറും പേഷ്യന്റ് കംപ്ലൈൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ളതുള്ളത് കൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: സിറം സോഡിയം ലെവൽ ഈസ്. ഇത് ഇലക്ട്രോലൈറ്റ്സ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോഡിയത്തിന്റെ നോർമൽ സിറം ലെവൽ എത്ര ആയിരിക്കണം നമ്മുടെ ബോഡിയിൽ? 3.4 to 4.5, 2.2 to 2.6, 135 to 145 millimole per liter, 110 to 120 millimole per liter. ഏതാണ്? 135 to 145 ആണ് സിറം സോഡിയം ലെവൽ എന്ന് പറയുന്നത്. കുറച്ച് പ്രധാനപ്പെട്ട ഇലക്ട്രോലൈറ്റ്സും അവയുടെ നോർമൽ ലെവലും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് സോഡിയം ആണ്, 135 to 145. പൊട്ടാസ്യം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്, അത് 3.5 to 5.5 ആണ്. കാൽഷ്യം ആണെങ്കിൽ 8.8 to 10.4, മഗ്നീഷ്യം 1.4 to 2.1, ക്ലോറൈഡ് 100 to 108 ആൻഡ് ഫോസ്ഫേറ്റ് 2.5 to 4.5. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? സോഡിയം ആയിരുന്നു, 135 to 145. അടുത്ത ക്വസ്റ്റ്യൻ: മെറ്റക്ലോപ്രമൈഡ് ഇഫ് ഗിവൺ വിത്ത് പാരസെറ്റമോൾ എന്തായിരിക്കും എഫക്റ്റ്? ഇൻക്രീസസ് ദ മെറ്റബോളിസം ഓഫ് പാരസെറ്റമോൾ, ഡിക്രീസ് ദ അനാൽജസിക് എഫക്ട്, ഡിക്രീസ് ദ ഓൺസെറ്റ് ടൈം ഫോർ അനാൽജസിയ ആൻഡ് കോമ്പിനേഷൻ ഈസ് ഫാർമക്കോളജിക്കലി ഇനാക്റ്റീവ്. അല്ല, ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അനാൽജസിയ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഓൺസെറ്റ് ടൈം എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഈ മെറ്റോക്ലോപ്രമൈഡ് എന്ന് പറയുന്ന ഒരു പ്രോകൈനറ്റിക് ഏജന്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. അടുത്തത് ഫറ്റീഗ്, അതായത് ക്ഷീണം, വെയിറ്റ് ലോസ്, ക്രോണിക് ആയിട്ടുള്ള കഫ്, നൈറ്റ് സ്വെറ്റ്, ചെസ്റ്റ് പെയിൻ ആർ ദ ക്ലിനിക്കൽ സിംറ്റംസ് ഓഫ്. ഈ ക്രോണിക് കഫ് എന്ന് പറയുന്ന ആ ഒരു സിംറ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസുഖത്തിലോട്ട് വേഗം എത്താൻ പറ്റും. ആൻജൈന പെക്ടോറിസ് എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് പെയിൻ ആണ്. ട്യൂബർക്ലോസിസ്, TB ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. പിന്നെ അടുത്ത ഓപ്ഷൻസ് ഏതൊക്കെയായിരുന്നു? ഹൈപ്പർ ടെൻഷനും ഡയബറ്റിസ് മെലിറ്റസും ആണ്. ക്രോണിക് കഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്താണ്? ട്യൂബർക്ലോസ് ആണ്. അതുകൂടാതെ നൈറ്റ് സ്വെറ്റ്സും ചെസ്റ്റ് പെയിനും വെയിറ്റ് ലോസ് ആൻഡ് ഫറ്റീഗും ഉണ്ടാകുന്നുണ്ട്. ഏതിന്റെ ഭാഗമാണ് ഇതെല്ലാം? TBയുടെ ഭാഗമാണ്. എന്താ നോക്കൂ, TBയുടെ പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റുകളാണ് നൈറ്റ് സ്വെറ്റ്സ്, ഫീവർ, പനി ഉണ്ടാകുന്നു, കഫിങ് അപ്പ് ബ്ലഡ്, രക്തത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? കഫ് ചെയ്യുന്നു, ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്, വിശപ്പില്ലായ്മ, ചിൽസ്, അതേപോലെ തന്നെ അൺഇൻറ്റൻഷണൽ ആയിട്ടുള്ള വെയിറ്റ് ലോസ്. അപ്പോൾ ഇതെല്ലാം എന്താണ്? സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ആൻ ആക്റ്റീവ് TB ആണ്. അടുത്ത ചോദ്യം: HPSAG ടെസ്റ്റിംഗ് ഈസ് ഡൺ ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് A വൈറസ്, ചിക്കൻ പോക്സ് വൈറസ്, ഹെപ്പറ്റൈറ്റിസ് B വൈറസ് ആൻഡ് ഹെപ്പറ്റൈറ്റിസ് C വൈറസ്. ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് B ആൻറ്റിജൻസിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് HPSAG ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ടൈപ്സ് ഓഫ് ഹെപ്പറ്റൈറ്റിസും അതിൻ്റെ മോഡ് ഓഫ് ഇൻഫെക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, Aയും Eയും ഓറൽ ഫീക്കൽ റൂട്ടിലൂടെയാണ് എന്ത് ചെയ്യുന്നത്?
പകരുന്നത്. അതേസമയം ബി എ സി എ ഡി ഒക്കെ ബ്ലഡ് ഡിറൈവ്ഡ് ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത് പകരുന്നത്. ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ടൈപ്സ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ HPSCG ടെസ്റ്റിംഗ് ഉപയോഗിച്ച് നമുക്ക് ഏത് വൈറസാണ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്? അത് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് എന്ന് പറയുന്നത് ഭയങ്കര ഫേറ്റൽ ആയിട്ടുള്ള ഒരു വൈറസ് ആണ്. അത് ബ്ലഡിലൂടെയും അതുപോലെ തന്നെ ബ്ലഡ് ഡെലിവേർഡ് ബോഡി ഫ്ലൂയിഡ്സിലൂടെയൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ പകരുന്നത്. അടുത്ത ചോദ്യം, ആംഫിറ്റാമിൻ പോയിസണിങ് ക്യാൻ ബി ട്രീറ്റഡ് വിത്ത്. ആംഫിറ്റാമിൻ്റെ പോയിസണിങ് നമ്മുടെ ബോഡിയിൽ ഉണ്ടായാൽ ഇതിലേത് ഡ്രഗാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? തൈമിൻ, അസ്കോർബിക് ആസിഡ്, സോഡിയം ബൈകാർബണേറ്റ് ആൻഡ് അമോണിയ. അസ്കോർബിക് ആസിഡ് ആണ് കറക്റ്റ് ആൻസർ. കാരണം ആംഫിറ്റാമിൻ എന്ന് പറയുന്ന ഒരു വീക്ക് ബേസ് ആണ്. അപ്പം ഹൈലി അസിഡിക് ആയിട്ടുള്ള ഒരു ഡ്രഗ്സ് കൊടുത്താൽ മാത്രമേ യൂറിനെ എന്ത് ചെയ്യും? ആസിഡിഫൈ ചെയ്ത് അതുവഴി ആംഫിറ്റാമിൻ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി വരും ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 100th ക്വസ്റ്റ്യൻ. If two or more dosage form of a same drug contain same labeled quantities of the drug, they are. വളരെ ഇമ്പോർട്ടൻറ്റും വളരെ റെപ്പിറ്റേറ്റീവ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനും കൂടാണ്. 2 ഡോസേജ് ഫോം എടുക്കുന്നു. ഈ 2 ഡോസേജ് ഫോമിനകത്തെയും കണ്ടന്റ് ലേബിൾഡ് ക്വാണ്ടിറ്റി, അതിൽ പറഞ്ഞിരിക്കുന്ന ലേബിൾഡ് ക്വാണ്ടിറ്റീസിൻ്റെ എല്ലാം സെയിം തന്നെയാണ് എങ്കിൽ ഈ ഒരു 2 ഡോസേജ് ഫോമിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? തെറാപ്യൂട്ടിക് ഈക്വലൻ്റ് എന്ന് വിളിക്കാമോ? കെമിക്കൽ ഈക്വലൻ്റ്, ക്ലിനിക്കൽ ഈക്വലൻ്റ്, നൺ ഓഫ് ദീസ്? ഏതായിരിക്കും? തെറാപ്യൂട്ടിക് എന്ന് പറയുന്നത് എന്താണ്? ഫാർമക്കോളജിക്കലി രണ്ടുപേരും തരുന്ന ആക്ഷൻ ഒരേപോലെ ആണെങ്കിൽ നമുക്കതിനെ തെറാപ്യൂട്ടിക് ഈക്വലൻ്റ് വിളിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ എന്താണ്? സെയിം ഡ്രഗ് കണ്ടെയ്ൻ സെയിം ലേബിൾഡ് ക്വാണ്ടിറ്റീസ്, അതിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് ആണ് അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ സെയിം ആകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇത്? കെമിക്കൽ ഈക്വലൻ്റ് എന്നുള്ള പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫാർമസ്യൂട്ടിക്കൽ ഈക്വലൻ്റ് അല്ലെങ്കിൽ കെമിക്കൽ ഈക്വലൻ്റ്. എന്താണെന്ന് വെച്ചാൽ ഈ 2 ഡ്രഗ് പ്രൊഡക്റ്റിനകത്തും ഉണ്ടായിരിക്കുന്ന സെയിം എമൗണ്ട് ഓഫ് തെറാപ്യൂട്ടിക് ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ്. 2 ഡോസേജ് ഫോം എടുക്കുന്നു, ഐഡന്റിക്കൽ ഡോസേജ് ഫോം ആണ് രണ്ടും ടാബ്ലറ്റ് ആണെന്ന് കരുതുക. ഈ 2 ടാബ്ലറ്റിനകത്തും സെയിം കണ്ടന്റ് തന്നെയാണ്, അതിലൊരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് നമുക്ക് അവയെ എന്ത് വിളിക്കാം? ഫാർമസ്യൂട്ടിക്കൽ ഓർ കെമിക്കൽ ഈക്വലൻ്റ് എന്ന് വിളിക്കാം. അതേസമയം തെറാപ്യൂട്ടിക് ഈക്വലൻ്റ് എന്ന് വിളിക്കണമെങ്കിൽ ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഫക്റ്റ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതായത് സെയിം എഫിക്കസി ആയിരിക്കണം, അല്ലെങ്കിൽ ടോക്സിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതും സെയിം ആയിരിക്കണം. എങ്കിൽ മാത്രമേ അതിനെ തെറാപ്യൂട്ടിക് ഈക്വലൻ്റ് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു ചോദിച്ചിരിക്കുന്നത്? കണ്ടെയ്ൻ സെയിം ലേബിൾഡ് ക്വാണ്ടിറ്റി മാത്രമേ സെയിം ആകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇത്? കെമിക്കലി ഈക്വലൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കെമിക്കലി ഈക്വലൻ്റ് അല്ലെങ്കിൽ കെമിക്കലി ഈക്വലൻ്റ് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഈക്വലൻസ് എന്ന് പറഞ്ഞാലും ശരിയാണ്. തെറാപ്യൂട്ടിക്കലി ഈക്വലൻ്റ് എന്ന് പറയുവാണെങ്കിൽ സെയിം എഫിക്കസി പ്രൊവൈഡ് ചെയ്യണം 2 ഡ്രഗും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 100 ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ. ഇത് നമ്മുടെ കഴിഞ്ഞ PSCക്ക് DHS എക്സാമിന് വേണ്ടി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്.